മക്കളെ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു Aegon ലേണിംഗ്. നമ്മൾ പുതുതായിട്ട് നമ്മുടെ ലൈവിലേക്ക് വന്നിരിക്കുകയാണ്, അഥവാ നമ്മുടെ മാരത്തോൺ ലൈവിലേക്ക്. നിങ്ങളെല്ലാവരും കാത്തു നിന്ന, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന, നമ്മൾ രാവിലെ മുതലേ നമ്മുടെ ലൈവ് സെഷനിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ മാരത്തോൺ ലൈവിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ +2 ഫിസിക്സിനകത്തുള്ള 14 ചാപ്റ്റേഴ്സ് ആണ്. എണ്ണം പറഞ്ഞ 14 ചാപ്റ്റേഴ്സ് ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് മക്കളെ. നേരത്തെ 3 മണി മുതൽ, വൈകിട്ട് 3 മണി മുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഡെറിവേഷൻസ് ഓൺലി, അതായത് +2 ഫിസിക്സിലെ നമ്മൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഡെറിവേഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ ഡെറിവേഷൻസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലൈവിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലൈവിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മക്കളെ എന്ത് ചെയ്യാൻ, നേരത്തെ മിസ് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ സമയം കണ്ടെത്തി ആ ഒരു ലൈവ് നിങ്ങൾ കൃത്യമായിട്ട് കാണണം. ഇപ്പം ഈ ഒരു ലൈവിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ മക്കളെ, നമ്മൾ വരുന്ന നമ്മുടെ ഈ ഒരു ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 1 by 1 ആയിട്ട് നമ്മൾ റാൻഡം ആയിട്ടായിരിക്കും ചിലപ്പോൾ ചാപ്റ്റേഴ്സ് വരുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ചാപ്റ്ററിന്റെ ഓർഡർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ കൃത്യമായിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. നമ്മൾ പല ഓർഡറിലായിരിക്കും ചാപ്റ്റർ മുമ്പോട്ടേക്ക് വരിക. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് മക്കളെ. ഈ ചാപ്റ്ററിന്റെ അകത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുഴുവനും ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് എണ്ണം പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു ഡിസ്കഷനിൽ നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നാളെ പേപ്പർ കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരിക്കും. ആ ഒരു പുഞ്ചിരി നാളെ ചരിത്രമാകുന്നുള്ളതാണ്. സോ മക്കളെ, നമുക്ക് ആദ്യം തന്നെ അധികം മുഖവരകളില്ലാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. മാക്സിമം 7 മാർക്ക് വരെ വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ 7 മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിലാണ് ഈ ചാപ്റ്റർ വരുന്നത്. അതായത് ഈ ചാപ്റ്റർ മുഴുവനും ചാർജ് എന്തിലാണ്? റെസ്റ്റിലാണ് എന്നാണ് നമ്മൾ പറയാ. റെഡി? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ കൂളും ഈസ് ദി യൂണിറ്റ് ഓഫ്. ന്യൂട്ടൺ പെർ കൂളും എന്ന് പറയുന്ന അയാൾ എന്തിന്റെ യൂണിറ്റ് ആണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ കൂളും എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ഈ ന്യൂട്ടൺ പെർ കൂളും പോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് മറ്റൊരു യൂണിറ്റ് ഉണ്ട്. അതിന്റെ പേരാണ് വോൾട്ട് പെർ മീറ്റർ. അപ്പം വോൾട്ട് പെർ മീറ്റർ എന്ന് പറയുന്നതും ആരുടെ യൂണിറ്റ് ആണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മറ്റൊരു യൂണിറ്റ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് 2 യൂണിറ്റ് ഉണ്ട്, ഒന്ന് വോൾട്ട് പെർ മീറ്ററും ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ന്യൂട്ടൺ പെർ കൂളും എന്ന് പറയുന്നതും. രണ്ടാമതായിട്ട് നമ്മൾ ചോദ്യമാണ്, ഇലക്ട്രിക് ചാർജ് ഈസ് എ ഡാഷ് ക്വാണ്ടിറ്റി. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. സോ നമ്മൾ മനസ്സിലാക്കുന്നു ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഓഫ് പ്രോട്ടോൺ ഓർ ഇലക്ട്രോൺ ഈസ്. നമ്മുടെ ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1.6 × 10⁻⁻19 കൂളൂംബ് ആണ്. സോ 1.6 × 10⁻⁻19 കൂളൂംബ് ആണ് ഒരു പ്രോട്ടോണിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ലോകത്തിലെ ഏറ്റവും ചെറിയ ചാർജ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫണ്ടമെന്റൽ ചാർജ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കെ പറഞ്ഞു കൊടുക്കണം അത് ഏത് ചാർജ് ആണ്? അത് നമ്മുടെ ഇലക്ട്രോണിന്റെ ചാർജായ -1.6 × 10⁻⁻19 എന്ന് പറയുന്ന വാല്യൂ ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യമാണ്, when a body is negatively charged, ഒരു ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ, ആ ബോഡിയിൽ ഇലക്ട്രോൺ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ബോഡിയുടെ മാസിന് എന്ത് സംഭവിക്കും? മക്കളെ, ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു 5 കിലോ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാസിന് എന്ത് സംഭവിക്കും? നിങ്ങൾ അത് കൈ പിടിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ മാസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയാൽ ആ ബോഡിയുടെ മാസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്ലൈറ്റ്ലി ഇൻക്രീസസ് ആണ്. ഇൻക്രീസസ് ആണ്. ഇനി അടുത്തതാണ്, വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് എന്താ? ഇലക്ട്രിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ. അപ്പോൾ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നതാണ് ആരുടെ യൂണിറ്റ്? ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ്. ദെൻ അടുത്തത് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിന്റെ SI യൂണിറ്റ് എന്താണ്? കൂളൂംബാണ് ഇലക്ട്രിക് ചാർജിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് ചാർജിന്റെ SI യൂണിറ്റ് മറന്നുപോലെ ഓർമ്മയിൽ വെക്കണം. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മുഴുവനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. എന്ത് എപ്പം എങ്ങനെ ചോദിക്കും എന്നുള്ളതിനെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റും. സോ അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് വേണ്ടത് ധൈര്യമാണ്, നമ്മൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ എക്സാമിന് അപ്രോച്ച് ചെയ്താൽ മാത്രമേ പഠിച്ച കാര്യം പോലും നമ്മൾ ഓർമ്മയിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ പഠിച്ച കാര്യം പോലും
നമ്മൾ മറന്നുപോകും അല്ലെ. പഠിച്ച കാര്യങ്ങൾ നമ്മൾ പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഫിഡൻസോട് കൂടിയിട്ടിരിക്കുക, നിങ്ങൾ ഉറപ്പോട് കൂടിയിരിക്കുക, നല്ല ധൈര്യത്തിൽ നിങ്ങൾ മുമ്പോട്ടേക്ക് പോവാ. റെഡി? റൈറ്റ് ദി SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ SI യൂണിറ്റ് എന്താ? നമ്മൾ എപ്പോഴും പറയുന്നതാണ്, അത് കൂളൂംബ് മീറ്റർ ആണ്. കൂളൂംബ് മീറ്റർ. ഷോർട്ടായിട്ട് നമ്മൾ ക്യാപിറ്റൽ CM എന്ന് നമ്മൾ കൊടുക്കും. സോ ക്യാപിറ്റൽ CM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂളൂംബ് മീറ്റർ ആണ്. കൂളൂംബ് മീറ്റർ എന്ന് പറയുന്നതാണ് ആരുടെ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്? ഇവിടെ നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ദെൻ അടുത്തൊരു ഭാഗമാണ് കൂളംബ്സ് ലോ ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ്. അതായത് കൂളംബ്സ് ലോ എന്ന് പറയുന്നത് നമുക്ക് എന്തിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്? രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. മേ ബി അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കാം. എന്നിരുന്നാലും ഫോഴ്സിനെ കുറിച്ചാണ് ആര് പറഞ്ഞു തരുന്നത്? നമ്മുടെ കൂളംബ്സ് ലോ പറഞ്ഞു തരുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾക്കറിയാലോ അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്? നമ്മൾ പഠിക്കുന്നതാണ് മാഷേ. F is equal to 1/4 pi epsilon naught Q1 Q2 divided by R square. Then രണ്ടാമത്തെ question, the force between two charges when placed in free space is 60 Newton. അതായത് F എയർ എന്ന് പറയുന്നത് 60 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ R എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് നമുക്ക് തന്നത്. സോ F മീഡിയം എത്രയാണ്? F മീഡിയം എന്ന് പറഞ്ഞാൽ F air divided by epsilon R, that is 60 divided by 2, which is equal to 30 Newton. So നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 30 ന്യൂട്ടൺ ആണ് നമ്മൾക്ക് വാല്യൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾക്ക് ഒരു മീഡിയത്തിലെ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾക്ക് തന്നിട്ടുള്ളത് എയറിലെ ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അവിടെ നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആരെ? എപ്സിലോൺ R തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. തന്നിട്ടുണ്ടെങ്കിൽ മക്കളെ ഇതാ ഇങ്ങനെ ചെയ്തു വെക്കണം. എങ്ങനെ? എപ്സിലോൺ R നെ കൊണ്ട് F air നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ F air divided by epsilon R is equal to നമുക്ക് എന്ത് കിട്ടും? F medium നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ നേരെ അടുത്ത ഭാഗത്തിലേക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ദി പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഇമാജിനറി ലൈൻസ് അല്ലേ? നമ്മൾ എന്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇലക്ട്രിക് ഫീൽഡിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഉപയോഗിക്കാറുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്ന ആളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടി എഴുതാനാ പറഞ്ഞത്. മക്കളെ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബൈഹാർട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് നമ്മളോട് ചോദിക്കുന്നത്. ഏതെങ്കിലും രണ്ടെണ്ണം. ആ രണ്ടെണ്ണം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് എടുത്തിട്ട് മുമ്പോട്ടേക്ക് വെച്ച ക്വസ്റ്റ്യൻ അല്ല. ഇത് നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ബോർഡ് എക്സാമിന് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോ ആദ്യത്തെ ചോദ്യം, റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഈ ഫീൽഡ് ലൈനിന്റെ പ്രോപ്പർട്ടി പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എഴുതി വെക്കേണ്ടത് പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിൽ ചെന്ന് അവസാനിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ തുടങ്ങുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നാണ്, അത് അവസാനിക്കുന്നത് നെഗറ്റീവ് ചാർജിൽ ചെന്നിട്ടാണ്. സോ എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു? സോ all an electric lines of force originate from positive charge and ends on negative charge. തുടങ്ങുന്നത് പോസിറ്റീവിൽ നിന്നും അവസാനിക്കുന്നത് നെഗറ്റീവിൽ നിന്നും. അങ്ങനെയെങ്കിൽ മക്കളെ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. The tangent drawn at a point on an electric lines of force will give the direction of field at that point. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് മക്കളെ. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഏതെങ്കിലും ഒരു പോയിന്റിലെ ഡയറക്ഷൻ ആണ് എനിക്ക് കാണേണ്ടതെങ്കിൽ ആ പോയിന്റിൽ ഞാൻ എന്ത് വരച്ചാൽ മതി? ടാൻജന്റ് വരച്ചാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ആ പോയിന്റിൽ ഞാൻ എന്ത് വരച്ചാൽ മതി മക്കളെ? ടാൻജന്റ് വരച്ചാൽ മതി. ടാൻജന്റ് വരച്ചാൽ ആ പോയിന്റിലെ ഡയറക്ഷൻ നമുക്ക് കിട്ടും. ഇതാണ് നമ്മൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കുന്നത്. തീർന്നിട്ടില്ല, മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് വരാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി, ടു ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആരൊക്കെ തലകുത്തി നിന്നാലും അവർ എന്ത് ചെയ്യൂല? ഇന്റർസെക്ട് ചെയ്യൂല. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അങ്ങനെ അവർ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ ഉണ്ടായിരിക്കും. മക്കളെ മനസ്സിലാക്കി വെക്കണം. അറ്റ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ there will be two tangents. രണ്ട് ടാൻജന്റുകൾ വരും. നടക്കുന്ന കാര്യമാണോ? അങ്ങനെ രണ്ട് ടാൻജന്റ് വന്നാൽ നമുക്കറിയാം അവിടെ രണ്ട് ഡയറക്ഷൻ വരും എന്നുള്ളത്. രണ്ട് ഡയറക്ഷൻ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതെന്തല്ല, പിന്നെ വെക്ടർ ആൾജിബ്ര പ്രകാരം നമുക്ക് അതെന്താണ്, തെറ്റാണെന്ന് പറയേണ്ടി വരും അല്ലെ. ഒരു പോയിന്റിന് രണ്ട് ഡയറക്ഷൻ വരുന്നുണ്ട്. മക്കൾ മനസ്സിലാക്കുക, രണ്ട്
ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പരസ്പരം എന്ത് ചെയ്യൂല, ഇന്റർസെക്ട് ചെയ്യൂല. സോ ഒന്നല്ല രണ്ടല്ല 3 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. 4ാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് ഇൻഡിക്കേറ്റ് റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് തീരുമാനിക്കപ്പെടുന്നത് അവിടെ നമ്മൾക്ക് പറയാൻ പറ്റും, അവിടെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ വെച്ചിട്ടാണ്. ഫ്ലക്സ് ഡെൻസിറ്റി അനുസരിച്ചിട്ട് അവിടെ എന്ത് മാറുന്നുണ്ട്, ഫീൽഡിന്റെ സ്ട്രെങ്ത് മാറുന്നുണ്ട്. നമുക്കറിയാം പോളിനോട് അടുത്ത് വരുന്ന സമയത്ത് അവിടെ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലും, ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഫ്ലക്സ് ഡെൻസിറ്റി കുറവുമായിട്ട് വരുമ്പം എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇല്ലേ. അത് കഴിഞ്ഞാൽ വരുന്ന അടുത്ത പോയിന്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഡ്യൂ ടു സ്റ്റാറ്റിക് ചാർജ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. മക്കളെ മാഗ്നറ്റിക് ഫീൽഡ് പഠിച്ചിട്ടുണ്ടാവും, മക്കള് മാഗ്നറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഇതൊരു നോർത്ത് പോളും സൗത്ത് പോളും ആണെങ്കിൽ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ആര് പോകുന്നുണ്ട്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോയിട്ടുണ്ടെങ്കിൽ സൗത്തിലൂടെ അവർ എവിടേക്ക് തിരിച്ചു വരുന്നുണ്ട്, നമ്മുടെ നോർത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഇത് കാണുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ആണ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ് ഫോം ചെയ്യുന്നത്, ക്ലോസ്ഡ് ലൂപ്പ് ആണ്. പക്ഷേ ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരാളുണ്ട്, നമ്മൾക്ക് അയാൾ എന്ത് ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും, ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അയാളാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈന് തിരിച്ച് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരുന്നില്ല. പോസിറ്റീവ് നിന്ന് പുറത്തേക്ക് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻ തിരിച്ച് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഇത് ഓപ്പൺ ലൂപ്പാണ് ഫോം ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മൾക്ക് ഇങ്ങനെ ഉറക്കെ പ്രഖ്യാപിക്കാൻ പറ്റണം അല്ലെ. അപ്പൊ ഇവിടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്ന ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരാത്തത് കൊണ്ട് ഓപ്പൺ ലൂപ്പാണ് ഫോം ചെയ്യുന്നത്, അഥവാ നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ് എന്ന് നമ്മൾ പറയും. ഇതെല്ലാം പ്രോപ്പർട്ടീസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ പ്രോപ്പർട്ടിയെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. റെഡിയാണല്ലോ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് റൈറ്റ് ദി സൈൻസ് ഓഫ് ചാർജസ് Q1 ആൻഡ് Q2. Q1 ന്റെയും Q2 ന്റെയും ചാർജുകളുടെ സൈൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. മക്കളെ ചിത്രം കാണുന്ന ഓരോ കുട്ടിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, പോസിറ്റീവ് ചാർജിൽ നിന്നാണ് ഫീൽഡ് ലൈനുകൾ പുറത്തേക്ക് പോകുക. അതുകൊണ്ട് Q1 എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും എന്തായിരിക്കണം, ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കണം. നെഗറ്റീവ് ചാർജിന്റെ ഉള്ളിലേക്കാണ് ഫീൽഡ് ലൈനുകൾ വരിക. അതുകൊണ്ട് തന്നെ Q2 എന്ന് പറയുന്ന ഇവിടെ കാണിച്ച ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് ആയിരിക്കും. സോ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരും. ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. മക്കളെ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് അല്ലെ, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള പോസിറ്റീവും നെഗറ്റീവും ചാർജും ഒരു സെയിം എന്താണ് ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ അതിനെ ആ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ സ്ട്രെങ്ത് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ടേം ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന അയാൾ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നൊക്കെ നമുക്കറിയാം അല്ലെ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ത് ക്വാണ്ടിറ്റിയാണ്, വെക്ടർ ക്വാണ്ടിറ്റിയാണ്. നമ്മളോടുള്ള ചോദ്യം എന്താണെന്ന് അറിയോ, എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്നാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ അല്ലെ. എന്താണ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബെർണോളിസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫസ്റ്റ് ഇയറിൽ കേട്ടതാണ്. അതേപോലെ ഇവിടെ വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് അറിയോ, നമ്മളോട് ചോദിക്കാണല്ലേ. നമ്മളൊക്കെ എന്താക്കാണ്, നമ്മളൊന്നും അല്ലാണ്ടാക്കി മാറ്റാണ്. നേരെ ചോദിക്കുക ഇതെന്താന്ന് നിനക്ക് അറിയോ എന്നൊക്കെ. അപ്പൊ പറഞ്ഞു കൊടുക്കണം നമ്മൾ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ. രണ്ടുപേര് തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ്. ആരൊക്കെ തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ് മാഷേ, നമുക്ക് പറയാം പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആൻഡ് ഡൈപോൾ ലെങ്ത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്, ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ആ ഡൈപോളിന്റെ എന്താണ് എഫക്റ്റീവ് ലെങ്തും തമ്മിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ പറയും P is equal to വെക്ടർ P is equal to 2AQ എന്ന് നമ്മൾ പറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് P is equal to 2AQ എന്ന് പറയുന്നതാണ് ആരുടെ ഇക്വേഷൻ, നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ. തീർന്നിട്ടുണ്ടോ മാഷേ, തീർന്നിട്ടില്ലടാ. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടെ നമ്മളോട് ചോദിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ബോർഡ്. ഏതാണ്, എ സിസ്റ്റം ഹാസ് 2 ചാർജസ് 2.5 into 10 to the power minus 7 coulomb and minus 2.5 into 10 to the power minus 7 coulomb located at the points 0, 0, minus 15 centimeter, 0, 0, plus 15 centimeter respectively. Determine the magnitude and direction of electric dipole moment of the system. അങ്ങനെയാണെങ്കിൽ മാഷേ എന്താണ് ആ ചോദ്യം എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. പറഞ്ഞു തരാടാ, അതിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബി ക്വസ്റ്റ്യൻ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം
രണ്ട് പോയിന്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും പ്ലേസ് ചെയ്ത രണ്ട് പോയിന്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റിൽ 2.5 ഇൻറ്റു 10⁻⁻7 ആണ്. രണ്ടാമത്തെ പോയിന്റിൽ -2.5 ഇൻറ്റു 10⁻⁻7 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവരുടെ കോർഡിനേറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചത് എവിടെയാ? 0 0 -15 സെന്റിമീറ്ററിലാണ്. അതുപോലെ നെഗറ്റീവ് ചാർജ് വെച്ചിട്ടുള്ളത് എവിടെയാണ്? 0 0 +15 സെന്റിമീറ്ററിലാണ്. അങ്ങനെയാണെങ്കിൽ 0 0 -15 മുതൽ +15 വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം, അത് 30 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ നല്ല എവിടെ നോക്കിയാലും 30 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യമാണ് ഈ 30 സെന്റിമീറ്ററിനെ നമ്മളിങ്ങനെ വരച്ച് കാണിക്കും. 30 സെന്റിമീറ്റർ എന്ന് കാണിച്ചു കൊടുക്കും. കാണിച്ചു കഴിഞ്ഞാൽ പേപ്പർ നോക്കുന്നവർ വിചാരിക്കും നമുക്കൊക്കെ ബുദ്ധി ഉണ്ടെന്ന്. ഉറപ്പല്ലേ? നമുക്ക് ബുദ്ധി ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. സോ അതിനുശേഷം നമ്മൾ എഴുതാണ് P is equal to 2AQ. ആ കാര്യം കൂടി എഴുതി കഴിഞ്ഞാൽ പേപ്പർ നോക്കുന്ന ആൾ വിചാരിക്കും നിങ്ങൾ പൊളിയാണ്, കിടുവാണെന്ന്. അങ്ങനെയെങ്കിൽ നമ്മൾ നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഈ ഡിസ്റ്റൻസ് ആണല്ലോ മാഷേ, 30 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ലേ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടടാ, അത് സെന്റിമീറ്ററിലല്ലേ, എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. 30 ഇൻറ്റു 10⁻⁻2 ഇൻറ്റു അടുത്തെന്ന് പറഞ്ഞാൽ എത്രയാ? ഏതെങ്കിലും ഒരു ചാർജ് Q എന്ന് പറയുന്ന രണ്ട് ചാർജ് ഇല്ലേ, രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ. നമ്മൾ എന്താ കൊടുക്കുക? 2.5 ഇൻറ്റു 10⁻⁻7 ആണ്. അങ്ങനെയാണെങ്കിൽ 30 ഇൻറ്റു 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് 75 ആണ്. ഓക്കെ, 75 ഇൻറ്റു 10⁻⁻2 10⁻⁻7 അങ്ങനെയെങ്കിൽ അത് 10⁻⁻9 കൂളുംബ് മീറ്റർ ആണ്. ഓക്കെ മക്കളെ, കഴിഞ്ഞു. ഈ ഒരു ഭാഗം നമ്മൾ തീർത്തു കഴിഞ്ഞു. ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ കൊടുത്തു കഴിഞ്ഞു. നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് E ഡ്യൂ ടു എ ഡൈപോൾ ഓഫ് ലെങ്ത് 2a അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദ സെന്റർ ഓഫ് ഡൈപോൾ ഓൺ ആൻ ഇക്വിറ്റോറിയൽ ലൈൻ. മക്കളെ, ഇക്വിറ്റോറിയൽ ലൈൻ നേരത്തെ ഡെറിവേഷൻ ഓൺലി സീരീസ് ഒക്കെ ചെയ്ത സമയത്തും ഇയാളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആക്സിയൽ പോയിന്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇക്വിറ്റോറിയൽ പോയിന്റും പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. ആരാണത്? ഇക്വിറ്റോറിയൽ പോയിന്റ് ആണ്. ഇക്വിറ്റോറിയൽ പോയിന്റ് നമ്മൾ പഠിച്ചിരിക്കണം, ആക്സിയൽ പോയിന്റും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചാൽ തൊട്ട് മുമ്പ് ഏകദേശം ഒരു 2-3 മണിക്കൂർ മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ലൈവ് സീരീസിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് എന്ത്? ഈ ഒരു ആക്സിയൽ പോയിന്റിന്റെ ഡെറിവേഷൻ. സോ ഇക്വിറ്റോറിയൽ ഞാൻ എന്താക്കാണ്? ജസ്റ്റ് ഓർമ്മയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇവിടെ കൊണ്ടുവരാണ്. സോ നമുക്ക് നോക്കാം എന്താണ് പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അതിനെ ഞാൻ 2A എന്ന് വിളിക്കുകയാണ്. തൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഇവരെ ബന്ധം പിരിച്ചു കൊടുത്ത്. എന്നിട്ട് ഞാൻ എന്താക്കുക? ഇവരെ A എന്നും ഇയാളെ ഞാൻ എന്ത് വിളിക്കുകയാണ്? A എന്ന് വിളിക്കുകയാണ്. സോ മക്കളെ, ഇതിങ്ങനെ പോയി നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പോയിന്റിൽ, ഈ പെർട്ടിക്കുലർ പോയിന്റിൽ ഇയാളെ ഞാൻ ക്യാപിറ്റൽ A എന്നും ഇയാളെ ഞാൻ ക്യാപിറ്റൽ B എന്നും വിളിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ A എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ് കാരണം പിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നമുക്ക് പറയാൻ പറ്റും ഇതാ ഇത് ഇങ്ങോട്ടേക്കാണെന്ന് പറയാൻ പറ്റും. കണ്ണു പൂട്ടണ്ട കേട്ടോ ഓവർ. അപ്പൊ ഇത് ഇങ്ങോട്ടേക്കാണെന്ന് പറയും. ഇയാളുടെ പേരാണ് EA എന്ന് പറയുന്നത്. എന്താണ് ഇയാളുടെ പേര്? EA എന്നാണ് നമ്മൾ വിളിക്കുക. EAക്ക് ഒരു പ്രത്യേകത ഉണ്ട്. EA എങ്ങനെ എന്താക്കുകയാണ്? ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, അപ്പം EA എന്ന് പറയുന്നത് നമ്മൾ എന്താക്കുന്നുണ്ട്? നമ്മുടെ ഒരു സിനിമ നടനെ പോലെ അദ്ദേഹത്തിനെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ തോളൊക്കെ ചെരിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പിടിച്ച് റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്യൽ എങ്ങനെയാ മക്കളെ? റിസോൾവ് ഒക്കെ സിമ്പിൾ അല്ലേ മാഷേ? ഞങ്ങൾ ഈ +1 മുതൽ പിന്നെ എന്താ പഠിച്ചോണ്ടിരിക്കുന്നത്? ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കുന്നതൊക്കെ റിസോൾവ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തീറ്റയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? തീറ്റ കൊടുക്കും. തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തീറ്റ കൊടുത്താൽ ഇവിടെ ഈ A cos തീറ്റ, ഇയാളുടെ പേരെന്തായിട്ട് മാറും? EA സൈൻ തീറ്റ. ഓക്കെ ആണല്ലോ? EA സൈൻ തീറ്റ, EA കോസ് തീറ്റ. തീർന്നോ മാഷേ? തീർന്നിട്ടില്ല മാഷേ. എന്താ സംഭവിക്കുന്നത്? B കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ലേ? അതെങ്ങോട്ടാ? ഇങ്ങോട്ടാണ് മാഷേ വരുന്നത്. അതിന്റെ പേരെന്താ? ഇയാളുടെ പേരാണ് EB എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ EBയും ചെരിഞ്ഞിട്ടല്ലേ? EBയെ നമ്മൾ എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. സിമ്പിൾ ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റുമോ മാഷേ? സിമ്പിൾ ആയിട്ടാണ് റിസോൾവ് ചെയ്യുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ആംഗിൾ തീറ്റ ഉണ്ടെങ്കിൽ നമ്മൾ പണ്ടേ പഠിച്ചതാ ഇതും തീറ്റ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഇയാൾ EB കോസ് തീറ്റ, ഇയാൾ EB സൈൻ തീറ്റ. ഓക്കെ മക്കളെ, നമ്മുടെ ചിത്രം കഴിഞ്ഞു, ചിത്രത്തിന്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനി നേരെ നമ്മൾ ഡെറിവേഷനിലേക്ക് വരാണ്. മക്കൾ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും EA സൈൻ തീറ്റയും EB സൈൻ തീറ്റയും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവരെ പിന്നെ എന്താക്കണ്ട? നമ്മൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണ്ട. അവരവിടെ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ആര് മാത്രമേ ഇവിടെ നമുക്കുള്ളൂ? EA കോസ് തീറ്റ, EB കോസ് തീറ്റ. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണുമ്പോൾ നമ്മൾ ആരെയൊക്കെ തമ്മിൽ ആഡ് ചെയ്താൽ മതി? EA കോസ് തീറ്റയും EB കോസ് തീറ്റയും തമ്മിൽ ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആഡീഷൻ പെട്ടെന്ന് നമുക്ക് നടത്താലോ മാഷേ? പെട്ടെന്ന് തന്നെ നടത്താടാ. ഈ നെറ്റ് എന്ന് പറയുന്നത്
യെസ്, ഈ നെറ്റ് എന്ന് പറയുന്നത് ഇ എ കോസ് തീറ്റ പ്ലസ് ഇ ബി കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ എ പ്ലസ് ഇ ബി കോസ് തീറ്റ. അങ്ങനെയെങ്കിൽ നമുക്കിതിന് ഇക്വേഷൻ 1 എന്ന് വിളിക്കാമല്ലോ. വിളിച്ചേക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ മക്കളെ ഇ എ എന്ന് പറയുന്ന ആളുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? ഇ എ എന്ന് പറയുന്നത് കെ ക്യൂ ബൈ, ഇവിടെ നമുക്കറിയാം ഡിസ്റ്റൻസ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഇത് എക്സ് ആണ്. ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം എക്സ് ആണ്. ഇനി ഞാൻ ഈ സെൻറ്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം കൊടുക്കുന്നത് ആറാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പേര് ഇനി മറന്നു പോരുത് കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ എന്ത് കൊടുക്കാം? കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം, ഇക്വേഷൻ 2. ഇനി ഈ ബി എന്ന് പറയുന്നത് ആരാണ്? അത് കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ തന്നെ ആയിരിക്കും. ഇവിടെ എക്സ് സ്ക്വയർ ആണെങ്കിൽ ഇപ്പുറത്തും തന്നെയാണ് കൊടുക്കുന്നത്, എക്സ് എന്നല്ലേ കൊടുക്കുക. സോ എക്സ് സ്ക്വയർ തന്നെ വരും. ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം നമ്മൾ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 2 and 3 in 1. 2ഉം 3ഉം എവിടെ കൊണ്ടുപോയി നമ്മൾ നിക്ഷേപിക്കുന്നു? നമ്മൾ 1ൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. ഈ നെറ്റ് എന്ന് പറയുന്നത് കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ പ്ലസ് കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. മക്കളെ നിങ്ങൾ പറ, കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ പ്ലസ് കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ എന്തായിരിക്കും? എല്ലായിടത്തും പോയാൽ അത് എന്തെന്നാണ്? 2 KQ ബൈ എക്സ് സ്ക്വയർ ആണ്. കൂടെ ഒരാളും കൂടെ ഉണ്ട്, കോസ് തീറ്റ. പണി തീർന്നെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ പണി തീർന്നിട്ടില്ല. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നത്. ആർക്കൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? എക്സ് സ്ക്വയറിനും കോസ് തീറ്റക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. മക്കൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റൂലേ? ഈ ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് എക്സ് എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസും ആർ എന്ന് പറയുന്ന ഓൾട്ടിറ്റ്യൂഡും എ എന്ന് പറയുന്ന ബേസും ഉണ്ടെങ്കിൽ പൈത്തഗോറസ് തിയറം പ്രകാരം നമ്മൾക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഒരാളും കൂടെ ഉണ്ടല്ലോ മാഷെ, കോസ് തീറ്റ. അയാൾ നമ്മൾ എങ്ങനെ എഴുതും? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് സൈഡായ എ ഡിവൈഡഡ് ബൈ ദ ഹൈപ്പോട്ടന്യൂസ്, അതാണ് എക്സ് എന്ന് പറയുന്നത്. സോ എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. എക്സിന്റെ വാല്യൂ ഇവിടെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ വാല്യൂ ഇവിടെ ഇട്ടുകൊടുത്താണ്. തീർന്നിട്ടുണ്ടോ മാഷെ? നേരെ കൊണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കടാ. നമുക്കുള്ള മാർക്ക് നമ്മുടെ കയ്യിലേക്ക് വരാൻ വേണ്ടി പോവാണ്. നേരെ നോക്കിക്കോ, നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നു. ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 2KQ by 2KQ divided by R square plus A square into A divided by R square plus A square whole raised to 1/2. അപ്പോൾ ഇവിടുത്തെ പവർ 1ഉം ഈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ പവർ 1/2 ആണ്. ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ 1 + 1/2 3/2 ആയിട്ട് നിൽക്കും. സോ നമ്മൾ എഴുതുന്നു ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് 2AQ? നമുക്കറിയാം 2AQ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് P ആണ്. സോ നമ്മൾ കൊടുക്കും KP divided by R square plus A square whole raised to 3/2. മക്കളെ, ഇനിയാണ് നമ്മളെ ചെറിയൊരു അസംഷൻ വരുന്നത്. അതായത് നമ്മൾ പറയാൻ വേണ്ടി പോവാണ്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ആർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഇയാൾ വളരെ വലുതാണ് മക്കളെ. ഇയാൾ എന്താണ്? ആർ ഈസ് വെരി 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 ഗ്രേറ്റർ ദാൻ എ. അതുകൊണ്ട് നമ്മൾ ആരൊഴിവാക്കുന്നു? നെഗ്ലക്റ്റ് എനെ നമ്മൾ ഇക്വേഷൻ ഒഴിവാക്കാൻ വേണ്ടി പോവാണ്. ഇയാളെ നമുക്കിനി ആവശ്യമില്ല. ഇത്രയും നേരം നമ്മൾ കൊണ്ടു നടന്ന ഇയാളെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? നമ്മൾ തേക്കാൻ വേണ്ടി പോവാണ്. സോ ഈസ് ഈക്വൽ ടു KP ബൈ ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്ന് പറയുമ്പോൾ നമുക്ക് R³ കിട്ടും. കഴിഞ്ഞു മക്കളെ. തേപ്പ് കഴിഞ്ഞപ്പോൾ അവസാനം നമുക്ക് കിട്ടിയതാണ് ഈസ് ഈക്വൽ ടു KP ബൈ R³ എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി ആക്സിയൽ പോയിന്റ് എത്രയാണ്? ഇക്വിറ്റോറിയൽ പോയിന്റ് എത്രയാണ് വരുന്നത്? KP ബൈ R³ ആണ് വരുന്നത്. റെഡി ആണല്ലോ മക്കളെ? അങ്ങനെയെങ്കിൽ ഈ ചാപ്റ്ററിന്റെ സോൾ പാർട്ട് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിലെല്ലാം നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സും അതിന്റെ ആപ്ലിക്കേഷൻസും. മക്കളെ മറന്നു പോരുത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കണം മക്കളെ. എന്താണത്? ഗോസസ് തിയറം സ്റ്റേറ്റ് ദാറ്റ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഇതങ്ങ് പഠിച്ചു വെക്കണം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മനസ്സിലേക്ക് അങ്ങോട്ട് ഉറപ്പിച്ച് നിർത്തണം, ആണി അടിച്ചു വെക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഇതിന്റെ ഇക്വേഷൻ ആയിട്ട് കൊടുക്കുന്നത്? ഒന്നുമില്ലടാ, φ ഈസ് ഈക്വൽ ടു 1/ε0 Q എൻക്ലോസ്ഡ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി കൊടുക്കാം. ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. നമ്മൾ ഫ്ലക്സ് പഠിക്കുന്ന ആളുകളാണ്. E.ds is equal to 1/ε0 Q enclosed.
അപ്പോൾ ഇക്വേഷനൊക്കെ ആയി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് രണ്ടാമതൊരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞിട്ടുണ്ട്. യൂസിങ് ദിസ് ലോ ഡിറൈവ് an expression for the electric field intensity due to a uniformly charged thin spherical shell at a point outside the shell inside the shell. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ യൂണിഫോംലി ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു ഷെല്ല് നമ്മൾ വരയ്ക്കണം. ആ ഒരു ഷെല്ലിനെ കവർ ചെയ്തുകൊണ്ട് ഗോസിയൻ സർഫസ് നമ്മൾ വരയ്ക്കണം. സോ ആദ്യം നമ്മളൊരു ഷെല്ല് വരയ്ക്കുന്നു. അതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് ഞാൻ എന്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് മക്കളെ? ചാർജ്. പോസിറ്റീവ് ചാർജിന് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കാണ്. റെഡി, വെച്ചു. ഇനി നമ്മൾ എന്ത് പറയാണ്? ഈ ഒരു ഷെല്ലിൻ്റെ റേഡിയസ് എത്രയാണ് നമ്മൾ മെൻഷൻ ചെയ്യണമല്ലോ. അത് ചെയ്തിട്ടില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ നമ്മൾ റേഡിയസ് മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇയാളുടെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പോയിന്റ്, ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന പി എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇത്രയും ചാർജുകൾ കാരണം പിയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പിയിലൂടെ കടന്നു പോകുന്ന ഒരു സർഫസ് വരയ്ക്കുകയാണ്. അതിൻ്റെ പേര് ഗോസിയൻ സർഫസ് എന്നൊക്കെയാണ് നമ്മൾ പറയാം. അപ്പം ആ ഒരു സർഫസ് നമ്മൾ വരയ്ക്കുന്നു. സർഫസ് വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, തെറ്റിപ്പോയത് കേട്ടോ. യെസ്, ഏറെക്കുറെ സർഫസ് ആണെന്ന് നമുക്ക് പറയാം. റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ റേഡിയസും കൂടെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ നേരെ നമുക്ക് നമ്മുടെ പണിപ്പുരയിലേക്ക് ഇറങ്ങാം. നേരെ വരുന്നു. റേഡിയസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സ്മോൾ ലെറ്റർ ആർ ആണ്. ഓക്കെ, സ്മോൾ ലെറ്റർ ആർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾക്കറിയാം ഗോസ് തിയറം പ്രകാരം ഇന്റഗ്രൽ ഇ ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട് ആണ്. ഈ നമ്മൾ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്താൽ ഇന്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട് ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ നമുക്കറിയാം ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഗോസിയൻ സർഫസിന്റെ മുകളിലാണ് നമ്മളോട് ചോദ്യം. ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 പൈ സ്മോൾ ലെറ്റർ ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? ക്യൂ ഇസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചതാണ്, ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ അല്ലേ? ചാർജ് സിഗ്മയാണ് മക്കളെ. അങ്ങനെയെങ്കിൽ സിഗ്മ ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? 4 പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. ദെൻ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. 4 പൈ നമ്മൾ ക്യാൻസൽ ചെയ്താൽ E is equal to sigma by epsilon 0 capital R square divided by small letter r square. പണി കഴിഞ്ഞോ? പണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ കാര്യം കൂടെ പറയാണ്ട്, ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലെ? അറ്റ് ദി സർഫസ് അല്ല ചോദിച്ചത്, നമ്മളോട് എന്താ ചോദിച്ചത്? പുറത്തുള്ളതും അകത്തുള്ളതുമാണ് ചോദിച്ചത്. പക്ഷെ നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? പാവം ഇലക്ട്രിക് ഫീൽഡ് അവിടെ 0 ആണ് മക്കളെ. ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ എന്തായിരിക്കും? അത് 0 ആയിരിക്കും. അതൊരു പ്രോപ്പർട്ടിയാണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇൻസൈഡ് അവിടെ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. മക്കളെ കഴിഞ്ഞെന്ന് വിചാരിക്കും, പക്ഷെ കഴിഞ്ഞിട്ടില്ല മക്കളെ. നമ്മൾ നേരെ പോകുന്നത് പ്ലെയിൻ ഷീറ്റിന്റെ ഇക്വേഷനിലേക്കാണ്. അതായത് ഗോസസ് തിയറത്തിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ ആണ് പ്ലെയിൻ ഷീറ്റ് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലെ? പ്ലെയിൻ ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്ലെയിൻ ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. അതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യാണ്, ഒരു പ്ലെയിൻ ഷീറ്റ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. വരട്ടെ. യെസ്, അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഒരു പ്ലെയിൻ ഷീറ്റ് വന്നിരിക്കുകയാണ്. പ്ലെയിൻ ഷീറ്റ്. യെസ്, ഈ പ്ലെയിൻ ഷീറ്റിന്റെ മുകളിൽ മുഴുവനും ഞാൻ ചാർജിനെ കൊടുക്കുകയാണ്. ചാർജുകളെ കൊടുത്തു. എൻജോയ്. അപ്പോൾ ഈ ചാർജിനെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലെയിൻ ഷീറ്റ് എന്ത് ചെയ്യുന്നു? പ്ലെയിൻ ഷീറ്റിൽ ഞാനൊരു ഗോസിയൻ സർഫസ് വരയ്ക്കണം. ദാ ഗോസിയൻ സർഫസ്, സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് ആണ് കേട്ടോ വരയ്ക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ? ഞാൻ വരച്ചുകൊണ്ട് പറയല്ല, സൂപ്പർ ആയിരിക്കണം. അപ്പം ഈ ഒരു ഗോസിയൻ സർഫസ് ഞാൻ കൊടുത്തു. ഈ ഗോസിയൻ സർഫസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന മച്ചാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഇയാള് ഇങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഈ ഏരിയ വെക്ടർ എന്ന് പറയുന്നത്, ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഡി എസ് ഇങ്ങോട്ടും, ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്ന ഡി എസ് ഇങ്ങോട്ടുമാണ് പോകുന്നത്. സെയിം ഡയറക്ഷനാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും ഏരിയ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ കേർവ്ഡ് സർഫസിൽ ഡി എസ് ഇങ്ങോട്ടും ഏരിയ ഇങ്ങോട്ടുമാണ്. ഓക്കെ, അപ്പോൾ ഡി എസ് പെർപെൻഡിക്കുലർ ആണ് ഏരിയക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെ മാത്രം നോക്കിയാൽ മതി? 2 എൻഡ് മാത്രം നോക്കിയാൽ മതി. നേരെ നമ്മൾ ഗോസ് തിയറം അപ്ലൈ ചെയ്യാം. നമുക്കറിയാം ഇന്റഗ്രൽ ഇ ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. നമുക്കറിയാം ഇ നമ്മൾ പുറത്തെടുത്ത് ഇന്റഗ്രൽ ഡി എസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ക്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ ഇൻറ്റു ഏരിയ ആണ്. ഇനി നമുക്കറിയുന്ന ഈ ഇന്റഗ്രൽ ഡി എസിന്റെ ഉത്തരം ഇവിടെ ഡി എസ്, ഇവിടെ ഡി എസ്, നമ്മൾ 2ds എന്ന് നമ്മൾ കൊടുക്കും. സിഗ്മ ഡി എസ്. ഓക്കെ, ഡി എസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരാളും കൂടെ ഉണ്ടല്ലോ, എപ്സിലോൺ നോട്ട്. എന്താണ് സാറേ എപ്സിലോൺ നോട്ട്? എന്നെ മറന്നോ സാറേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഓക്കെ, സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ഉത്തരം ശരിയാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പിച്ചോളൂ, ഉത്തരം തെറ്റാണ്. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഉത്തരം ശരിയാണ്, കൈയടിക്കുക.
അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്കറിയാം കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണല്ലേ. പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനുള്ളത് പലപ്പോഴും നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട് അല്ലേ. എന്താ പഠിക്കാനുള്ളത്, ഇല്ലാത്തൊക്കെ എന്താ പഠിക്കാനുള്ളത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. സോ കുറേ കാലങ്ങളായിട്ടൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു കപ്പാസിറ്റൻസിന്റെ അകത്ത് നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, പൊട്ടൻഷ്യലിന് എന്താക്കുക അങ്ങനെ മാർജിനലൈസ് ചെയ്ത് വെക്കുക. 2 വർഷമായിട്ട് ട്രെൻഡ് മാറിയിട്ടുണ്ട്. എവിടുന്നും കൂടെ ചോദ്യം നന്നായിട്ട് വരുന്നുണ്ട്. പൊട്ടൻഷ്യലിന്റെ അകത്തുനിന്നും ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ട് കണ്ട അനുഭവം വെച്ച് പറയാണ് മക്കളെ, നിർബന്ധമായിട്ടും പൊട്ടൻഷ്യലും പഠിച്ചിട്ട് പോയാൽ മതി. പലരും പറയും കപ്പാസിറ്റൻസിന്റെ അകത്ത് മാത്രം പഠിച്ചാൽ മതി, പൊട്ടൻഷ്യൽ വിട്ടേക്ക് വിട്ട് കഴിഞ്ഞാൽ മാർക്ക് ആ വഴിക്ക് പോകും. അതുകൊണ്ട് പൊട്ടൻഷ്യലും കൃത്യമായിട്ട് പഠിക്കണം. റെഡി? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എ ഡാഷ് ക്വാണ്ടിറ്റി. എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റി. ഇയാൾ എന്ത് ക്വാണ്ടിറ്റി? സ്കേലാർ ക്വാണ്ടിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സിമ്പിൾ അല്ലേ സാറേ? അതെന്താണ്? അത് വോൾട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ മോഡൽ എക്സാം, കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന്റെ ചോദ്യമാണ് കേട്ടോ. കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് 0.9 സെന്റിമീറ്റർ അവേ ഫ്രം എ പോയിന്റ് ചാർജ് ഓഫ് 4 × 10⁻⁻7 ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് പൊട്ടൻഷ്യൽ അല്ലേ. V = KQ/R ആണ്. അങ്ങനെയെങ്കിൽ കെയുടെ വാല്യൂ 9 × 10⁻⁹ ആണ് ഇൻറ്റു 4 × 10⁻⁻7 ആണ്. ആര്? Q എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. സെന്റിമീറ്ററിൽ തന്നിട്ടുള്ള ആ 9 എന്ന് പറയുന്നതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റുന്നു. 9 × 10⁻⁻2 ആണ്. സോ നമ്മുടെ ആൻസർ 4 × 10⁻⁴ വോൾട്ട് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ കൈയടിക്കാം. ഉത്തരം കിട്ടിയിട്ടുണ്ട്, കൈയടിച്ചേക്ക് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ത്രൂ എ പോയിന്റ് ഈസ് നോർമൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ കുറിച്ചിട്ട്, തീർന്നിട്ടില്ല. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ അകത്ത് നിന്നും പണ്ടും ഇപ്പോഴും എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മീൻ ബൈ ഓർ വാട്ട് യു മീൻ ബൈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? The surface over which electric potential is same. എന്താണ്? The surface over which electric potential is same. അതങ്ങനെ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റണം. അത് എഴുതി കൊടുത്താൽ മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും മക്കളെ. അപ്പോൾ നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഡെഫിനിഷൻ എന്താണ്? The surface over which electric potential is same. രണ്ടാമത്തെ ചോദ്യം, what is the work done to move a charge on an equipotential surface? എന്താണ് മാഷി ഇതൊക്കെ ചോദിക്കുന്നത്? നമുക്കറിയാം, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയുന്ന ചോദ്യമാണ്, +2 പിഞ്ച് മക്കൾക്ക് പോലും അറിയുന്ന ചോദ്യമാണ്. എന്ത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള, സർഫസിന്റെ മുകളിലൂടെ ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് അത് 0 ആണെന്നുള്ളത്. 0 എന്ന് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലെ. അടുത്തതാണ് ഡ്രോ ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഫോർ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരച്ചു കൊടുക്കണം. ഇതാ ഈ പ്ലാനാർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ ഇതാ ഇതുപോലെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി, മാർക്ക് എവിടെയും പോകില്ല, നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. സോ ഇവിടെ നമ്മൾ വരച്ച് കാണിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു പ്ലാനാർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. കഴിഞ്ഞോ മക്കളെ? ഇല്ല. നേരെ നമ്മൾ പോകുന്നത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ, ഒരു ഡെറിവേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഡെറിവേഷൻ സീരീസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിം ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ തീർക്കാം എന്നുള്ളത് നോക്കാം. സോ 2 മാർക്കാണ് മാക്സിമം ഇതിന്റെ അകത്ത് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ആ 2 മാർക്ക് എങ്ങനെ സെക്യൂർ ചെയ്യാന്നുള്ളത് ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ച് പഠിച്ചാൽ മതി. ഞാൻ പറയും ചില വാല്യൂസ് അതേപോലെ നിങ്ങൾ എടുത്തെഴുതണം. ആ വാല്യൂസ് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയാൽ കുറച്ച് സമയം കൂടുതൽ പോയി കിട്ടും. അതിലല്ലാതെ കൂടുതൽ മാർക്കൊന്നും ആരും തരാൻ വേണ്ടി പോകുന്നില്ല. സോ ഞാൻ പറയുന്നത് അതേ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ മൈനസ് ചാർജ്, -Q. ഇപ്പുറത്ത് നമ്മുടെ +Q എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. ഓക്കെ, +Q. അപ്പോൾ 2 ചാർജുകളുണ്ട്, -Q ഉം +Q ഉം. ഓക്കെ ദെൻ ഇവിടെ നമ്മളൊരു പോയിന്റ് എടുക്കുകയാണ്. ഈ പോയിന്റിന്റെ പേരാണ് P. പോസിറ്റീവിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ ഞാൻ R1 എന്നും നെഗറ്റീവിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ ഞാൻ R2 എന്നും ഈ ഡൈപോളിന്റെ സെന്ററിനെ 0യിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ ഞാൻ R എന്നും വിളിക്കുകയാണ്. ഇവിടുത്തെ ആംഗിൾ തീറ്റയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയെങ്കിൽ മക്കളെ ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് പറയാം? ഇത് A ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും എന്താണ്? A എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ R1 ഉം R2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് V is equal to എന്ത് പറയാം? V is equal to ടോട്ടൽ പൊട്ടൻഷ്യൽ. ഈ പോസിറ്റീവ് കാരണവും നെഗറ്റീവ് കാരണവും Pയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V1 + V2. പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് V is equal to 1/4πε0 Q/R1 plus 1/4πε0 minus Q/R2. മൈനസ് വന്നുകൊണ്ട് ഈ പ്ലസ് എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. സോ V is equal to
Q by 4 pi epsilon naught 1 by R1 minus 1 by R2. മക്കളെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറയുന്ന നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പറയുന്ന അതേപോലെ നിങ്ങളൊരു കാര്യം ഉൾക്കൊള്ളണം. 1 by R1 minus 1 by R2 എന്ന് പറയുന്നതിനെ നിങ്ങൾ ഇനി മുതൽ 2a cos theta divided by r square. ഈ ഒരു വാല്യൂ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കണം. ഇത് പഠിച്ചു വെച്ച് ഇത് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു പേജ് നമുക്ക് എന്താക്കാം, ഒരു പേജും കൂടെ നമുക്ക് ഉപയോഗിച്ചിട്ട് ആ ഒരു വാല്യൂ കണ്ടുപിടിക്കാം. കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ആ 2 മാർക്കിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു വാല്യൂ നിങ്ങൾ അവിടെ പഠിക്കുക, എന്നിട്ട് ഈ ഡെറിവേഷൻ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് നേരെ ഇവിടെ വാല്യൂ കൊടുക്കുകയാണ്. v is equal to q by 4 pi epsilon naught 2a cos theta divided by r square. കഴിഞ്ഞിട്ടുണ്ടോ? വാട്ട് ഈസ് 2aq? 2aq എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് p ആണ് എന്ന് നമുക്കറിയാം. സോ നമ്മൾ കൊടുക്കും v is equal to 1 by 4 pi epsilon naught p cos theta divided by r square. കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെറിവേഷൻ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. റെഡിയാണ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്താണ് ഇവിടെ ചോദിക്കാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയാണ് ഇവിടെ ചോദിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. ഇനി നമ്മൾ കപ്പാസിറ്റൻസിലേക്ക് വരുമ്പോൾ എന്താണ്, സീരീസ് ആയിട്ട് കപ്പാസിറ്ററുകളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസും പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ ഉണ്ടാവുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസും സിമ്പിൾ ഡെറിവേഷൻ ആണ്. നമുക്കറിയാം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ C1 ഇങ്ങനെ വെച്ചു, C2 വെച്ചു, C3 വെച്ചു. ദെൻ അടുത്തത് ഇതുപോലെ കണക്ട് ചെയ്തു. This is C1, C2, C3. നമുക്ക് കൊടുക്കാം ഇത് V1 ആണ്, ഇത് V2 ആണ്, V3 ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ I എന്ന് പറയുന്ന കറണ്ട് അല്ലെങ്കിൽ ചാർജ് Q എന്ന് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. അത് ത്രൂ ഔട്ട് എന്തായിരിക്കും, സീരീസ് ആണെങ്കിൽ ചാർജ് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമ്മൾ പറയാൻ വേണ്ടി പോവാണ് ചാർജ് ഈസ് സെയിം, പൊട്ടൻഷ്യൽ ഈസ് ഡിഫറൻറ്റ്. ചാർജ് സെയിം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം, V is equal to V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ V1 പ്ലസ് V2 പ്ലസ് V3 ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് Q by C is equal to Q by C1 പ്ലസ് Q by C2 പ്ലസ് Q by C3. Q കോമൺ ആണ്, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 by C is equal to 1 by C1 പ്ലസ് 1 by C2 പ്ലസ് 1 by C3. കഴിഞ്ഞു. നമ്മൾ ഇവിടെ സീരീസ് ആയിട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്താൽ കിട്ടുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചു. ഇനി തീർന്നിട്ടുണ്ടോ, പാരലൽ ആയിട്ടും കണക്ട് ചെയ്യണം. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് C1, ഇതാണ് C2, ഇതാണ് നമ്മുടെ C3. ഓക്കെ, C1, C2, C3. ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമുണ്ട് മക്കളെ. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ Q എന്ന് പറയുന്നത് Q1, Q2, Q3 ആയിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഈ V പൊട്ടൻഷ്യൽ എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടും. സോ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. ആര് ഡിഫറെൻ്റ് ആണ്, ഇയാളുടെ ഒക്കെ ചാർജ് ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ പറയും പൊട്ടൻഷ്യലി സെയിം, ചാർജ് ഈസ് ഡിഫറെൻറ്റ്. സോ നമുക്ക് പറയാം Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. ദാറ്റ് ഈസ് CV ഈസ് ഈക്വൽ ടു C1V പ്ലസ് C2V പ്ലസ് C3V. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എന്ത് പറയാം, C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. റെഡി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേറെ ബാക്കിയൊന്നുമില്ല, നമ്മൾ കംപ്ലീറ്റ്ലി കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്താണ് ഇവിടെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്താൽ എത്രയാണ് വാല്യൂ കൊണ്ടുതരുന്നത് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 3 capacitors of capacitance 2 picofarad, 3 picofarad, 4 picofarad are connected in parallel. Write the SI unit of capacitance, that is farad. Farad ആണ് കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ്. കാൽക്കുലേറ്റ് ദി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ. കാൽക്കുലേറ്റ് ദി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ. ഈ കോമ്പിനേഷന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, നമ്മൾ പഠിക്കുന്നതാണ്. പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ C1 പ്ലസ് C2 പ്ലസ് C3 ആണ്, അഥവാ 2 പ്ലസ് 3 plus 4 that is equal to 9 picofarad. വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ഇഫ് ദ കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു 100 വോൾട്ട് ബാറ്ററി സപ്ലൈ. അങ്ങനെയെങ്കിൽ ഇത് നമ്മൾ കണക്ട് ചെയ്യാണ്. ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ 3 കപ്പാസിറ്റർ നമ്മുടെ കയ്യിലുണ്ട്. ഈ 3 കപ്പാസിറ്ററെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചത് ഇതാ ഈ ഒരു പൊട്ടൻഷ്യൽ 100 വോൾട്ട് സപ്ലൈയിലേക്കാണ്. ഇത് 2 picofarad, 3 picofarad, 4 picofarad. സോ ഇവിടെ Q1, Q2, Q3 അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Q1 is equal to C1V, അതായത് 2 into 100 that is equal to 200 pico coulomb. Q2 എന്ന് പറഞ്ഞാൽ C2V, അതായത് 3 into 100
അഥവാ 300 പൈക്കോ കൂളും. അടുത്തതാണ് Q3 എന്ന് പറയുന്നത് C3V, അതായത് 4 × 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 400 പൈക്കോ കൂളും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി ഇതാണ് നമ്മളുടെ എന്ത് ഈ ഒരു Q1, Q2, Q3 വാല്യൂ എന്ന് പറയുന്നത്. റെഡി. Derive the expression for capacitance of parallel plate capacitor. Parallel plate capacitorന്റെ capacitance കണ്ടുപിടിക്കലാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതാണ് നമ്മുടെ പാരലൽ പ്ലേറ്റ്. ഈ പാരലൽ പ്ലേറ്റ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇവരെ നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആക്കി, ഇത് മുഴുവനും നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഇത്രയും കാര്യം നമ്മൾ പഠിക്കണം. നമുക്കറിയാം സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. അതേപോലെ തന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ ഇൻറ്റു എ ആണ്. സോ സി ഈസ് ഈക്വൽ ടു സിഗ്മ എ ഡിവൈഡഡ് ബൈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇ ഇൻറ്റു ഡി എന്ന് പറയാം. ഡി എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്ക് ഈ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്, സിഗ്മ ബൈ എപ്സിലോൺ 0. സോ സിഗ്മ എ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. സിഗ്മ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി. ഇതാണ് നമ്മുടെ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? ഇനി അടുത്തതാണ് റൈറ്റ് എനി വൺ ഡിഫറൻസ് ബിറ്റ്വീൻ പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾ. ഗീവ് വൺ എക്സാമ്പിൾ ഈച്ച് ഫോർ പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾ. അപ്പോൾ നമ്മൾ പോളാർ നോൺ പോളാർ മോളിക്യൂൾസ് എടുത്തിട്ട് അതിൽ നമ്മൾ പറയാണ് ഇൻ പോളാർ മോളിക്യൂൾ പോസിറ്റീവ് സെന്റർ ആൻഡ് നെഗറ്റീവ് സെന്റർ ഡസ് നോട്ട് കോയിൻസൈഡ് വിത്ത് ഈച്ച് അതർ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കാം? പോളാർ മോളിക്യൂൾ എന്ന് വിളിക്കാം. അതായത് ഇവിടെ നമുക്ക് പോളാർ മോളിക്യൂൾ HCl ഉം H2 ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഈ പോസിറ്റീവ് നെഗറ്റീവ് രണ്ടറ്റത്തായിരിക്കും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കാം? പോളാർ മോളിക്യൂൾ എന്ന് വിളിക്കാം. നോൺ പോളാർ മോളിക്യൂൾ അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? പോളാറിന്റെ H2O, HCl ഒക്കെ. ഇനി നോൺ പോളാർ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ഇതാ മോളിക്യൂൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പോസിറ്റീവ് നെഗറ്റീവും കോയിൻസൈഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതിന്റെ എക്സാമ്പിൾ ആണ് H2O2. ഓക്കെ, സോ നോൺ പോളാർ മോളിക്യൂൾ എങ്ങനെയാണ്, പോളാർ മോളിക്യൂൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. റെഡി? ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ചാപ്റ്ററിലേക്ക്. എക്സ്ക്യൂസ് മീ, ഹലോ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ്. ഓക്കെ, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ലോറൻസ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ മൂവിംഗ് ചാർജ്. ഒരു മൂവിംഗ് ചാർജിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ലോറൻസ് ഫോഴ്സിനെ കുറിച്ചാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത്. സോ നമുക്കറിയാം ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചാർജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡിലും ഇലക്ട്രിക് ഫീൽഡും കമ്പൈൻഡ് ആയിട്ടുള്ള ഫീൽഡിൽ മൂവ് ചെയ്യിക്കുന്ന സമയത്താണ് ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ എഫ് ഇസ് ഈക്വൽ ടു ഒന്ന് കളർ മാറ്റട്ടെ. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? QE പ്ലസ് Q ഇൻറ്റു V ക്രോസ് B. ഇതാണ് ലോറൻസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? ആൻഡ് ഇലക്ട്രോൺ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 3 × 10⁴ ടെസ്ല. ഫൈൻഡ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ഇലക്ട്രോൺ. ഇലക്ട്രോൺ വെറുതെ കൊണ്ട് പ്ലേസ് ചെയ്തതുകൊണ്ട് എന്ത് കിട്ടൂല? അതിന്റെ മുകളിൽ ഫോഴ്സ് കിട്ടൂല. അതുകൊണ്ട് അവിടുത്തെ ഫോഴ്സ് 0 ആണ്. ഇലക്ട്രോൺ മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഫോഴ്സ് അതിന്റെ മുകളിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് പ്ലേസ് ചെയ്യുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അതിന്റെ മുകളിൽ എന്ത് കിട്ടുന്നില്ല? ഫോഴ്സ് കിട്ടുന്നില്ല. സോ നമുക്ക് പറയാം 0. Then അടുത്ത ക്വസ്റ്റ്യൻ ആണ് the path of charged particle entering parallel to uniform magnetic field will be. അതായത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഈ കാണുന്നത്. ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് പാരലൽ ആയിട്ടാണ്. സോ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കറിയാം അത് എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്? അതിന്റെ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും അത് മൂവ് ചെയ്യാം. കാരണം അതിന്റെ മുകളിൽ ഫോഴ്സ് ഒന്നും കിട്ടൂല. അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്യും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്ന കാര്യമാണ്, അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അത് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ചാർജ് അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. റെഡി ആണല്ലോ മക്കളെ? അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ചാർജ് പോകുന്നതിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചത്. ദ പാത്ത് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്ററിംഗ് പാരലൽ ടു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി സ്ട്രെയിറ്റ് ലൈൻ. അതിന് ആൻസർ എന്താ വരിക? സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത്. ഇനി സപ്പോസ് മക്കൾ നോക്ക്, ചാർജ്ഡ് പാർട്ടിക്കിൾ ഇതാണ് നമ്മുടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇതിലേക്ക് ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കയറി വരുന്നതെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലാർ മോഷൻ ആയിരിക്കും. ഇങ്ങനെ കിടന്ന് എന്താക്കും? കറങ്ങാൻ വേണ്ടി തുടങ്ങും. ഇനി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇതാ ഇതുപോലൊരു സ്പേസിൽ ഇതാ നമ്മുടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അറ്റ് ആൻ ആംഗിൾ തീറ്റയിലാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ കയറുന്നതെന്നുണ്ടെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും? ഹെലിക്കൽ മോഷനിലായിരിക്കും വരുന്നത്. സോ അറ്റ് ആൻ ആംഗിൾ തീറ്റ, അതായത് 90 ഡിഗ്രി അല്ല 0 ഡിഗ്രി അല്ലാതെ ഏത് ആംഗിളിൽ കയറിയാലും അത് ഹെലിക്കൽ മോഷൻ ആയിരിക്കും കാണിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ആൻ ആംഗിൾ 40 ഡിഗ്രി. നമ്മൾ പഠിച്ചു 0 ഡിഗ്രിയിലാണെങ്കിലും സ്ട്രെയിറ്റ് ലൈനിൽ പോവും, 90 ഡിഗ്രിയിലാണെങ്കിൽ കറങ്ങും. 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0യും അല്ല 90യും അല്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും? ഹെലിക്കൽ പാത്ത് ആയിരിക്കും. ഹെലിക്കൽ
പാത്തായിരിക്കും ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടാവുക. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഏത് പാത്താണ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടാവുന്നത്? ഹെലിക്കൽ പാത്താണ്. അടുത്തത്, 2 charged particles Q1 and Q2 are moving through a uniform magnetic field B as shown in the figure. അപ്പോൾ Q1 ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ Q2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്താ? Q1ന്റെയും Q2ന്റെയും പാത്ത് എന്താണ്? നമുക്കറിയാം Q1 എന്ന് പറയുന്നത് ചരിഞ്ഞിട്ടാണ്, അതുകൊണ്ട് നമ്മൾ പറയും അത് എന്ത് പാത്തിലാണ്? ഹെലിക്കൽ പാത്തിലാണ്. സോ Q1ന്റെ പാത്ത് എന്താ? ഹെലിക്കൽ പാത്താണ്. Q2ന്റെ പാത്ത് എന്താണ്? സർക്കുലാർ പാത്താണ്. അപ്പോൾ Q1ന്റെ പാത്തും Q2ന്റെ പാത്തും നമുക്ക് കിട്ടി, ഹെലിക്കൽ പാത്തും അതുപോലെ തന്നെ സർക്കുലാർ പാത്തും. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബയോ-സാവാർട്ട് ലോ. ഈ ചാപ്റ്ററിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് ബയോ-സാവാർട്ട് ലോ എന്ന് പറയുന്നത്. എന്താണ്? നമുക്കറിയാം ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഈ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കാരണം ഈ പിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് മുകളിൽ ചെറിയൊരു പീസ് എടുത്തു, അതിൻ്റെ പേരാണ് DL എന്ന് പറയുന്നത്. ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് I എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്, നമ്മളോട് പറയുന്ന കാര്യമാണ്. എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ എന്നുള്ളത്? സോ ഡെഫിനിഷൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു കറണ്ട് ക്യാരിയിങ് എലമെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു DB എന്ന് പറയുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. DB എന്ന് പറയുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു DL ആണ്. DB എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ, ഇവിടുത്തെ തീറ്റ അല്ലേ അതിന്റെ സൈൻ വാല്യൂ. DB ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r². അപ്പോൾ നമുക്ക് ഒരുമിച്ച് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? DB പ്രൊപ്പോർഷണൽ ടു IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ r². അപ്പോൾ നമുക്ക് DB ഈക്വൽ ടു എങ്ങനെ എഴുതാം? μ0/4π IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ r². ഇതാണ് നമ്മുടെ DB എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? ഇത് മനസ്സിലാക്കി വെക്കുക. DB എന്ന് പറഞ്ഞാൽ എന്താ? μ0/4π IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ r² ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ബയോ-സാവാർട്ട് ലോയുടെ ആപ്ലിക്കേഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പോൾ നമുക്ക് നേരെ ഇതിന്റെ ഡെറിവേഷനിലേക്ക് പോകാം. കൂടുതലായിട്ട് ഒന്നും പറയാതെ പെട്ടെന്ന് നമ്മൾ ഡെറിവേഷനിലേക്ക് വരികയാണ്. ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു സർക്കുലർ റിംഗ് ആണ്. ഈ സർക്കുലർ റിംഗിന്റെ ഈ ഒരു സർക്കുലർ റിങ്ങിൻ്റെ ഈ ഒരു പോയിന്റിൽ ഞാൻ DL എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു. ഇതിൻ്റെ റേഡിയസ് ആണ് A എന്ന് പറയുന്നത്, ഇതിൻ്റെ ആക്സിയൽ ലൈനാണ് ഈ കാണിക്കുന്നത്, അതിൻ്റെ മുകളിലൊരു പോയിന്റ് ആണ് P. ഈ റിങ്ങിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഈ പിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ DL എലമെന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളൊരു ഡിസ്റ്റൻസ് വരയ്ക്കുന്നു. ആ ഡിസ്റ്റൻസ് ആണ് DL നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് X എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ R എന്ന് വിളിച്ചു. ഓക്കെ, ഇതുപോലെ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഇങ്ങനെ ഞാൻ വരച്ച DB എന്ന് പറയുന്നത്. ഇത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ DB ചെരിഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതും, റിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതാണ് ഇതിങ്ങനെ റിസോൾവ് ചെയ്തു, 2 കോമ്പണൻ്റ് ആക്കി മാറ്റി. ഇത് ഫൈ ആണെങ്കിൽ ഇതും എന്തായിരിക്കും? ഫൈ ആയിരിക്കും. സോ നമുക്ക് കൊടുക്കാം DB കോസ് ഫൈ, ഇത് DB സൈൻ ഫൈ. സിമിലർലി ഇവിടെ ഞാനൊരു എലമെന്റ് എടുത്തു, ഇതിൻ്റെ പേരാണ് DL. ഈ DLൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ഒരു ലൈനും നമുക്ക് ഇതേപോലെ കാണിക്കാം. ഇതാണ് ആ ഒരു ലൈൻ. ആ ഒരു ലൈനിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ DB എന്ന് പറഞ്ഞ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഈ DB എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റിസോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. DB റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ 2 റിസോൾവ് ചെയ്ത് നമുക്ക് പോയിന്റ് കാണിക്കാൻ പറ്റും. ഇത് ഫൈ ആണെങ്കിൽ ഈ പോയിന്റും ഫൈ ആയിരിക്കും. സോ ഇത് നമുക്ക് കൊടുക്കാം DB കോസ് ഫൈ, ഇത് DB സൈൻ ഫൈ. അപ്പോൾ നമ്മൾ പിക്ചർ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ ഡെറിവേഷനാണ്. ഡെറിവേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് ബയോ-സാവാർട്ട് ലോ പ്രകാരം നമുക്കറിയുന്ന കാര്യമാണ് DB ഈക്വൽ ടു μ0/4π IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ x². അഥവാ DB is equal to μ0/4π IDL by x². അപ്പോൾ സൈൻ തീറ്റ ഇവിടെ പോയി. സൈൻ തീറ്റൻ്റെ വാല്യൂ 1 ആണ്, കാരണം തീറ്റൻ്റെ വാല്യൂ 90 ഡിഗ്രി ആണ്. ഓക്കെ ആണല്ലോ? അത് അവിടെ മനസ്സിലാക്കി വെക്കണേ. സൈൻ തീറ്റ നമ്മൾ എന്താക്കുന്നു? അവിടെ എടുക്കുന്ന സമയത്ത് 1 ആണ് വാല്യൂ വരിക, കാരണം തീറ്റൻ്റെ വാല്യൂ അവിടെ എന്താണ്? 1 ആണ്. തീറ്റൻ്റെ വാല്യൂ 90 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കൊടുത്തു. ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എഴുതാണ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? DB ഡാഷ്.
നമുക്കറിയാം ഇവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി സൈൻ ഫൈയും ഡി ബി സൈൻ ഫൈയും, ബാക്കി ഇവർ രണ്ടുപേരും എന്താവും, ക്യാൻസൽ ചെയ്ത് പോകും. ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യും. പിന്നെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡി ബി സൈൻ ഫൈ, ഡി ബി സൈൻ ഫൈ. സോ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ഡി ബി സൈൻ ഫൈ പ്ലസ് ഡി ബി സൈൻ ഫൈ. അതായത് നമുക്ക് എന്ത് കൊടുക്കാം, 2 ഡി ബി സൈൻ ഫൈ എന്ന് പറയാം. ഓക്കെ ആണല്ലോ, 2 ഡി ബി സൈൻ ഫൈ ആണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ പറയും ഡി ബി ഡാഷ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു μ0 ബൈ 4π. ഈ ഡി ബി ഡാഷിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡി ബി കണ്ടിട്ടുണ്ട് അല്ലേ, ഇവിടെ ഡി ബി നമ്മൾ കണ്ടു. ആ വാല്യൂ നമ്മൾ എന്താക്കുന്നു, ഈ വാല്യൂ നമ്മൾ നേരെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 2 ഇൻറ്റു μ0 ബൈ 4π, 2 ഇൻറ്റു μ0 ബൈ 4π ഐ ഡി എൽ ബൈ എക്സ് സ്ക്വയർ സൈൻ ഫൈ. ഓക്കെ ആണല്ലോ, ഐ ഡി എൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ ഫൈ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ 2ഉം 4ഉം കട്ട് ചെയ്താൽ ഇവിടെ 2 വരും. സോ നമുക്ക് എഴുതാം μ0, ഓക്കെ സോറി റെഡി. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതാണ് ഡി ബി ഡാഷ് ഇസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 2π ഐ ഡി എൽ ബൈ, നമുക്ക് ഈ സൈൻ ഫൈക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ ഇവിടെ സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ, എ ഡിവൈഡഡ് ബൈ എക്സ് ആണ് അല്ലേ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണ് എ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ അഥവാ എക്സ് ക്യൂബ് എന്ന് പറയും. റെഡി. അപ്പോൾ നമുക്ക് ഒരാളും കൂടെ അവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് വേറെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇതിനെ നമ്മൾ ബി എന്ന് വിളിക്കുകയാണെങ്കിൽ, ഡി ബി ഡാഷിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ബി എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ μ0 ബൈ 2π ഐ എ ബൈ എക്സ് ക്യൂബ് ഇൻറ്റഗ്രൽ ഡി എൽ. മക്കളെ ഇവിടെ ഇൻറ്റഗ്രൽ ഡി എൽ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണെന്നറിയോ, പൈ എ ആണ്. അതായത് 2π എ ആണ് നമുക്ക് ശരിക്കും ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്, പൈ എ. കാരണം എന്താണെന്നറിയോ, അറ്റ് എ ടൈമിൽ നമ്മൾ 2 ഡി എൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു ഡി എൽ ഇവിടെ എടുത്തു, ഒരു ഡി എൽ ഇവിടെ എടുത്തു. അതുകൊണ്ട് പകുതി കറങ്ങിയാൽ മതി, ഫുള്ളായിട്ട് കറങ്ങണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, ബി ഈസ് ഈക്വൽ ടു μ0 ബൈ 2π ഐ എ സ്ക്വയർ പൈ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. പൈയും നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ μ0 ഐ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x ക്യൂബ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയും. ഈ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് എക്സാമിന് ചോദിക്കാറുള്ള ഭാഗമാണ്. ബയോസാവാർട്ട് ലോയുടെ ആപ്ലിക്കേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ആംബിയർ സർക്യൂട്ടൽ ലോ. ആംബിയർ സർക്യൂട്ടൽ ലോ. ആ ആംബിയർ സർക്യൂട്ടൽ ലോ പറയുന്ന സമയത്ത് നമുക്ക് സാധാരണ നമ്മൾ എഴുതുന്നത് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0 ഐ. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ കൊടുക്കുക. ഇതിനൊരു സ്റ്റേറ്റ്മെന്റും കൂടെ പഠിക്കാനുണ്ട്. എന്താണ്, ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഇസ് ഈക്വൽ ടു μ0 ടൈംസ് ദി കറന്റ് എൻക്ലോസ്ഡ്. ഈ സ്റ്റേറ്റ്മെന്റ് നിർബന്ധമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഇസ് ഈക്വൽ ടു μ0 ടൈംസ് ദി കറന്റ് എൻക്ലോസ്ഡ്. ഓർമ്മയിൽ വെക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഇസ് ഈക്വൽ ടു μ0 ടൈംസ് ദി കറന്റ് എൻക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കാം. ദെൻ അടുത്തതാണ് ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ ആപ്ലിക്കേഷൻ. ബി അറ്റ് പോയിന്റ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ ക്യാരിയിങ് കറണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. ആ കറണ്ട് കടന്നു പോകുന്നത് കാരണം ഇതിന് ചുറ്റുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇത് നമ്മുടെ ഗോസിയൻ ഇത് നമ്മുടെ ആംബീരിയൻ ലൂപ്പാണ്. ആംബീരിയൻ ലൂപ്പ്. ഓക്കെ, ആംബീരിയൻ ലൂപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഈ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പോയിന്റിൽ ഡി എൽ എലമെന്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ തീറ്റ 0 ആണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണേ, ഡെറിവേഷൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0 ഐ. അത് നമുക്ക് എഴുതാം ഇന്റഗ്രൽ ബി ഡി എൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു μ0 ഐ. നമുക്കറിയാം തീറ്റൻ്റെ വാല്യൂ 0 ആണ്. കാരണം ബിൻ്റെയും ഡി എല്ലിൻ്റെയും ഇടയിലുള്ള ആംഗിൾ ഇവിടെ എന്താണ്, 0 ആണ്. നമ്മൾ എഴുതുന്നു ഇൻറ്റഗ്രൽ ബി ഡി എൽ. ഇവിടെ ഇൻറ്റഗ്രേഷൻ ഞാൻ ബിക്ക് കൊടുക്കുന്നില്ല. റെഡി. അങ്ങനെയാണെങ്കിൽ ബി ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എൽ ഇസ് ഈക്വൽ ടു μ0 ഐ. നമ്മൾ കൊടുക്കുകയാണ് മക്കളെ. ഇൻറ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ 2πr ആണ്. സോ ബി ഇൻറ്റു 2πr ഇസ് ഈക്വൽ ടു μ0 ഐ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ആണ്. സോ ബി ഇസ് ഈക്വൽ ടു μ0 ഐ ഡിവൈഡഡ് ബൈ 2πr. അപ്പോൾ നമുക്ക് കിട്ടി ഈ ഒരു വാല്യൂ ആണ് നമ്മുടെ ഈ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. റെഡി.
അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗമാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ അകത്തുള്ള ഗാൽവാനോമീറ്റർ എന്ന് പറയുന്ന സെഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഗാൽവനോമീറ്ററിനെ എങ്ങനെയാണ് വോൾട്ട് മീറ്റർ ആക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കാൻ എന്താക്കിയാൽ മതി, അതിന് സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ മതി. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. എ ഗാൽവനോമീറ്റർ വിത്ത് കോയിൽ റെസിസ്റ്റൻസ് 12 ohm ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറന്റ് 3 mA. ഹൗ വിൽ യു കൺവേർട്ട് ഇറ്റ് ഇൻടു എ വോൾട്ട്മീറ്റർ ഓഫ് 0 to 18 വോൾട്ട്? അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ജിന്റെ വാല്യൂ എത്രയാ? ജി ഈസ് ഈക്വൽ ടു 12 ohm ആണ്. ഐ ജി എന്ന് പറയുന്നത് എത്രയാണ്? 3 mA അഥവാ 3 × 10⁻³ ആംപിയർ ആണ്. വി എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. അങ്ങനെയാണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ജി മൈനസ് ജി, ദാറ്റ് ഇസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 3 × 10⁻³ മൈനസ് 12. സോ 18/3 എന്ന് പറഞ്ഞാൽ നമുക്ക് 6 കിട്ടും. 6 × 10⁻³ എന്ന് പറഞ്ഞാൽ 6000. 6000 മൈനസ് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5988 ഓം എന്ന് നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റൻസിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കലാണ്? നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഹൈ റെസിസ്റ്റൻസിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം? സീരീസ് ആയിട്ട് ഗാൽവനോമീറ്ററിൽ കണക്ട് ചെയ്താൽ then it will act as an voltmeter. അത് വോൾട്ട് മീറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ, റെഡി. അപ്പൊ നമ്മൾ നേരെ അടുത്തതായിട്ട് നമ്മൾ വരുന്നത് നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ്. ഒറ്റ മിനിറ്റ് പക്ഷേ കയറുന്നുണ്ടോ? എങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കയറണോ? ഒറ്റ സെറ്റിൽ 2 ചാപ്റ്ററും കൂടി ഉണ്ടാവുള്ളൂ. വേഗം കഴിയും, ചെറുതാണ്. പക്ഷേ ഒറ്റ സെറ്റിൽ തീരെയല്ലേ? അപ്പം മക്കളെ, നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് നമുക്കിവിടെ ഒരു വലിയ സന്നാഹം തന്നെ, ഏഗണിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സന്നാഹം തന്നെ നമുക്ക് വേണ്ടി ഉണ്ടെന്നാണ് നിങ്ങളോട് പറയുന്ന കാര്യം. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങളെ കാണാനും കൂടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മക്കളുടെ മുമ്പിലേക്ക് വരാൻ ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ മുമ്പിലേക്ക് വരാനും ലൈവിലേക്ക് വരാനും അവർക്ക് അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്. കാരണം ആ ഒരു മക്കളെ കാണുക എന്ന് പറയുന്നതും മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാന്നുള്ളതും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ എക്സാമിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഇൻപുട്ട് കൊടുക്കുക എന്ന് പറയുന്നതിലും ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? അതിയായി ആഹ്ലാദം കണ്ടുപിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആഹ്ലാദം കാണുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. സോ മക്കളെ, നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ, അതായത് മാഗ്നറ്റിസം മാറ്ററിന്റെ ഏറ്റവും കോർ പാർട്ട് ആയിട്ടുള്ള ഒരു ഭാഗത്തിലേക്കാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ബാർ മാഗ്നറ്റ് ആണെങ്കിൽ മക്കളെ, ഈ ഒരു ബാർ മാഗ്നറ്റ് നോർത്ത് പോൾ സൗത്ത് പോൾ അല്ലെ? ബാർ മാഗ്നറ്റിൽ നമ്മൾ കാണുന്നതാണ് ഒരു ഗോസിയൻ സർഫസ് ഞാൻ വരയ്ക്കുകയാണ്. ഇതിന് ചുറ്റും ഞാനൊരു ഗോസിയൻ സർഫസ് വരയ്ക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡും നോക്ക്, നോർത്ത് നിന്ന് പുറത്തേക്ക് പോയി മാഗ്നറ്റിക് ഫീൽഡ്, ഈ നോർത്ത് നിന്ന് പുറത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് പോയി നേരെ എവിടേക്ക് വരും? സൗത്തിലേക്ക് വരും. നമ്മൾ ഈ ഗോസിയൻ സർഫസിനെ കൺസിഡർ ചെയ്ത് പറയുകയാണെങ്കിൽ ഈ സർഫസിൽ നിന്ന് പുറത്തേക്ക് എത്ര ഫീൽഡ് ആണോ പോകുന്നത് അത്ര തന്നെ ഫീൽഡ് സർഫസിന്റെ അകത്തേക്ക് വരുന്നുണ്ട് അല്ലെ? ഞാൻ ചുറ്റും വരച്ചിട്ടുള്ള ഇതിന്റെ അകത്തേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടുത്തെ നെറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? പോകുന്നത് പോസിറ്റീവും വരുന്നത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നെറ്റ് ഫീൽഡ് എന്താണ്? 0 ആണ്. സോ നമുക്ക് പറയാൻ പറ്റും അവിടുത്തെ നെറ്റ് ഫീൽഡ് എന്താണ്? 0 ആണ്. സോ നമ്മൾ പറയും ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം പ്രകാരം നമ്മൾ പറയും ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് through a closed surface is equal to 0. അഥവാ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അടുത്താണ് ഡിഫൈൻ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ എം എന്ന് പറഞ്ഞാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ദ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഇന്റൻസിറ്റി. എന്താണ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് കൊടുക്കേണ്ടത്? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ദ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഇന്റൻസിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ അടുത്തതായിട്ട് റൈറ്റ് എനി 4 പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന്റെ ഏതെങ്കിലും 4 പ്രോപ്പർട്ടീസ് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ ബാർ മാഗ്നറ്റ് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. നേരത്തെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറയുന്നതിനെ, അതായത് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഫീൽഡ് ലൈൻ പോയി, സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഫീൽഡ് ലൈൻ ഉള്ളിലൂടെ മാഗ്നറ്റിന്റെ ഉള്ളിലൂടെ വരുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നോർത്ത് ടു സൗത്ത്, ദെൻ സൗത്ത് ടു നോർത്ത്. അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് ആണ് കിട്ടുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ നമ്മൾ പറയാണ് ക്ലോസ്ഡ് ലൂപ്പ് ആണ് ഫോം ചെയ്യുന്നത്. ദെൻ ടാൻജന്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഗീവ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് പോലെ തന്നെ നമുക്കൊരു പോയിന്റിൽ ടാൻജന്റ് വരച്ചാൽ ആ പോയിന്റിൽ എന്ത് കിട്ടുന്നുണ്ട്? ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതേ പോയിന്റ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിലും പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇനി ലാസ്റ്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കി മാറ്റി? മാഗ്നറ്റിക് ഫീൽഡ് ആക്കി. പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ? ഓപ്പൺ ലൂപ്പും ക്ലോസ്ഡ് ലൂപ്പും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഓപ്പൺ ലൂപ്പ് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ആണ്. ഇതാണ് വ്യത്യാസം. ദെൻ
How will you classify magnetic material in terms of their susceptibility? നമുക്കറിയാം ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ ഖൈഎമ്മിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പറയാം അതെന്താണ്, നെഗറ്റീവ് ആയിരിക്കും. ദെൻ പാരാമാഗ്നറ്റിക് ഖൈഎമ്മിന്റെ വാല്യൂ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, സ്മോൾ ആയിരിക്കും അല്ലേ. അടുത്തതാണ് ഫെറോമാഗ്നറ്റിക്. ഖൈഎമ്മിന്റെ വാല്യൂ എന്തായിരിക്കും, വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ വിൽ യു ക്ലാസിഫൈ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ ടേംസ് ഓഫ് ദെയർ റിലേറ്റീവ് പെർമിയബിലിറ്റി? റിലേറ്റീവ് പെർമിയബിലിറ്റിന്റെ കേസിൽ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നമുക്കറിയാം. ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ മ്യൂവിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ മ്യൂവിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഫെറോ മാഗ്നറ്റിക് ആണെങ്കിൽ മ്യൂവിന്റെ വാല്യൂ വെരി 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 ഗ്രേറ്റർ ദാൻ 1 ആണ്. ഈ ഒരു വാല്യൂവിന്റെ വ്യത്യാസം നിങ്ങൾ എന്താക്കി വെക്കണം, മനസ്സിലാക്കി വെക്കണം. റെഡി. ദെൻ അടുത്തതാണ്, റൈറ്റ് 2 എക്സാമ്പിൾസ് ഈച്ച് ഫോർ ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. നമുക്കറിയാം ഡയാമാഗ്നറ്റിക്കിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വാട്ടർ, സോഡിയം ക്ലോറൈഡ്, ഡയമണ്ട്, ഗോൾഡ് ഇതൊക്കെ പറയാൻ വേണ്ടി പറ്റും. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ അലൂമിനിയം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, പ്ലാറ്റിനം ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ അയൺ, കൊബാൾട്ട്, നിക്കൽ. സോ കുറച്ച് എക്സാമ്പിൾസ് എന്താക്കി വെക്കുക, പാരാ, ഡയോ, ഫെറോയിൽ മക്കൾ എന്താക്കി വെക്കണം, പഠിച്ചു വെക്കണം. റെഡി ആണല്ലോ? ഓക്കെ. The behavior of magnetic field lines inside two magnetic materials are given in the figure. Identify the material as diamagnetic and paramagnetic. നമുക്കറിയാം ഇവിടെ ഫീൽഡ് ലൈൻസ് അധികവും പുറത്തൂടെ കടന്നു പോകുന്നുണ്ട്, ഉള്ളിൽ ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കുറവാണ്. ഇതാണ് ഡയാമാഗ്നറ്റിക്. അടുത്തത്, ഇവിടെ ഫീൽഡ് ലൈൻസ് എല്ലാം കടന്നു പോകുന്നുണ്ട്, ഉള്ളിലൂടെ കടത്തി വിടുന്നുണ്ട്, എക്സ്റ്റേണൽ ഫീൽഡ് എല്ലാം ഈ ഒരു മെറ്റീരിയൽ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ്, പാരാമാഗ്നറ്റിക്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് മെൻഷൻ ചെയ്ത് പഠിച്ചു. റെഡി. ദെൻ അടുത്തതാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, പക്ഷേ സ്റ്റുഡിയോൻ്റെ ബോയ് ഇവിടെ ഇല്ല, സ്ലൈഡിൻ്റെ കളർ ചേഞ്ച് ആവുന്നു അല്ല, അപ്പോൾ അവൻ വന്നാലേ ചേഞ്ച് ചെയ്യാൻ, അവൻ വന്നാലേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മളെ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഈ സെമി കണ്ടക്ടർ ചാപ്റ്ററിന്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ വേണ്ടി പോകുന്ന കാര്യമാണ് ക്ലാസിഫൈ മെറ്റൽ കണ്ടക്ടർ, സെമി കണ്ടക്ടർ ഓൺ ദി ബേസിസ് ഓഫ് എനർജി ബാൻഡ്. എനർജി ബാൻഡിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുക. എനർജി ബാൻഡിന്റെ ബേസിസിൽ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെറ്റലുകളുടെ കേസിൽ നമുക്കറിയാം എങ്ങനെയാണ് മെറ്റലുകളുടെ ബേസിസിൽ, മെറ്റലിന്റെ ബേസിസിൽ നമുക്കിവിടെ ഈ ഒരു കണ്ടക്ഷൻ ബാൻഡും അതുപോലെ തന്നെ വാലൻസ് ബാൻഡും പരസ്പരം എങ്ങനെയാണ് നിൽക്കുന്നത്, അവർ പരസ്പരം ഓവർലാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അല്ലെ. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും പരസ്പരം എങ്ങനെയാണ് നിൽക്കുന്നത്, ഓവർലാപ്പ് ചെയ്താണ് നിൽക്കുന്നത്. ദെൻ ഇൻസുലേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാലോ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് എന്ന കേസിലാണ് നിൽക്കുന്നത്. സോ ഈ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി മക്കൾ പഠിക്കണം. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ടിൽ എനർജി ഗ്യാപ്പ് നിലനിർത്തിയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് സെമി കണ്ടക്ടറിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾക്കൊരു അത്ഭുതം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്താണ്, ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്, വളരെ കുറഞ്ഞ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ആ ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ടിൽ മാത്രമേ അവർക്കിടയിൽ എനർജി ഗ്യാപ്പ് നിൽക്കുന്നുള്ളൂ. സോ ഈ ഒരു ഡയഗ്രാം മക്കൾ എന്താക്കണം, കൃത്യമായി വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ? എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എ സെമി കണ്ടക്ടർ ഇൻ ഇറ്റ്സ് പ്യൂർ ഫോം. ഒരു സെമി കണ്ടക്ടർ അതിന്റെ പ്യൂർ ഫോമിൽ അറിയപ്പെടുന്ന പേരാണെന്ത്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. സോ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെമി കണ്ടക്ടർ ഇൻ ഇറ്റ്സ് പ്യൂർ ഫോം. സെമി കണ്ടക്ടർ അതിന്റെ പ്യൂർ ഫോമിൽ പറയുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കുന്ന സിലിക്കൺ ആണെങ്കിലും ജർമ്മനി ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ എന്തായിരുന്നു, അതിന്റെ പ്യൂർ ഫോമിൽ സിലിക്കൺ മോളിക്യൂൾസ് മാത്രമല്ല, സിലിക്കൺ ആറ്റംസ് മാത്രമുള്ള ആ ഒരു സ്ട്രക്ചർ നമുക്ക് എന്ത് വിളിക്കാം, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ജർമേനിയം മാത്രമുള്ള ആ ഒരു മോളിക്യൂളിനെ നമുക്ക് എന്ത് വിളിക്കാൻ വേണ്ടി പറ്റും, അതിനെ നമുക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കാൻ പറ്റും. ഇൻട്രിൻസിക്കിന്റെ പ്രത്യേകത നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്, ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ ദി ചാർജ് കാരിയേഴ്സ് ഇൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇലക്ട്രോൺസും ഹോൾസുമാണ് അവിടുത്തെ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺ Ne is equal to number of holes NH. അതായത് അവിടെ ഇലക്ട്രോണുകളുടെ എണ്ണവും ഹോളുകളുടെ എണ്ണവും എന്തായിരിക്കും, സെയിം
ആയിരിക്കും, അഥവാ അവിടുത്തെ കറണ്ടിന്റെ കാരണം എന്ന് പറയുന്നത് ഇലക്ട്രോൺസും അതുപോലെ തന്നെ ഹോൾസും ആയിരിക്കും. റെഡി ആണല്ലോ മക്കളെ? ദെൻ നമ്മൾ പറയാണ് എന്താണ് എക്സ്ട്രിൻസിക്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സിമ്പിൾ ആണടാ. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യൂർ ഫോം ആണെങ്കിൽ എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെഫിനറ്റ്ലി അത് ഇംപ്യൂർ ഫോം ആയിരിക്കും. ഇങ്ങനെ ഇംപ്യൂർ ആയിട്ടുള്ള സെമി കണ്ടക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേര്. എന്തിനു വേണ്ടിയാണ് ഇംപ്യൂർ ആക്കി മാറ്റുന്നത് മക്കളെ? ആ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഇംപ്യൂരിറ്റി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ സെമി കണ്ടക്ടറിന്റെ അകത്തേക്ക് ഇംപ്യൂരിറ്റി ആഡ് ചെയ്ത് കൊടുത്താൽ അയാളുടെ ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നത് കാരണം അയാളുടെ ഉള്ളിൽ എന്ത് ഇൻക്രീസ് ചെയ്യും? കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കാരണക്കാരൻ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നതിനെ കൊണ്ടാണ്? ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിനെ കൊണ്ടാണ്. When a small amount of suitable impurity is added to pure semiconductor, the conductivity of semiconductor is increased. Semiconductorന്റെ conductivity increase ചെയ്യുന്നുണ്ട്. Such materials are known as extrinsic semiconductor or impurity semiconductor. ഇനി നമ്മൾ ഇങ്ങനെ impurity ആഡ് ചെയ്യുന്ന സെമികണ്ടക്ടറിന്റെ അകത്തേക്ക് impurity ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ വിളിക്കുക? The process of addition of impurity to an intrinsic semiconductor is called doping. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റിയെ വിളിക്കുന്ന പേരാണ് ഡോപ്പന്റ് എന്ന് പറയും. എന്താണ്? ഡോപാന്റ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇവിടെ ഡോപ്പന്റ് എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റിയും ഡോപ്പിംഗ് എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സുമാണ്. മനസ്സിലാക്കി വെക്കണം. റെഡി? ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ രണ്ട് തരം ഡോപ്പന്റുകൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ആരൊക്കെയാണ്? പെന്റാവാലന്റ് ആയിട്ടുള്ള ഡോപ്പന്റുകളും അതുപോലെ തന്നെ ട്രൈവാലന്റ് ആയിട്ടുള്ള ഡോപ്പന്റും. എന്താണ് പെന്റാവാലന്റ്? വാലൻസി 5 ആണ്. എന്താണ് ട്രൈവാലന്റ്? വാലൻസി 3 ആണ്. എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് അറിയോ? ഇവിടെ പെന്റാവാലന്റിന് ആർസനിക്, ആന്റിമണി, ഫോസ്ഫറസ് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇൻഡിയം, ബോറോൺ, അലൂമിനിയം ആണ് നമ്മൾക്ക് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്? ട്രൈവാലന്റിന് അല്ലെ? അപ്പൊ ട്രൈവാലന്റ് ഇംപ്യൂരിറ്റിയും പെന്റാവാലന്റ് ഇംപ്യൂരിറ്റിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പെൻഡ് അപ്പോൺ ഇംപ്യൂരിറ്റി അവിടെ നമുക്ക് രണ്ട് ടൈപ്പ് സെമി കണ്ടക്ടറുകൾ എക്സ്ട്രിൻസിക്കലി കിട്ടുന്നുണ്ട്. ആരൊക്കെയാണത്? എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും. സോ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടർ ഉണ്ട്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന മറ്റൊരു സെമി കണ്ടക്ടർ ഉണ്ട്. ഈ രണ്ട് സെമി കണ്ടക്ടർ ഉണ്ടെന്ന് മനസ്സിലാക്കുക എക്സ്ട്രിൻസിക് കാറ്റഗറിയിൽ. റെഡി? അങ്ങനെയാണെങ്കിൽ ഡ്രോ ദി സിംബൽ ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ സിംബൽ വരയ്ക്കാൻ വേണ്ടി പറയാം. അപ്പൊ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ആരോ മാർക്ക് പോലെയാണ് നിൽക്കുന്നത് അല്ലെ? ഇവിടെ നോക്ക്, ഈ ഡയോഡ് നിൽക്കുന്നത് ഒരു ആരോ മാർക്ക് പോലെയാ. എന്താണ്? കടന്നു വരും. നമ്മുടെ ഒരു സിനിമയിൽ എന്ത് ചെയ്യുന്ന നമ്മുടെ ഇങ്ങനെ കടന്നു വരും എന്ന് പറഞ്ഞിട്ടൊരു ഒരു മീം നമ്മൾ കണ്ടിട്ടില്ലേ അല്ലെ? അപ്പൊ ഇങ്ങനെ കടന്നു വരാൻ വേണ്ടി പറഞ്ഞിട്ട് ഈ വഴിക്ക് കടന്നു വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഡയോഡിന്റെ ഒരു യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടിനെ കൂടിയാണ് കാണിക്കുന്നത്. ഡയോഡ് ഒരു ഡയറക്ഷനിൽ മാത്രമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. റെഡി ആണല്ലോ? ദെൻ നമുക്ക് നേരെ വരുന്ന ഒരു ഭാഗമാണ് ഡയോഡിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ഡയോഡിന്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ജംഗ്ഷൻ ഡയോഡിന്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള റെക്ടിഫയർ എന്ന് പറയുന്നത്. എന്താണ് റെക്ടിഫയർ? മക്കൾ മനസ്സിലാക്കണം എന്താണ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് എ സി ടു ഡി സി. എ സിയെ ഡി സി ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേരാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. സോ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താ? റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് എ സി ടു ഡി സി. എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഡിവൈസിന്റെ പേരാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കണം ഇതെന്താണ് റെക്ടിഫയർ എന്ന് പറയുന്നതും ഡയോഡും തമ്മിലുള്ള ബന്ധം. ഡയോഡ് റെക്ടിഫയറിന്റെ അകത്ത് ഉപയോഗിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകതയാ. ഡയോഡ് ഒരു ഡയറക്ഷനിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ആ യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് ഡയോഡ് ആണ് റെക്ടിഫയറിന്റെ അകത്ത് ഡയോഡ് കൊണ്ടുവരാനുള്ള കാരണം. സോ നമ്മൾ മനസ്സിലാക്കും ഈ ഒരു പ്രോപ്പർട്ടി കാരണം റെക്ടിഫയർ എന്ന് പറയുന്ന ആളുടെ ഉള്ളിൽ ആരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഡയോഡിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ നമുക്ക് രണ്ട് തരം റെക്ടിഫയർ ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയറും മറ്റൊന്ന് ഫുൾ വേവ് റെക്ടിഫയറും. സോ മക്കൾ മനസ്സിലാക്കുക ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ. മക്കളെ ഇവിടെ നമുക്ക് നേരത്തെ നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ, നമുക്ക് ഇനി നമ്മുടെ സീരീസിൽ വരാൻ വേണ്ടി പോകുന്ന ഒരു ചാപ്റ്റർ ആണ് എ സി എന്ന് പറയുന്നത്. എ സി ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിൽ എന്ന് പറയുന്നത്. ഈ പ്രൈമറി കോയിലേക്ക് നമ്മളൊരു 230 വോൾട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 230 വോൾട്ട് കൊടുക്കുന്നു. ഇത് മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണം സെക്കൻഡറി കോയിൽ എന്തുണ്ടാക്കുന്നുണ്ട്? സെക്കൻഡറി കോയിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാക്കുന്നുണ്ട്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രൈമറി കോയിലിൽ എ സി കടന്നു പോകുന്നത് കാരണം സെക്കൻഡറി കോയിലും എ സി കടന്നു പോകും. ഓക്കെ, എ സി പോവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ സിയുടെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ പഠിക്കുന്നതാണ് സൈൻ വേവ് ആണ് അല്ലെ? എ സിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് സൈൻ വേവ് ആണ്. പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. സപ്പോസ് ഫസ്റ്റ് സൈക്കിളിൽ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡയോഡ് എന്തായിരിക്കും? ഡയോഡ് ഫോർവേഡ് ബയാസിലായിരിക്കും. എന്താണ് ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല മക്കളെ, ഡയോഡിന്റെ പോസിറ്റീവുമായിട്ട് ഡയോഡിന്റെ പി സൈഡുമായിട്ട് നമ്മൾ ആരെ കണക്ട് ചെയ്യാം?
സെല്ലിന്റെ പോസിറ്റീവും ഡയോഡിന്റെ നെഗറ്റീവ് സൈഡുമായിട്ട് അല്ലെങ്കിൽ എൻ സൈഡുമായിട്ട്, നെഗറ്റീവ് അല്ല എൻ സൈഡുമായിട്ട് നമ്മൾ ആരെ കണക്ട് ചെയ്യുക? സെല്ലിന്റെ നെഗറ്റീവ് കണക്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ സമയത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയാസ്. ഈ സമയത്താണ് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ അല്ലാത്തൊരു കണ്ടീഷനാണ് ഇത് ഫോർവേഡ് ബയാസ് എന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ മറ്റൊരു കണ്ടീഷനാണ് റിവേഴ്സ് ബയാസ്. ഈ റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിനെ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്ത് വെക്കുന്നത്? ഡയോഡിന്റെ പോസിറ്റീവ് പി സൈഡുമായിട്ട് നമ്മൾ എന്നും അതുപോലെ തന്നെ നമ്മൾ നേരെ തിരിച്ചാണ് കണക്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇതിനാണ് നമ്മൾ റിവേഴ്സ് ബയാസ് എന്ന് നമ്മൾ പറയുന്നത്. റെഡി ആണല്ലോ? അപ്പം ഇവിടെ നമ്മൾ റിവേഴ്സ് ബയാസ്, ഫോർവേഡ് ബയാസ് രണ്ട് കണ്ടീഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത് ഫോർവേഡ് ബയാസിന്റെ കേസിലാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് പോസിറ്റീവ് ഈ പി സൈഡിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് എൻ സൈഡിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഹാഫ് സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ആദ്യത്തെ ഹാഫ് സൈക്കിൾ കിട്ടി. രണ്ടാമത്തെ ഹാഫ് സൈക്കിൾ കിട്ടാൻ നേരത്ത് ഇവിടെ എന്തായിട്ട് മാറുന്നുണ്ട്? ഈ ഒരു പോയിന്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇത് നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇത് എന്തായിട്ട് മാറി? ഈ ഹാഫ് സൈക്കിൾ നമുക്ക് മിസ്സായി. ഈ ഹാഫ് സൈക്കിളിന് ശേഷം നമുക്ക് കിട്ടുന്നത് അടുത്ത ഹാഫ് സൈക്കിളാണ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഓരോ ഹാഫ് സൈക്കിളും, ഓരോ നെഗറ്റീവ് ഹാഫ് സൈക്കിളും നമുക്ക് മിസ്സായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താ? പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻപുട്ട് ഗ്രാഫ് എന്ന് വിളിക്കാം. ഇതാണ് ഇൻപുട്ട് ഗ്രാഫ്, ഇതാണ് ഔട്ട്പുട്ട് ഗ്രാഫ്. ഓക്കെ ആണല്ലോ? സോ ഇൻപുട്ട് ഗ്രാഫും ഔട്ട്പുട്ട് ഗ്രാഫും നമുക്ക് കിട്ടി. ഇതാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തത് എന്നുള്ളത്. ഒരൊറ്റ ഡയോഡ് മാത്രം വെച്ചാണ് ഹാഫ് വേവ് റെക്ടിഫയർ വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസ് നമുക്ക് മനസ്സിലായി. ദെൻ ഇതിന്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ഈ ഒരു സെമി കണ്ടക്ടറിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ഭാഗമാണ് നമ്മുടെ റെക്ടിഫയറിന്റെ ഫുൾ വേവ് കേസ്, അതായത് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. സോ ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 230 വോൾട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. 230 വോൾട്ട് ഞാൻ കൊടുക്കുന്ന സമയത്ത് 230 വോൾട്ട് ഞാൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്ത് സംഭവിക്കുന്നുണ്ട്? 230 വോൾട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണം ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവുന്നുണ്ട്. സോ സപ്പോസ് ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ നമുക്കറിയാം ഇൻപുട്ട് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ വേവ് ആണ് വരുന്നത്, അല്ലെ? ദെൻ ഇവിടെ നമുക്ക് ഗ്രാഫ് കാണാൻ വേണ്ടി പറ്റും. ആദ്യം പോസിറ്റീവായി, ഈ സൈഡ് നെഗറ്റീവായി. ഇതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഇത് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ലോഡ് വഴി ഇതുപോലെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ കറണ്ട് ഈ ഒരു ഡയറക്ഷനിൽ കടന്നുപോയി. അപ്പോൾ നമുക്ക് കിട്ടി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടി, അല്ലെ? ഡയോഡ് D1 കണ്ടക്ട് ചെയ്യും, D2 കണ്ടക്ട് ചെയ്യില്ല. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടി. രണ്ടാമത്തെ കേസിൽ ഇവിടെ നെഗറ്റീവ് ആവും, അതായത് D1ന്റെ സൈഡ് നെഗറ്റീവും D2ന്റെ സൈഡ് പോസിറ്റീവ് ആയിട്ട് മാറും. നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവായ സൈഡ് കണ്ടക്ട് ചെയ്യും. സോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്, ഇങ്ങനെ കണ്ടക്ട് ചെയ്യും. സോ നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കുന്ന സമയത്ത് നേരത്തെ കറണ്ട് കടന്നു പോയ അതേ ഡയറക്ഷനിലായിരിക്കും ഈ ഒരു സമയത്തും കറണ്ട് കടന്നു പോവുക. അപ്പോൾ നമ്മൾ എന്തെന്നെ വിളിക്കുക? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് തന്നെയാണ് വിളിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്തായിട്ട് മാറി? പോസിറ്റീവായിട്ട് മാറി. സോ കണ്ടിന്യൂസ്ലി നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? ഫുൾ വേവ് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയർ. സോ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു പാർട്ടാണ് എന്താക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ എൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ വേർഡ്സ് ആയിട്ട് തന്നിട്ടുള്ളത്. സോ ഡയോഡ് D1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് D2 എന്തായിരിക്കും? റിവേഴ്സ് ബയാസിലായിരിക്കും. D2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് D1 റിവേഴ്സ് ബയാസിലായിരിക്കും. സോ ഒരാളാണ് അറ്റ് എ ടൈമിൽ എന്താവുന്നത്? ഫോർവേഡ് ബയാസിലേക്ക് മാറുന്നത്. കാരണം കൊടുക്കുന്നത് AC അല്ലേ, ഏതെങ്കിലും ഒരാളെ ഒരു സൈഡ് എന്താവുള്ളൂ? ഫോർവേഡ് ബയാസിലേക്ക് മാറുള്ളൂ. റെഡി ആണല്ലോ? ഇതാണ് നമ്മളുടെ ഈ ഒരു സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇനി ഒരൊറ്റ ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്ററിന് ശേഷം മാഷേ റേ ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? കറണ്ട് അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. നമ്മുടെ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും വെയിറ്റേജ് ഉള്ള സെഷനാണ് വരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സെഷനിൽ തന്നെ ഏറ്റവും വെയിറ്റേജ് ഉള്ള റേ ഓപ്റ്റിക്സ്, വേവ് ഓപ്റ്റിക്സ്, ഡ്യുവൽ നേച്ചർ, കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന നമുക്ക് വെയിറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം വെയിറ്റേജിൽ നിൽക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഇത് വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്. ഒരു 5 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ ഒരു ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ നമ്മളൊന്ന് ഓവറോൾ എടുക്കും. പക്ഷെ അവർ സ്ലൈഡ് മാറ്റിയോ? കളർ മാറ്റിയിരുന്നോ? യെസ്, അതിലെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് റൂദർഫോർഡിന്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണ്. എക്സാമിന് നമുക്ക് ചോദ്യമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ഭാഗമാണ് എക്സ്പ്ലെയിൻ റൂദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. റൂദർഫോർഡിന്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഒരു ഗോൾഡ് ഫോയിൽ വെക്കുന്നുണ്ട് മക്കളെ. ഈ ഒരു ഗോൾഡ് ഫോയിലേക്ക് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ ബൊമ്പാർഡ് ചെയ്യുന്ന സമയത്ത് മെജോറിറ്റി ആൽഫ പാർട്ടിക്കിളും വിതൗട്ട് എനി ഡിഫ്ലക്ഷൻ അതിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. വിതൗട്ട് എനി ഡിഫ്ലക്ഷൻ ആ മെജോറിറ്റി ആൽഫ പാർട്ടിക്കിളും അതിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ
most of the space of an atom is empty എന്നുള്ള കൺക്ലൂഷൻ ആണ്. ദെൻ രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ ആൽഫ പാർട്ടിക്കിൾ എല്ലാം ഈ സ്ക്രീനിൽ പോയിട്ട് തട്ടുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ സ്ക്രീനിൽ പോയിട്ട് തട്ടുന്ന സമയത്ത് ഇതെല്ലാം ഇല്ലുമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സിങ്ക് സൾഫേറ്റ് ആണ് കോട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെയൊക്കെ ഇല്ലുമിനേറ്റ് ചെയ്യുന്നത്. ദെൻ ഇനി നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലെ നമുക്ക് രണ്ട് രീതിയിൽ, രണ്ടും പിക്ചർ തന്നെയാണ്, രണ്ടും നമ്മുടെ ബുക്ക് ഡിസ്കസ് ചെയ്യുന്ന പിക്ചേഴ്സ് തന്നെയാണ്. ഒന്നെന്താക്കി ഒരു ഡയഗ്രാം നമുക്ക് കുറച്ചുകൂടി വൃത്തിയിൽ നമുക്ക് തന്നത് മാത്രമേ ഉള്ളൂ. സോ റൂദർഫോർഡിന്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിൽ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ്? മെനി ഓഫ് ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദ ഫോയിൽ, അതായത് ഫോയിലിന്റെ ഉള്ളിലൂടെ മെജോറിറ്റി ആൽഫ പാർട്ടിക്കിളും കടന്നുപോയി. ഇറ്റ് മീൻസ് ദേ ഡു നോട്ട് സഫർ എനി കൊളീഷൻ, അവർ എന്ത് ചെയ്യുന്നില്ല, കൊളീഷൻ നടത്തുന്നില്ല. ഓൺലി 0.14% ഓഫ് ദി ഇൻസിഡന്റ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റർ ബൈ മോർ ദാൻ 1 ഡിഗ്രി, അതായത് 1 ഡിഗ്രിയിൽ കൂടുതൽ എന്താണ് സ്കാറ്റർ ചെയ്ത് പോയിട്ടുള്ളത് വളരെ കുറച്ച് 0.4% മാത്രമാണ്. About 1 in 8,000 of incident alpha particle, about 1 in 8,000 of incident alpha particle deflected by more than 90 degree. 90 ഡിഗ്രിനേക്കാളും കൂടുതൽ ഡിഫ്ലക്ട് ചെയ്തത് ഏതാണ്? 90 ഡിഗ്രിനേക്കാളും കൂടുതൽ ഡിഫ്ലക്ട് ചെയ്തിട്ടുള്ളത് ഒറ്റ 8000-ൽ ഒരാൾ മാത്രമാണ്. എ വെരി സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ റിട്രേസസ് ഇറ്റ്സ് പാത്ത്, അതായത് വളരെ കുറച്ച് മാത്രം എന്താണ് തട്ടിയിട്ട് തിരിച്ചു വന്നു. തട്ടി എന്ന് പറഞ്ഞാൽ അടുത്ത് വരെ പോയിട്ട് തിരിച്ചു വന്നു. ഇനി ഇത് നമുക്ക് കാണാൻ പറ്റും നമ്പറും അതുപോലെ തന്നെ ആംഗിളും ആണ്. കൂടുതൽ ആൽഫ പാർട്ടിക്കിൾ 0 ഡിഗ്രിയേക്കാൾ കുറവ്, അതായത് ചെറിയ ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാതെ കടന്നുപോയി. നല്ല ഡിഫ്ലക്ഷൻ ഒരു 180 ഡിഫറൻസ് ഒക്കെ കാണിച്ച ആൽഫ പാർട്ടിക്കിളിന്റെ എണ്ണം വളരെ കുറവാണ്. ഇതാണ് നമ്പറും അതുപോലെ തന്നെ ആംഗിളും തമ്മിലുള്ള ഗ്രാഫ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ എന്താ പറഞ്ഞു തരുന്നത്? മോസ്റ്റ് ഓഫ് ദി ആറ്റം ഈസ് എംപ്റ്റി സ്പേസ്, അതായത് ആറ്റത്തിന്റെ മെജോറിറ്റി സ്പേസ് എന്താണ്? എംപ്റ്റി ആണ്. ദി എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റംസ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ് വിത്ത് ദി ഇലക്ട്രോൺ സം ഡിസ്റ്റൻസ് എവേ, അതായത് ഇലക്ട്രോൺ ഒരു ആറ്റത്തിന്റെ കൂടുതൽ മാസും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന പാർട്ടിലാണ്. ദി ഇലക്ട്രോൺ വുഡ് ബി മൂവിംഗ് ഇൻ ഓർബിറ്റ് അബൌട്ട് ന്യൂക്ലിയസ് ജസ്റ്റ് ആസ് പ്ലാനറ്റ് ഡു അറൌണ്ട് ദ സൺ, അതായത് പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും കറങ്ങുന്ന പോലെ തന്നെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. ദ സൈസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് അബൌട്ട് 10⁻⁻15 to 10⁻14 മീറ്റർ, അതായത് ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് 10⁻15 മീറ്റർ മുതൽ 10⁻14 മീറ്റർ വരെയാണ്. ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ റിവോൾവിംഗ് ഇലക്ട്രോൺ ആൻഡ് ദി ന്യൂക്ലിയസ് പ്രൊവൈഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കറങ്ങുന്ന സമയത്ത് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ന്യൂക്ലിയസും അതുപോലെ തന്നെ ആരും തമ്മിലുള്ള നമ്മുടെ ഒരു ഇലക്ട്രോൺസും തമ്മിലുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. റെഡി ആണല്ലോ? ദെൻ എന്താണ് ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറയുന്നത്? നമുക്കറിയാം ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതിനടുത്തേക്ക് വരുന്ന ഇവിടെ നമ്മുടെ ഈ ഒരു സെന്റർ പോർഷനിലേക്ക് ഇതാണ് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്നു, ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വന്ന് ഈ ഒരു ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുന്നു? അത് ഡിഫ്ലക്ട് ചെയ്തു പോകും. കാരണം ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ആണ്, ന്യൂക്ലിയസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ ഡിഫ്ലക്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ ഒരു ഡിസ്റ്റൻസിനെ ബി എന്ന് നമുക്ക് വിളിക്കാം. ഇതിനെയാണ് നമ്മൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇമ്പാക്ട് പാരാമീറ്റർ ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഫ്രം ദ സെന്റർ ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറയുന്നത്. അടുത്താണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒന്നുമില്ലടാ, നമ്മുടെ ഒരു ആൽഫ പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് വരുന്നു, 2e എന്ന് പറയുന്ന ആൽഫ പാർട്ടിക്കിൾ സെഡിന്റെ അടുത്തേക്ക് ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഡിസ്റ്റൻസ് വരെ പോയി പോസിറ്റീവ് ആണ്. സോ എന്ത് ചെയ്യുന്നുണ്ട്? അത് തിരിച്ച് ഹെഡ് ഓൺ ബാക്ക്വേർഡേക്ക് വരുന്നുണ്ട്. അങ്ങനെ ബാക്ക്വേർഡേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഡിസ്റ്റൻസ് അല്ലെ കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് വന്ന ന്യൂക്ലിയസിന്റെ അടുത്ത് എത്തായിരുന്നു. ആ ഒരു ചെറിയ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് നമുക്ക് പറയാം. സോ ഡി എന്ന് പറയുന്നതാണ് എന്ത്? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? ദെൻ അടുത്തത് റൂദർഫോർഡിന്റെ ലിമിറ്റേഷൻസ് ആണ്. റൂദർഫോർഡിന്റെ ലിമിറ്റേഷൻസ് പഠിക്കുന്ന സമയത്ത് റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ആറ്റത്തിന് രണ്ട് പ്രധാനപ്പെട്ട എന്താണ് പറയുന്നത്? നമുക്ക് ലിമിറ്റേഷൻസ് പറയാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി ന്യൂക്ലിയസിന്റെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് എനർജി എമിറ്റ് ചെയ്ത് അവസാനം അത് എവിടെ പോയി വീഴുന്നാണ് റൂദർഫോർഡ് പറയുന്നത്? ആ ഒരു മോഡൽ പ്രകാരം ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പോയിട്ട് വീഴുന്നുണ്ട്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് it cannot explain the characteristic line spectrum atom of different elementകളുടെ ലൈൻ സ്പെക്ട്രത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരുടെ മോഡലിന് പറ്റിയിട്ടില്ല? റൂദർഫോർഡിന്റെ മോഡലിന് പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ദെൻ ക്വസ്റ്റ്യൻ ആണ്,
നമ്മൾ ബോർ മോഡൽ പഠിക്കുന്നുണ്ട്. ബോർ മോഡലിന്റെ പോസ്റ്റുലേറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ബോർ മോഡലിന്റെ പോസ്റ്റുലേറ്റ് നമ്മൾ സാധാരണ കെമിസ്ട്രിയിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ +1 വളരെ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു ചാപ്റ്റർ പ്രകാരം നമ്മൾ പഠിക്കുന്ന ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് ഇൻ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ക്വാണ്ടൈസ്ഡ്. ഏതാണ് ഇതിനകത്ത് ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ളത്? ലീനിയർ മൊമെന്റം ആണോ, ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ആണോ, ലീനിയർ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ആണോ, ആംഗുലർ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ആണോ? അത് വേറെ ഒന്നുമല്ല, ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇൻ ബോർ ഹൈഡ്രജൻ ആറ്റം മോഡൽ the radius of stationary orbit is directly proportional to principal quantum number as. അതായത് r proportional to n square. റേഡിയസും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും തമ്മിലുള്ള റിലേഷൻ ആണ് r proportional to n square. ഇതും എക്സാമിന് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. which one of the following series of hydrogen spectrum is in visible region? അതിന് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം സീരീസിലെ ഓരോ ആളുകളെയും പഠിക്കണം. ലൈമൺ സീരീസ് ആണെങ്കിൽ അവിടെ UV സ്പെക്ട്രം ആണെന്നും, ബാമർ സീരീസ് ആണെങ്കിൽ അവിടെ വിസിബിൾ സ്പെക്ട്രം ആണെന്നും, പാഷൻ ആണെങ്കിൽ IR ആണ്, ബ്രാക്കറ്റ് ആണെങ്കിൽ IR ആണെന്നുള്ള ഹൈഡ്രജൻ സ്പെക്ട്രം സീരീസിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ ബാമർ സീരീസ് ആണ് എന്ത് ചെയ്യുന്നത്? ബാമർ സീരീസ് ആണ് ആൻസർ ആയിട്ട് കൊടുക്കുന്നത്. റെഡി ആണല്ലോ? ഓക്കെ, നമുക്കറിയാം വിസിബിൾ സ്പെക്ട്രം വരുന്നത് എവിടെയാണ്? ബാമർ സീരീസ് ആണ്. ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ബാമർ സീരീസ് ആണ്, കാരണം ബാമർ ആണല്ലോ മുമ്പോട്ട് കൊണ്ടുവന്നത്. ഡ്രോ ലൈമൻ ആൻഡ് ബാമർ സീരീസ് ഇൻ എനർജി ലെവൽ ഡയഗ്രാം. നമ്മൾ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് എന്ത് വരയ്ക്കാനാണ് പറഞ്ഞത്? ബാമർ സീരീസും അതുപോലെ തന്നെ ലൈമൻ സീരീസും വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം ബാമർ സീരീസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫൈനൽ എന്ന് പറയുന്നത് എന്താണ്? 2ഉം ഇനീഷ്യൽ എന്ന് പറയുന്നത് 3, 4, 5 അവിടെ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്, ആ ഒരു നമ്മുടെ സ്പെക്ട്രൽ സീരീസിലേക്ക് ലൈൻസ് വരുന്നത്. ദെൻ അടുത്ത് നമ്മളോട് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞത് എന്താണ്? ലൈമൻ ആണ്. ഓക്കെ, അപ്പൊ ലൈമൻ നമ്മൾ ഇനീഷ്യലി 1ഉം ഇനീഷ്യലി 2, 3, 4ഉം ഫൈനലി 1ഉം ആണ് വരുന്നത്. അവിടെ നമ്മൾ UV സ്പെക്ട്രം കാണിച്ച് കൃത്യമായിട്ട് വരയ്ക്കാം. റെഡി. വിച്ച് റീജിയൻ ബിലോങ്സ് ടു വിസിബിൾ സ്പെക്ട്രം? ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സീരീസിൽ ആരാണ് വിസിബിൾ വരുന്നത്? ഇയാളാണ് വിസിബിൾ വരുന്നത്. ബാമർ എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, സോ ബാമർ എന്നാണ് പറയേണ്ടത്. അടുത്താണ് നെയിം ഡിഫറെന്റ് സീരീസ് ഒബ്റ്റൈൻ ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ലൈമന്, ബാമർ, ഈ ഒരു പേരുകൾ കൃത്യമായിട്ട് എന്താക്കുക? നിങ്ങൾ എഴുതി കൊടുക്കുക. ലൈമൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഇത്രയും ലൈൻസ് എന്താണ്? ഇത്രയും സീരീസുകൾ വരുന്നുണ്ട് എന്നുള്ളത് എഴുതി കൊടുക്കാം. റെഡി. ഡ്രോ എനർജി ലെവൽ ഡയഗ്രാം ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ലെവൽ ഡയഗ്രാം. ഓക്കെ, ആ ഒരു ഡയഗ്രാം, റേസ് വരുന്ന ആ ഒരു ഡയഗ്രാം ജസ്റ്റ് വരച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. ഇത്രയാണ് നമുക്ക് ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത്. ഇനി നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ പറഞ്ഞു വെയിറ്റേജ് കൂടുതലുള്ള സെഷൻസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, പോയിന്റ് ടു പോയിന്റ് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് എക്സാമിന് നാളെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തൊരു ചിരി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി വരുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി, റേ ഓപ്റ്റിക്സ്, വേവ് ഓപ്റ്റിക്സ്, ഡ്യുവൽ നേച്ചർ, ഈ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് ഇപ്പം ഇനി അടുത്തടുത്തായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. സോ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. റെഡി. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം. എല്ലാവരും നാളത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ പ്രിപ്പറേഷനിലാണ്. സോ വളരെ നല്ല ഒരു സെഷൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ഒരുപാട് ചാപ്റ്റേഴ്സ് തൻസീർ സാർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് അടുത്ത ഒരു 3-4 ചാപ്റ്ററിലേക്ക് പോവുകയാണ്. സോ ഞാൻ ആ സ്ലൈഡ് ഒന്ന് സെലക്ട് ചെയ്യാം. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, നമ്മൾ 4 ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമുള്ള കറണ്ട് ഇലക്ട്രിസിറ്റി എന്നൊരു ചാപ്റ്ററും പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്കറിയാം വലിയ മാർക്കിന് നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ്, അതേപോലെ ഒരു കുഞ്ഞു ചാപ്റ്ററാണ് ഡ്യുവൽ നാച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിന്റെ ഡിസ്കഷനാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ, നമുക്ക് ഇതാ സ്റ്റാർട്ട് ചെയ്യാം. സ്ലൈഡ് ഇതാ ജസ്റ്റ് റെഡി ആവുന്നു. ഓക്കെ, യെസ്, അത് കിട്ടുന്നുണ്ടോ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, താങ്ക് യു. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മക്കളെ 4 ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ 4 ചാപ്റ്ററിൻ്റെയും ഡിസ്കഷൻ നമ്മളിങ്ങനെ മിക്സ് ആയി പോവുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു. ഓക്കെ, പലപ്പോഴും നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളൊരു പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളൊരു ആശങ്ക എന്ന് പറയുന്നത് ടോപ്പിക്കൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട്, തിയറിയൊക്കെ നല്ലോണം അറിയാം, കുറേ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഡെറിവേഷൻസ് ഒക്കെ, ബട്ട് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് പലർക്കും ഒരു സംശയമാണ്. ഒട്ടും സംശയിക്കേണ്ട, നമ്മൾ ചെയ്യുന്നത് എക്സാക്ട്ലി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ തന്നെ നമ്മൾ അങ്ങ് കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് റെഡിയാകും. ഓക്കെ, സോ
ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞു. ഇവിടെ അപ്പോഴേക്ക് മഹേശ്വരൻ ആൻസറും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അജ്ലാൻ യാസിദ് ലൈനിലുണ്ട്, ഫർഹാൻ ലൈനിലുണ്ട്. യെസ് യെസ് യെസ്. സുഖാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അജ്ലാൻ യെസ് യെസ് യെസ്. സലാം സാർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഫർഹാൻ യെസ്, ഗുഡ് ഈവനിങ്. ത്രഷോൾഡ് എനർജി. യെസ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2023 എക്സാം മുതൽ. അതിൽ നമുക്ക് ഓരോ വർഷവും 2 എക്സാം നടക്കുന്നത് നിങ്ങൾക്കറിയാം. ഒരു മാർച്ചിലെ പബ്ലിക് എക്സാമും ഉണ്ട്, ഒരു അതിനുശേഷമുള്ള ഒരു ഇംപ്രൂവ്മെന്റ് എക്സാമും ഉണ്ട്. ഈ രണ്ടിലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ആൻസർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മഹേശ്വരൻ, ത്രഷോൾഡ് എനർജി എന്നുള്ളതാണ്. യെസ്, നമുക്ക് നോക്കാം. അതിനെ തന്നെ നമ്മൾ മറ്റൊരു പേരും കൂടെ പറയാറുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ആയിട്ടുള്ള ആ ഓർഡറിൽ അങ്ങനെ പോയി. നിങ്ങൾക്ക് അറിയാം, ആദ്യത്തെ പാർട്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, അങ്ങനെ 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 നമ്മൾ പോവാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ജൂലൈ 2023 നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ 4 ചാപ്റ്ററിൽ ഡ്യുവൽ നാച്ചുറൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ മിനിമം എനർജി റിക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫേസ് അല്ലെ. ആ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോൺ എമിഷൻ എന്ന ഒരു ഫിനോമിനയാണ്. ഇലക്ട്രോൺ എമിഷൻ എന്ന് പറഞ്ഞാൽ മെറ്റൽ സർഫേസിന്റെ അകത്തുള്ള ഇലക്ട്രോണുകൾ അതിന്റെ സർഫേസ് വിട്ട് പുറത്തേക്ക് ചാടിപ്പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് പറഞ്ഞത്? ഇലക്ട്രോൺ എമിഷൻ എന്ന് പറഞ്ഞത്. ആ ഇലക്ട്രോൺ എമിഷൻ സംഭവിക്കണമെങ്കിൽ ഇലക്ട്രോണുകൾക്ക് ചുമ്മാ പുറത്തേക്ക് ചാടിപ്പോവാൻ പറ്റില്ല. എന്ത് ചെയ്യണം? നമ്മൾ എക്സ്റ്റേണലി ഒരു എനർജി സപ്ലൈ ചെയ്യണം. വേണ്ടേ? എനർജി സപ്ലൈ ചെയ്യണം. ചെറിയൊരു എനർജി മതിയാവില്ല. ആ സർഫേസ് ബാരിയർ ബ്രേക്ക് ചെയ്യണം അല്ലെ. ആ പോയിന്റ് നിങ്ങൾക്കറിയാം. സർഫേസ് ബാരിയർ ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോണുകൾ പുറത്തേക്ക് പോകണമെങ്കിൽ കൊടുക്കേണ്ട മിനിമം എനർജിയാണ് ത്രഷോൾഡ് എനർജി എന്ന് പറയാം. അതിന്റെ തന്നെ മറ്റൊരു പേരാണ് വർക്ക് ഫംഗ്ഷൻ. മക്കൾ, ഈ ഒരു പേര് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, ജിനു ത്രഷോൾഡ് എനർജി, മഹേശ്വരൻ ത്രഷോൾഡ് എനർജി. സോ നിങ്ങൾ ഈ ഒരു പേര് കൂടെ ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വർക്ക് function. So the minimum energy required to break the surface barrier and thus to emit electrons out of the metal surface, that is called the work function. Yes. ജൂലൈ 2023 ഒപ്റ്റിക്സിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ കാണാം. ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ് 2 or more ലൈറ്റ് വേവ്സ് ഈസ് കോൾഡ്. തൻസീർ സാർ ഇനിയും ഉണ്ട് അല്ലേ? അടുത്ത സെഷൻ വരാനുണ്ട് ഇനിയും. ജിആർ സാറാണ് നെക്സ്റ്റ്. ഓക്കെ റെഡി. ഞാൻ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ ശരി, ബൈ. യെസ്, ആരാ പറയാ? വേഗം പറഞ്ഞോളൂ. ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് എനർജി ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ് 2 or more ലൈറ്റ് വേവ്സ് ഈസ് കോൾഡ്. ആരാണ് പറയാ? യെസ്, ദ ആൻസർ ഈസ് ഇന്റർഫറൻസ്. അറിയാലോ ഇന്റർഫറൻസ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് അറിയോ? ഇന്റർഫറൻസ് എത്ര ടൈപ്പ് ഉണ്ട്? ആരാ പറയാ? ഈ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി നമ്മൾ വിളിച്ച പേരാണ് മക്കളെ ഇന്റർഫറൻസ്. എത്ര ടൈപ്പ് ഉണ്ട് ഇന്റർഫറൻസ്? 1 and 2. ആര് പറയും? ഇന്റർഫറൻസിന്റെ 2 ടൈപ്പ് ആരാ പറയാ? വേഗം പറഞ്ഞോളൂ. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. യെസ്, മഹേശ്വരൻ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അജ്ലാൻ ആൻസർ പറയണേ. യെസ്, വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? Write the equation connecting drift velocity with current. Drift velocity എന്തായിരുന്നു സംഭവം? എന്താ? നമ്മളൊരു മെറ്റൽ വയർ എടുത്താൽ നമുക്കറിയാം, ഒരു മെറ്റൽ വയറിനെ ചുമ്മാ ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. ബട്ട് ആ ഇലക്ട്രോൺസ് റാൻഡം മോഷനിലാണ് സാധാരണ ഉണ്ടാവുക. അതായത് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട്, അടുത്ത ഇലക്ട്രോൺ ഇങ്ങോട്ട്, ഇയാൾ ഇങ്ങോട്ട്, അങ്ങനെ ഇലക്ട്രോൺസ് പല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ നമ്മൾ ആ കണ്ടക്ടറിനെ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്താലോ എന്താ സംഭവിക്കുക? അപ്പൊ 2 കേസുകൾ ഓർക്കുക. ചുമ്മാ ഒരു കോപ്പർ വയർ കയ്യിൽ പിടിക്കുന്നു, ആ കോപ്പർ വയറിനെ ബാറ്ററിയുമായിട്ട് ഒരു എക്സ്റ്റേണൽ എനർജി സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. യെസ്, എന്താ സംഭവിക്കുക? നേരത്തെ ഈ ബാറ്ററി കണക്ട് ചെയ്യുന്നതിന് മുന്നേ അവർ റാൻഡം മോഷനിലാണെങ്കിൽ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് എഫക്റ്റ് കൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോണുകൾ എല്ലാം ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യപ്പെടും. അങ്ങനെ പ്രത്യേക ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ അവർക്കൊരു ആവറേജ് വെലോസിറ്റി ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പൊ കൃത്യമായിട്ട് പറയാ, ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് എല്ലാം
ഒരു ഭാഗത്തേക്ക് ഒരു പ്രത്യേക വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ആ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. വി ഡി എന്നാണ് അതിന്റെ സിമ്പൽ. വി ഡി അല്ലെ, വി ഡി ഇക്വേഷൻ ഇങ്ങനെ വരുന്നത് I ഡിവൈഡഡ് ബൈ എൻ എ ഇ, അല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു എൻ എ വി ഡി ഇ, ഓർ നമുക്ക് എങ്ങനെയും പറയാം I ഈസ് ഈക്വൽ ടു എൻ എ വി ഡി ഇ എന്നും പറയാറുണ്ട്. സോ ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ. യെസ്, I ഈസ് ഈക്വൽ ടു എൻ ഇ വി ഡി മാസ്റ്റർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇ വി ഡി ഈസ് ഈക്വൽ ടു ഇ ബൈ എം സ്ക്വയർ. അത് നമ്മൾ പറയുമ്പോൾ കറണ്ടുമായിട്ടുള്ള റിലേഷനാണ് ജിനു ചോദിക്കുന്നത്. അപ്പോൾ കറണ്ടുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വി ഡി ഈസ് ഈക്വൽ ടു I ബൈ എൻ എ തന്നെ പറയണം കേട്ടോ, മാറിപ്പോവരുത്. റെഡി അല്ലേ ജിനു? ഇനി തെറ്റില്ലല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ഷോൺ ബിലോ. ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. വളരെ ക്ലിയർ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി ഡിക്രീസസ്. ഏത് ടൈപ്പ് മെറ്റീരിയൽസിനാണ്? യെസ്, സെമി കണ്ടക്ടേഴ്സ് അല്ലേ, സെമി കണ്ടക്ടേഴ്സ് ആയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു കണ്ടക്ടർ, കോപ്പർ വയർ, അലൂമിനിയം ഇവരെയൊക്കെ ചൂടാക്കിയാൽ അതിൻ്റെ റെസിസ്റ്റൻസിനും റെസിസ്റ്റിവിറ്റിക്കും എന്താ സംഭവിക്കുക? 2-3 പോയിന്റ് ആയിട്ട് നമുക്ക് ആ കണക്റ്റഡ് പോയിന്റുകളൊക്കെ ഓർത്ത് വെക്കാം. 3 പോയിന്റ് പറയാം. സെമി കണ്ടക്ടർ ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയും, റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, അത്തരം മെറ്റീരിയലിന്റെ ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിരിക്കും. ഇനി മെറ്റൽസ് ആണെങ്കിലോ? മക്കൾ പറഞ്ഞോളൂ. മെറ്റൽസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റിവിറ്റിയും കൂടിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റെസിസ്റ്റിവിറ്റിയും കൂടും. അതായത് അവരുടെ ആൽഫ എന്ന വാല്യൂ എന്തായിരിക്കും മക്കളെ? പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ ചില പ്രത്യേകതരം അലോയ്സ് നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് ടെമ്പറേച്ചർ കൂട്ടിയാലോ കുറച്ചാലോ റെസിസ്റ്റിവിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അവരുടെ ആൽഫ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ 3 തരത്തിൽ അതിന്റെ ആൻസർ പഠിച്ചു വെക്കാം. ആൽഫ പോസിറ്റീവ്, ആൽഫ നെഗറ്റീവ്, ആൽഫ 0. ആൽഫ നെഗറ്റീവ് ആണ്. സെമി കണ്ടക്ടേഴ്സിന് ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റിവിറ്റി കുറയും. ആൽഫ പോസിറ്റീവ് ആണ്. മെറ്റൽസിന് ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റിവിറ്റി കൂടും, ടെമ്പറേച്ചർ കുറച്ചാൽ റെസിസ്റ്റിവിറ്റി കുറയും. എന്നാൽ ചില പ്രത്യേകതരം അലോയ്സിന്, സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയറുകൾ ഉണ്ടാക്കുന്ന അലോയികൾക്ക് ആൽഫ വാല്യൂ 0 ആണ്. ടെമ്പറേച്ചർ കൂട്ടിയാൽ കുറച്ചാൽ ഒന്നും റെസിസ്റ്റിവിറ്റിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. മഹേശ്വരൻ അഗൈൻ സെമി കണ്ടക്ടേഴ്സ്, റൈറ്റ് ആൻസർ. Identify the type of material. Write the relation between resistivity and average collision time. Equation നിങ്ങൾ പഠിച്ചിരുന്നോ? Rho is equal to m divided by n e square tau. ഇക്വേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. എൻ എന്ന് പറയുന്നത്, ഈ താഴെ കാണുന്ന എൻ കാണിക്കുന്നത് നമ്പർ ഡെൻസിറ്റി ആണ്, ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം. ഈ എന്താണ് എല്ലാവർക്കും അറിയാലോ? യെസ്, ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ടോ, അതാണ് റിലാക്സേഷൻ ടൈം. 2 കൊളിഷൻസിനിടയിലുള്ള ടൈം ഇന്റർവെലിനെയാണ് നമ്മൾ ആവറേജ് ടൈം ഇന്റർവെൽ, റിലാക്സേഷൻ ടൈം എന്ന് പറയും. യെസ്, മുഹമ്മദ് സെനിൻ ചോദിക്കുന്നുണ്ട്. അസ്ലം സാർ ഇവിടെ? യെസ്, എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും നിങ്ങൾക്ക് ക്ലാസ്സിന് വരും മക്കളെ. ഡോണ്ട് വറി, എല്ലാ ടീച്ചേഴ്സും സെറ്റാണ്. മുഹമ്മദ് സെനിന് അസ്ലം സാറിന്റെ ഫാൻ ആണെന്ന് തോന്നുന്നു. അസ്ലം സാറിനോട് ഞാൻ പറയാം. യെസ്, അസ്ലം സാറിന്റെ ഫാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 2023 ജൂലൈയിൽ ഒപ്റ്റിക്സിൽ നിന്നും എന്ത് ചോദിച്ചു? നമുക്ക് കാണാം. An object is placed at 10 centimeter in front of a concave mirror of radius of curvature 15 centimeter. Find magnification. Yes, 2000 ഓരോ ഇയറിലായിട്ട് നമ്മൾ ഈ 4 ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. മഹേശ്വരൻ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നുണ്ട്. ഇതിൽ മിറർ ഫോർമുല അല്ലെ, എന്താണ് മിറർ ഫോർമുല? എല്ലാവരും പറയൂ. 1/v plus 1/u is equal to 1/f എന്നുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. മാഗ്നിഫിക്കേഷൻ ചോദിച്ചാൽ നമുക്കറിയാം. മാഗ്നിഫിക്കേഷൻ ഈസ് -v/u. ഓക്കെ, ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഗിവൺ 10 സെന്റിമീറ്റർ
ഓക്കെ, കോൺകേവ് മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 15 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയല്ലേ? നമുക്കറിയാമല്ലോ, ആറും എഫും തമ്മിൽ റിലേഷൻ നമ്മൾ പഠിച്ചതാണ്. റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് ഈക്വൽ ടു 2f ആണ്, അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു r/2 ആണ്. സോ 7.5 സെന്റിമീറ്റർ. അപ്പൊ യു കിട്ടി, എഫ് കിട്ടി. നമുക്ക് ആദ്യം വി കണ്ടുപിടിക്കാം. സോ 1/v ഈസ് ഈക്വൽ ടു 1/f minus 1/u. That is equal to 1/7.5 minus 1/10. Cross multiply ചെയ്താൽ 10 minus 7.5 divided by 75. That is equal to 2.5 by 75. അപ്പോൾ v എത്രയാ? Therefore v is equal to 75 by 2.5. 75 by 25 ആയിരുന്നെങ്കിൽ നമുക്കറിയാം അത് 3 ആണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും 30 ആയിരിക്കും. സോ v നമുക്ക് കിട്ടി 30. അങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ മൈനസ് 30 divided by 10, that is equal to minus 3. That is the answer. ഒരു അടിപൊളി പ്രോബ്ലം ആയിരുന്നു. അടിപൊളി പ്രോബ്ലം എന്നല്ല, സൂപ്പർ പ്രോബ്ലം ആണ്. എന്താ തന്നിരിക്കുന്നത്? എന്തൊക്കെ അറിയണം നമ്മൾ? മിററുമായി ബന്ധപ്പെട്ട 3 ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, റിലേഷൻ ബിറ്റ്വീൻ എഫ് ആൻഡ് ആർ, എഫ് ഇസ് ഈക്വൽ ടു r/2 അറിയണം. മറ്റൊന്ന്, മിറർ ഫോർമുല അറിയണം. 1/v പ്ലസ് 1/u ഇസ് ഈക്വൽ ടു 1/f അറിയണം. മറ്റൊന്ന്, മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ അറിയണം, മൈനസ് v/u. ഇത് 3ഉം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും. മഹേശ്വരൻ റെഡി ആണോ? ജിനു എന്താന്നും പറയാത്തത്? എല്ലാവരും പറയൂ. അജ്ലാൻ, യാസിദ് എവിടെ? ആ ക്വസ്റ്റ്യൻ മനസ്സിലായോ? മാഗ്നിഫിക്കേഷൻ ക്ലിയർ അല്ലേ? യെസ്. 2023 മാർച്ചിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ചാപ്റ്ററിൽ നിന്നും ആ 2023 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ആദ്യം ചോദിച്ചത് സ്റ്റേറ്റ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഓഫ് വേവ് തിയറി, വാട്ട് ഈസ് കൊഹീറന്റ് സോഴ്സ്. 2 ക്വസ്റ്റ്യൻ ആണ് ആദ്യം തന്നെ കാണുന്നത്. മഹേശ്വരൻ റെഡി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു ഡിയർ, താങ്ക് യു. ആർക്കറിയാം ഹൈഗൻസ് പ്രിൻസിപ്പിൾ? പറയുന്നവർക്ക് ഈ ചാപ്റ്ററിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഏകദേശം ഉറപ്പിക്കാം. കാരണം വേവ് ഒപ്റ്റിക്സിലെ ചില ഭാഗങ്ങൾ നമുക്ക് ഡിലീറ്റഡ് ആയി പോയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് പഠിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കണം. പഠിക്കാത്ത ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഒന്നും അറിയാത്ത ആരാണുള്ളത്? ആരുമില്ല. എല്ലാവരും പഠിക്കുന്നുണ്ടാകും. യെസ്, റെഡി. ആര് പറയും? മഹേശ്വരൻ പറയുമോ? ജിനു പറയുമോ? ജിനു, യെസ് ജിനു, യെസ്. ജിൻഷ പറയൂ. ആരാ പറയാ? ജിൻഷ പറയൂ. എന്താണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്? വേവ് ഫ്രണ്ട് എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പറയാം. വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലൈറ്റ് സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ലൈറ്റ് സോഴ്സിൽ നിന്നും എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് വേവുകൾ സഞ്ചരിക്കും. ഒരേ ഫേസിലെത്തി നിൽക്കുന്ന ആ വേവുകളുടെ പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലോക്കസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേവ് ഫ്രണ്ട്, അല്ലെ? അതായത് ഒരു സോഴ്സ്, അതിൽ നിന്ന് ഇങ്ങോട്ട് ലൈറ്റ്, ഇങ്ങോട്ട് 3 ഡയമെൻഷനിൽ എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് പോകണം. ഉറപ്പല്ലടാ? ഒരു റൂമിൽ ലൈറ്റ് തെളിച്ചാൽ അങ്ങനെയല്ലേ ഉണ്ടാവുക? ആർക്കറിയാത്തത്? യെസ്, ഉറപ്പല്ലേ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഒരു റൂമിൽ ലൈറ്റ് ഓൺ ചെയ്താൽ ആ ലൈറ്റ് എങ്ങോട്ടൊക്കെയൊക്കെ സഞ്ചരിക്കുക? ലൈറ്റ് എല്ലാ ഭാഗത്തേക്കും സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സമയത്തിന് ശേഷം ലൈറ്റ് എത്തി നിൽക്കുന്ന പോയിന്റുകളെ ജോയിൻ ചെയ്താൽ കിട്ടുന്ന സർഫേസിനെ, ആ ലോക്കസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേവ് ഫ്രണ്ട്. ഹൈഗന്റെ വേവ് തിയറിയിൽ പറയുന്നത് വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും സെക്കൻഡറി സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്. യെസ്, അലീന പറയുന്നുണ്ട് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട് വിൽ ബി ആക്ടിങ് ആസ് എ സോഴ്സ് ഓഫ്. അടിപൊളി അലീന, അടിപൊളി. സെറ്റ് അലീന പറഞ്ഞതിൽ യാതൊരു സംശയമില്ല. അലീനക്ക് മാത്രമല്ല, എല്ലാവർക്കും അതറിയാം. എനിക്ക് ഷുവറാണ്. ഒരു വേവ് ഫ്രണ്ടിലെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. യെസ്, അലീന അടുത്തവരുടെ ജിൻഷ പറയൂ, ജിനു പറയൂ, മഹേശ്വരൻ പറയൂ. എന്താണ് അടുത്തത്? ഈ സെക്കൻഡറി സോഴ്സുകളിൽ നിന്നുള്ള ലൈറ്റുകൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ന്യൂ വേവ് ഫ്രണ്ടിന്റെ ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഈ വേവ് ഫ്രണ്ട് ഇങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കും. ഓരോ വേവ് ഫ്രണ്ടിലെ പോയിന്റുകളും വീണ്ടും ലൈറ്റിനെ ക്രിയേറ്റ് ചെയ്യും. ശരിയല്ലേ? Yes. Maheshwaran, correct. Each point of wavefront will act as a source of fresh disturbance called second. അടിപൊളി മക്കളെല്ലാം സൂപ്പറായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താ എക്സാമിന് പോകാൻ ഇരിക്കുന്നതിൻ്റെ ആ കോൺഫിഡൻസ് നിങ്ങളുടെ ഓരോ റിപ്ലൈയിലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സൂപ്പറാണ് മക്കൾ, സൂപ്പറാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടത്. ഈ തരത്തിൽ നിങ്ങൾ സെറ്റാണ്. നമുക്ക് ഒരു ഫൈനൽ റിവിഷൻ ചെക്ക് ചെയ്തങ്ങ് പോയി കഴിഞ്ഞാൽ ഒന്നും ഇനി നമുക്ക് നോക്കാനില്ല. അടുത്തതാണ് പറയാ, എന്താണ് കൊഹീറന്റ് സോഴ്സ്?
കൊഹിറന്റ് സോഴ്സ്. എന്താണ്? രണ്ട് സോഴ്സുകൾ കൊഹിറന്റ് ആവണമെങ്കിൽ രണ്ട് സോഴ്സ്, ഇതിൽ നിന്ന് ലൈറ്റ് വരുന്നു, ഇതിൽ നിന്നും ലൈറ്റ് വരുന്നു കേട്ടോ. ഈ രണ്ട് സോഴ്സിൽ നിന്നും ലൈറ്റുകൾ വരുന്നു. ഈ രണ്ട് സോഴ്സുകളും കൊഹിറന്റ് എന്ന് പറയണമെങ്കിൽ ഈ വരുന്ന ലൈറ്റുകളുടെ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ഫേസ് ഇവരെല്ലാം എക്സാക്ട്ലി തുല്യമായിരിക്കണം. ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, ഫേസ്. യെസ്, ഇതെല്ലാം ഒരുപോലെയാണെങ്കിൽ, ഐഡന്റിക്കൽ ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈറ്റ് കണ്ടോ. ഇപ്പോൾ നമ്മൾ രണ്ട് ടോർച്ച് അടിച്ചാൽ അങ്ങനെ നമുക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, ഈ കൊഹിറന്റ് സോഴ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക, റിസ്കി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. യെസ്, അലീന അനൻ വീണ്ടും പറയുന്നുണ്ട്. Okay, new wave front എന്ന് പറയുന്നത്. അലീന, two light source of coherent if they emit light waves of same phase, amplitude and frequency. Correct. Yes, അലീന, you are good. നാളെ എക്സാമിന് ഫുൾ മാർക്ക് അടിക്കണം അലീന, ഡോണ്ട് വറി. ജിനു, യെസ് പറയുന്നുണ്ട്. സോ കൊഹിറന്റ് സോഴ്സ് എന്താണ് എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. യെസ്, ഇതാണ് നമുക്ക് അടുത്തത്. 2023 മാർച്ചിൽ നമുക്ക് ഡുവൽ നാച്ചുറൽ നിന്നും ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. റൈറ്റ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. എങ്ങനെയാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനിലേക്ക് ഐൻസ്റ്റീൻ എത്തിയത്? നമ്മുടെ ആ കോൺസെപ്റ്റ് മക്കൾ വീണ്ടും ഒന്ന് ഓർത്തു നോക്കുക. നമുക്ക് ഒരു മെറ്റൽ സർഫേസ് ഉണ്ട്. ആ മെറ്റൽ സർഫേസിൽ നിന്ന് അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോണുകളെ പുറത്തേക്ക് കൊണ്ടുപോവാനുള്ള ആ എമിഷൻ നടക്കാൻ ആവശ്യമായ ഒരു പ്രോസസ്സിലെയാണ് നമ്മൾ ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണുന്നത്. അവിടെ അദ്ദേഹം പറഞ്ഞത്, സഫിഷ്യന്റ് എനർജി ഉള്ള ലൈറ്റ് ഉപയോഗിച്ചാൽ, സഫിഷ്യന്റ് എനർജി ഉള്ള ലൈറ്റ് ഉപയോഗിച്ചാൽ ആ ലൈറ്റിൽ നിന്നും എനർജി റിസീവ് ചെയ്തിട്ട് സർഫേസ് ബാരിയർ ബ്രേക്ക് ചെയ്യുകയും ഇതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോണുകൾ പുറത്തേക്ക് ജമ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ജമ്പ് ചെയ്യുന്ന സമയത്ത് ആരാ പറയാ ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഈ ലൈറ്റിന്റെ എനർജി രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ഇതായിരുന്നു ഐൻസ്റ്റീന്റെ കോൺസെപ്റ്റ്. എന്താണ് നമ്മൾ ഈ കൊടുക്കുന്ന ലൈറ്റിന്റെ എനർജിയുടെ പണി? ഉറപ്പായിട്ടും ഈ ലൈറ്റിന് ഒരു എനർജി ഉണ്ട്. ആ എനർജി ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന പ്രോസസ്സിൽ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യപ്പെടുക? പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ലൈറ്റിന്റെ ഒരു പാർട്ട് ഉപയോഗിച്ച് ഈ സർഫേസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ സർഫേസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ട മിനിമം എനർജി കൊടുക്കുക എന്നുള്ളതാണ് ഈ വരുന്ന ലൈറ്റിന്റെ ഒരു പണി. സോ വരുന്ന ലൈറ്റിന്റെ എനർജി h ആണെങ്കിൽ ആ ഇതാണ് ഈ ലൈറ്റിന്റെ എനർജി h. അതിന്റെ ഒരു ഭാഗം വർക്ക് ഫംഗ്ഷൻ, അതായത് 50. വർക്ക് ഫംഗ്ഷന്റെ സിമ്പൽ ആണ് 50. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ മിനിമം എനർജി. തീർന്നില്ല. സപ്പോസ് ഈ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ മിനിമം എനർജി ഒരു 2 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ കൊടുത്തത് 5 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വിചാരിച്ചോളൂ. ബ്രേക്ക് ചെയ്യാൻ ജസ്റ്റ് എത്ര മതിയായിരുന്നു? 2 ഇലക്ട്രോൺ വോൾട്ട് മതിയായിരുന്നു. ബട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 5 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ 5 ഇലക്ട്രോൺ വോൾട്ടിലെ 2 ഇലക്ട്രോൺ വോൾട്ട് ഉപയോഗിച്ച് സർഫേസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകും. ഇനിയുമില്ലേ 3 ഇലക്ട്രോൺ വോൾട്ട് ബാക്കി? ആ ബാക്കിയുള്ള എനർജി ഉപയോഗിച്ച് ഈ ഇലക്ട്രോണുകൾ പുറത്തേക്ക് തെറിക്കാൻ ആവശ്യമായ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. സോ ഒരു എനർജി നമ്മൾ ലൈറ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്ട് കൊണ്ട് സർഫേസ് ബാരിയർ ബ്രേക്ക് ആവുന്നു, ബാക്കിയുള്ളത് കൊണ്ട് ഇലക്ട്രോണുകൾ ഒരു കൈനറ്റിക് എനർജിയിൽ പുറത്തേക്ക് തെറിച്ചു പോകുന്നു. സോ ഇതാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം, h nu is equal to h nu 0 plus half mv square. ആക്ച്വലി ഇത് രണ്ടും ഒരു ഇക്വേഷൻ തന്നെയാണ്. മക്കൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ആ ഇക്വേഷനിലെ ടേമുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. യെസ്, ജിനു ടി പ്രകാശ് പറഞ്ഞ ആൻസർ വളരെ കറക്റ്റ് ആണ്. വർക്ക് ഫംഗ്ഷൻ പ്ലസ് KE ഓഫ് ഇലക്ട്രോൺസ്. അടിപൊളി ആൻസർ ആണ് ജിനു. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, ഇതാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അടുത്തത് മോണോക്രോമാറ്റിക് ലൈറ്റ് പ്രോബ്ലം വരുമ്പോഴേക്ക് ചില കുട്ടികൾക്കൊക്കെ ആകെ ഒരു പ്രോബ്ലം ആവലാണ്. ഒരു പ്രോബ്ലം നമുക്കൊരു പ്രോബ്ലമേ അല്ല. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. വിതിൻ മിനിറ്റ്സ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുന്നതായിരിക്കും. ശ്രദ്ധിച്ചോളൂ, പ്രോബ്ലം കണ്ട് നിങ്ങൾ ഓടേണ്ട ആവശ്യമില്ല. എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 6 × 10⁻14 ഹെർട്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ലേസർ. ഓക്കെ, അപ്പോൾ ഒരു ലൈറ്റ്, ഇതുപോലത്തെ ഒരു ലൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട്. ദ പവർ എമിറ്റഡ് ഈസ് 2 × 10⁻³ വാട്ട്. ആ ലൈറ്റിൽ നിന്ന് വരുന്ന പവർ ഇത്രയാണ്. ഹൗ മെനി ഫോട്ടോൺസ്
per second on an average are emitted by the source. അങ്ങനെയാണെങ്കിൽ ആ സോഴ്സിൽ നിന്നും എത്ര ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. Power is equal to energy of photon into number of photons emitted. ഇക്വേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ മക്കൾ ആദ്യമായി ഇക്വേഷൻ പഠിക്കുക. ഏതൊരു സോഴ്സിൽ നിന്നും വരുന്ന ആ ഫോട്ടോൺസിന്റെ പവർ എന്ന് പറയുന്നത് എനർജി ഇൻറ്റു നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ആണ്. സോ ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു പവർ ഇസ് ഈക്വൽ ടു എനർജി എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ അല്ലേ? എച്ച് ന്യൂ ഇൻറ്റു എൻ. നമ്മളോട് ചോദിച്ചത് ഹൗ മെനി ഫോട്ടോൺസ് പെർ സെക്കൻഡ് എന്നല്ലേ? സോ വാട്ട് ഈസ് എൻ ഈസ് ഈക്വൽ ടു എൻ എന്ന് പറയുന്നത് പവർ ഡിവൈഡഡ് ബൈ എച്ച് ന്യൂ. പവർ എത്രയാണ് തന്നത്? 2 × 10⁻³ ഡിവൈഡഡ് ബൈ എച്ച് എത്രയാണ്? 6.63 × 10⁻³ ഇൻറ്റു ന്യൂ എത്രയാണ്? ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഈസ് ഗിവൺ 6 × 10⁻14. സോ ഇതങ്ങ് സോൾവ് ചെയ്താൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ പ്രോബ്ലം ആണെന്ന് കരുതി ഒരു പ്രോബ്ലവും ഇല്ല. നമുക്ക് ആ പ്രോബ്ലം വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് ചെയ്യാൻ കഴിയും. സോ നല്ല ചാൻസ് ഉള്ളൊരു പ്രോബ്ലമാണ്. ആ ചാപ്റ്ററിൽ പൊതുവേ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ഒരുപാട് അങ്ങനെ ചോദിക്കാറില്ല. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ത് എന്നും ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുമാണ് കൂടുതലായിട്ടും ചോദിക്കാറ്. സോ ആ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. സോ 2023 മാർച്ചിലെ ഒരു അടിപൊളി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. യെസ്, എന്താണെന്നറിയോ ക്വസ്റ്റ്യൻ? Draw a diagram showing the ray of light passing through a glass prism. Derive an expression for refractive index. പ്രിസം ഫോർമുല അല്ലേ? പ്രിസം ഫോർമുല എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചാപ്റ്ററിലെ വളരെ വലിയ ഒരു ഡെറിവേഷനാണ് പ്രിസം ഫോർമുല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കിയാലോ? വളരെ 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 പെട്ടെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാൻ ഓർമ്മയുണ്ടോ? പ്രിസം ഫോർമുല റേ ഓപ്റ്റിക്സിലെ ഏത് ഡെറിവേഷൻ ചെയ്യണമെങ്കിലും നിർബന്ധമായിട്ടും നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ഡയഗ്രാം വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഇപ്പം പെട്ടെന്ന് ഞാൻ ആ ഡയഗ്രാം ഒന്ന് വരച്ചു പോവുകയാണ്. നിങ്ങളും എൻ്റെ കൂടെ വരച്ചോളാം. പ്രിസം ഫോർമുല പറയുമ്പോൾ നമുക്കൊരു പ്രിസം ആദ്യം അങ്ങ് വരയ്ക്കാം. യെസ്, പ്രിസം വരയ്ക്കാം. ഞാൻ ഒന്ന് സ്പീഡിൽ വരയ്ക്കുകയാണ്, നിങ്ങൾ കൂട്ടത്തിലൊക്കെ വരച്ചോളേ. എന്നിട്ട് ആ പ്രിസത്തിലേക്ക് ഒരു ഇൻസിഡന്റ് ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുന്നു. ഓക്കെ, ഒരു ലൈറ്റ് വന്ന് വീണു. അത് ഇവിടെ വെച്ചിട്ട് റിഫ്രാക്റ്റ് ചെയ്യുന്നു. റിഫ്രാക്ഷൻ അവിടെ നമുക്ക് കാണിക്കാം. റിഫ്രാക്ഷൻ, യെസ്, റിഫ്രാക്റ്റ് ചെയ്തു. ആ സർഫേസിൽ വെച്ചിട്ട് അത് വീണ്ടും റിഫ്രാക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ആ ലൈറ്റ് പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യെസ് യെസ് യെസ്, ഇങ്ങനെ പറ്റും. ഓക്കെ, നമ്മൾ ഈ ആദ്യം വന്ന ഈ ലൈറ്റിനെ നമുക്ക് ഇച്ചിരിയും കൂടി ഒന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നീട്ടി വരയ്ക്കാം. ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അവസാനത്തെ ലൈറ്റിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. സോ ഏറ്റവും ആദ്യം വരുന്ന ലൈറ്റും ഏറ്റവും അവസാനം പോകുന്ന ലൈറ്റും ഇവിടെ ഒരു ഡീവിയേഷൻ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഡെൽറ്റ. നമുക്ക് അങ്ങനെ കാണാൻ അവിടെ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് നോർമൽസ് ആണ് വരയ്ക്കേണ്ടത്. നോർമൽ അല്ലേ? നമുക്ക് എവിടെയൊക്കെ നമുക്ക് നോർമൽ വരയ്ക്കണം? നമുക്ക് ഈ ഇൻസിഡന്റ് പോയിന്റുകളെല്ലാം നമുക്ക് നോർമൽ വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു നോർമൽ വരച്ചാൽ ആ നോർമൽ ഇങ്ങനെ പാസ് ചെയ്തു പോകും കേട്ടോ. നോർമൽ ഇങ്ങനെ പാസ് ചെയ്തു പോകും. ദെൻ നമ്മൾ ഇങ്ങനെ ഒരു നോർമൽ വരച്ചാൽ നമുക്ക് കാണാം ആ നോർമൽ ഇങ്ങനെ പാസ് ചെയ്തു പോകും. ഓക്കെ, നമ്മളിവിടെ നമുക്ക് ആവശ്യം പോലെ നമ്മൾ പലതരം ആംഗിൾസ് മാർക്ക് ചെയ്യാണ്. ഏതൊക്കെയാണ് ആംഗിൾസ്? ഇതാണ് ആദ്യത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I1. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1. ദെൻ ഇവിടെ ഈ രണ്ടാമത്തെ സർഫേസിൽ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും റിഫ്രാക്ഷനും കാണാം. ഇവിടെ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്, ഇവിടെ നമുക്ക് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എമേർജൻസ് ഉണ്ട്. നമ്മൾ ഇതിനെ വിളിക്കുന്നു R2, ഇതിനെ വിളിക്കുന്നു I2. ദെൻ പിന്നെ നമ്മൾ എന്തൊക്കെയാണ് മാർക്ക് ചെയ്യുക? പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ പോയിന്റ് A, ഈ പോയിന്റ് M, ഈ പോയിന്റ് N, ഈ പോയിന്റ് Q. അപ്പോൾ നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ എടുക്കുന്നു. ക്വാഡ്രിലാറ്ററൽ AMNQ അല്ലേ? ക്വാഡ്രിലാറ്ററൽ നമുക്കറിയാം ഈ രണ്ട് ആംഗിൾസും ഓൾറെഡി 90 ഡിഗ്രിയാണ്. ഇത് 90, ഇത് 90 അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ടോട്ടൽ ആംഗിൾ 360 ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ 90 പോയി കഴിഞ്ഞാൽ ആംഗിൾ A പ്ലസ് ആംഗിൾ N എന്തായിരിക്കും? ആംഗിൾ A പ്ലസ് ആംഗിൾ N ഇസ് ഈക്വൽ ടു 180 എന്നൊരു ഇക്വേഷൻ നമുക്ക് ആദ്യം കിട്ടും. ഇതാണ് നമ്മൾ ആദ്യം മേക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ട്രയാങ്കിൾ എടുക്കാൻ പോവുകയാണ്. ആ ട്രയാങ്കിൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ദാ ഇങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടിയാൽ 180 അല്ലേ? ഏതൊക്കെ ആംഗിൾ? R1 പ്ലസ് R2 പ്ലസ് N ഇസ് ഈക്വൽ ടു 180. സോ നമ്മൾ എഴുതുന്നു R1 പ്ലസ് R2 പ്ലസ്
n ഈസ് ഈക്വൽ ടു 180. ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ റൈറ്റ് സൈഡ് ഓൾറെഡി 180 ആണ്, രണ്ടിലും ഒരു n എന്ന് പറയുന്ന ടേമും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 ആയിരിക്കും. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2, ഇക്വേഷൻ നമ്പർ 3. ദെൻ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ, ഇത് നമ്മൾ ഇനി മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മളൊരു ആംഗിൾ കാണുന്നുണ്ട് എക്സ്, ഇവിടെ നമ്മളൊരു ആംഗിൾ കാണുന്നുണ്ട് വൈ അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഡെൽറ്റ. അതേത് ഫോർമുല ഉപയോഗിച്ചാൽ ഒരു ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ് ഓപ്പോസിറ്റ് എക്സ്റ്റീരിയർ ആംഗിളിന് തുല്യമാണ്. സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതി തരാം. ചില കുട്ടികൾ ഇത് എഴുതാതെ നേരെ അങ്ങ് പോകുന്ന കാണാറുണ്ട്. ഒരു കുഴപ്പമില്ല, ചില സ്കൂളുകളിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടാവും, ഡയറക്റ്റ് ചാടി അങ്ങ് പോവാം. ഓക്കെ, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഡെൽറ്റ. ഇനി എന്താണ് ഈ ആക്ച്വലി എക്സ്? ഈ എക്സ് എന്ന് പറയുന്നത് ഈ I1ഉം നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ കാണുന്ന I1ഉം ഈ എക്സ് പ്ലസ് R1ഉം മൊത്തത്തിൽ സെയിം ആണ്. ഈ എക്സ് പ്ലസ് R1 ഇവിടെ I1, അത് രണ്ടും സിമെട്രിക് ആംഗിൾസ് അല്ലേ. സോ I1 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് R1 ആണ്. അപ്പോൾ എക്സിന് നമുക്ക് I1 മൈനസ് R1 എന്ന് വിളിച്ചൂടെ? എക്സ് ഈക്വൽ ടു I1 മൈനസ് R1. അതുപോലെ വൈ എന്താ? ഇവിടെ നോക്കിയാൽ നിങ്ങൾ y പ്ലസ് R2 എന്ന് പറയുന്നത് I2 ആണ് അല്ലേ. y പ്ലസ് R2 I2 എല്ലാം ഡയഗ്രത്തിൽ നിന്നാണ്. ഡയഗ്രം നിങ്ങൾ വരച്ചോ മക്കളെ, ഒരു പ്രശ്നവുമില്ല. നിങ്ങളെ ഡെറിവേഷൻ്റെ ഒരു മുക്കാൽ ഭാഗവും കഴിഞ്ഞു. ഡയഗ്രം വരച്ചാൽ മാത്രം മതി. ഡയഗ്രം വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ഡെറിവേഷൻ്റെ മുക്കാൽ ഭാഗവും കഴിഞ്ഞു എന്ന് പറയാം. ഡയഗ്രം വരയ്ക്കാൻ മക്കൾ ഒരു മടിയും വിചാരിക്കരുത്. ഡയഗ്രം വരച്ച് പോവാ. സോ y പ്ലസ് R2 ഇസ് ഈക്വൽ ടു I2 ആണ്, അല്ലെങ്കിൽ y എന്ന് പറയുന്നത് I2 മൈനസ് R2 ആണ്. സോ എക്സിന് നമുക്ക് I1 മൈനസ് R1 എന്നും y നമുക്ക് I2 മൈനസ് R2 എന്നും എഴുതാം. അപ്പോൾ നമ്മളിവിടെ നേരെ അങ്ങ് കൊടുത്താൽ ഇത് I1 മൈനസ് R1 പ്ലസ് I2 മൈനസ് R2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ. ഓക്കെ, അതല്ലെങ്കിൽ I1 പ്ലസ് I2 മൈനസ് ഓഫ് R1 പ്ലസ് R2. R1 പ്ലസ് R2 A ആണ് നമുക്കറിയാം. സോ A ഇസ് ഈക്വൽ ടു ഡെൽറ്റ, ഇക്വേഷൻ നമ്പർ 4. ഇതാണ് നമ്മുടെ ഒരു ഫേസ് ചേഞ്ച് ഇവിടെ വരുന്ന ഒരു ഇക്വേഷൻ ഇങ്ങനെയാണ്. അതായത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ മിനിമം ഡീവിയേഷൻ എന്നൊരു പോയിന്റ് എടുക്കുകയാണ്. എന്താണ് മിനിമം ഡീവിയേഷൻ? മിനിമം ഡീവിയേഷൻ സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില പ്രത്യേകതകളാണ് പറയുന്നത്. മിനിമം ഡീവിയേഷൻ സംഭവിച്ചാൽ ഡെൽറ്റ എന്നതിന് നമ്മൾ ഡി എന്ന് പേര് വിളിക്കും മിനിമം ഡീവിയേഷനിൽ. അതേസമയം I1ഉം I2ഉം തുല്യമായിരിക്കും, R1ഉം R2ഉം തുല്യമായിരിക്കും. അറിയാമോ മിനിമം ഡീവിയേഷൻ? ആരാ പറയാ? ജിനു, മഹേശ്വരൻ, എന്താടാ ഒന്നും മിണ്ടാത്തത്? പറയടാ. പറ. മിനിമം ഡീവിയേഷൻ എന്തൊക്കെയാ സംഭവിക്കുക? ഡെൽറ്റയെ നമ്മൾ മിനിമം ഡീവിയേഷനെ ഡി എന്ന് വിളിക്കുന്നു. I1 ഇസ് ഈക്വൽ ടു I2, R എന്തായി മാറി? ഈ ഇക്വേഷൻ എന്തായിട്ട് മാറി? A ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 രണ്ടും സെയിം. അപ്പൊ R പ്ലസ് R 2R. അപ്പൊ R എന്താ? R ഇസ് ഈക്വൽ ടു A ബൈ 2. R is equal to A by 2. ഈ നാലാമത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഈ ഇക്വേഷൻ മാറും. I1ഉം I2ഉം സെയിം. സോ നമുക്കതിന് 2i എന്ന് വിളിക്കാം. 2i മൈനസ് എ ഈക്വൽ ടു ഡി എന്ന് എഴുതാം. സോ 2i മൈനസ് എ ഈസ് ഈക്വൽ ടു ഡി. അതല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 2. സോ R എന്ന് പറയുന്നത് എ ബൈ 2, I എന്ന് പറയുന്നത് എ പ്ലസ് ഡി ബൈ 2. സോ വെരി സിമ്പിൾ. എന്താണ് സ്നെൽസ് ലോ പ്രകാരം എന്തായിരുന്നു നമ്മുടെ സൈൻ ഐ ബൈ സൈൻ ആർ എന്തായിരുന്നു? സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n ആണ്. അവിടെ ഐക്ക് പകരം എ പ്ലസ് ഡി ബൈ 2, ആറിന് പകരം എ മൈനസ് ഡി ബൈ 2. സോ സൈൻ എ പ്ലസ് ഡി ബൈ 2 ബൈ സൈൻ എ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു n. യെസ്, വെരി സിമ്പിൾ. ഞാൻ പറയുന്നു പ്രിസം ഫോർമുല ഈ ചാപ്റ്ററിലെ ഒരുപാട് വർഷങ്ങളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് പ്രിസം ഫോർമുല. ഡയഗ്രം മക്കൾ വരയ്ക്കാൻ പഠിക്കുക. ഇത്രയും സാധനങ്ങളൊന്നും എഴുതി പോയി കഴിഞ്ഞാൽ സെറ്റാണ്. യെസ് മഹേശ്വരൻ, വിനായക്, സന്തോഷ്. യെസ്, വിനായക് ഉണ്ടല്ലോടോ. വിനായകേ പഠിക്കുന്നുണ്ടല്ലോ, സെറ്റല്ലേ? യെസ് മഹേശ്വരൻ റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം മക്കളെ. യെസ് മാർച്ച് 2023 അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നേരത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയി പോയതാണ് മക്കളെ. ഇതേ ക്വസ്റ്റ്യൻ നേരത്തെ തൊട്ട് മുന്നേ റിപ്പീറ്റ് ആയി പോയി. മാർച്ച് 2023 നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് എന്താണ് ചോദിച്ചത്? യെസ്, കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് നമ്മൾ ഇതുവരെ കാര്യമായിട്ട് ചോദ്യം പറഞ്ഞില്ല അല്ലേ. നേരത്തെ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി മാത്രമേ പറഞ്ഞുള്ളൂ.
യെസ്, സ്റ്റേറ്റ് കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ ആൻഡ് ലൂപ്പ് റൂൾ. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. യെസ്, വീണ്ടും കറണ്ട് ഇലക്ട്രിസിറ്റിയും നമുക്ക് ഡിലീറ്റഡ് പോർഷൻസ് ഒരുപാടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ അവസാനത്തെ ഭാഗത്ത് ഉണ്ടായിരുന്ന മീറ്റർ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഡിലീറ്റഡ് ആണ്. അതുകൊണ്ട് ആദ്യ ഭാഗം നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ ഇസ് എ വെരി സിമ്പിൾ റൂൾ. ആരാണ് പറയാം? മഹേശ്വരൻ ലാറ്ററൽ ഷിഫ്റ്റ് ചോദിക്കുമോ? ചാൻസ് വളരെ കുറവാണ് മഹേശ്വരൻ. ഡോണ്ട് വറി, ചാൻസ് കുറവാണ്. ഓക്കെ, യെസ്. ആരാണ് സ്റ്റേറ്റ് കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ ആൻഡ് ലൂപ്പ് റൂൾ? ജംഗ്ഷൻ റൂൾ ആരാ പറയാ? ജംഗ്ഷൻ റൂൾ ഏറ്റവും സിമ്പിൾ റൂൾ ആണ് ജംഗ്ഷൻ റൂൾ. നമുക്കൊരു ജംഗ്ഷൻ വരയ്ക്കാം. ഒരു റെസിസ്റ്റർ ഇങ്ങനെ വരുന്നു, ഒരു റെസിസ്റ്റർ ഇങ്ങനെ വരുന്നു, മറ്റൊരു റെസിസ്റ്റർ ഇങ്ങനെ 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 എത്ര റെസിസ്റ്ററും ചേർന്ന് നിൽക്കുന്ന ഒരു ജംഗ്ഷൻ. ഓക്കെ, അതിൽ ഓരോ റെസിസ്റ്ററിലൂടെയും കറണ്ട് വരുന്നുണ്ട്. I1 I2 വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ കറണ്ടും ജംഗ്ഷനിലേക്ക് വരാൻ പാടില്ല, എല്ലാ കറണ്ടും പോവാനും പാടില്ല. ഇപ്പോൾ ഒരു ജംഗ്ഷനിൽ നിങ്ങൾക്ക് 3, 4, 5 ഒക്കെ ബ്രാഞ്ചുകൾ അവിടെ വെക്കാം. ഓക്കെ, എത്ര ബ്രാഞ്ച് വെച്ചാലും കുഴപ്പമില്ല. കുറച്ച് കറണ്ടുകൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കറണ്ടെങ്കിലും വരണം, ബാക്കി കറണ്ടുകൾ പോവണം. എല്ലാം വരരുത്, അതുപോലെ എല്ലാം പോകുന്നവരും ആവാൻ പാടില്ല. അറിയാലോ നിങ്ങൾക്ക് ആ റൂള്. ദാ ലജിത്ത് ലിയോ, ലാൽജിത്ത് ലിയോ, അടിപൊളി. ഇതാ ലാൽജിത്ത്, ഇതാ ആൻസറുമായി ലാൽജിത്ത് എത്തിയിരിക്കുകയാണ്. ദ algebraic sum of current meeting any junction is always zero. That is great ലാൽജിത്ത്. I1 ഉം I2 വരുന്നുണ്ട്. നമുക്ക് I3 പുറത്തേക്ക് കാണിക്കാം, I4 ഉം I5 ഒക്കെ പുറത്തേക്ക് കാണിക്കാം. സോ I4 I5 അകത്തേക്ക് പുറത്തേക്കൊക്കെ നിങ്ങളെ സൗകര്യം പോലെയാണ്. നിങ്ങൾക്ക് എത്രയും പുറത്തേക്ക് കാണിക്കാം, എത്ര അകത്തേക്ക് കാണിക്കാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എല്ലാം ജംഗ്ഷനിലേക്ക് എന്ന് വരാൻ പാടില്ല. എല്ലാം ജംഗ്ഷനിൽ നിന്ന് ഔട്ട് അങ്ങനെയും വരാൻ പാടില്ല. കുറച്ച് ജംഗ്ഷനിലേക്ക്, കുറച്ച് ജംഗ്ഷൻ ഔട്ട്. അപ്പോൾ ജംഗ്ഷനിലേക്ക് വരുന്നതിനെ പോസിറ്റീവ് ആക്കി എടുത്താൽ I1 + I2. ജംഗ്ഷനിൽ നിന്ന് പോകുന്നതിനെ നെഗറ്റീവ് ആക്കി എടുത്താൽ -I3 -I4 -I5 ഈസ് ഈക്വൽ ടു 0. ഇതാണ് ലാൽജിത്ത് പറഞ്ഞിരുന്നത്. algebraic sum of current meeting a junction is 0. വേറെ ആരാ പറയാ? പറയടാ. algebraic sum of current meeting a junction is equal to 0 എന്ന് മഹേശ്വരനും പറയുന്നുണ്ട്. എവിടെ പോയി വിനായക്? എവിടെ പോയി അലീന? വേഗം പറ അലീന. യെസ്, ആ മൈനസ് കറണ്ടുകൾ നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെയും എഴുതാം, I1 + I2 ഈസ് ഈക്വൽ ടു I3 + I4 + I5. അടിപൊളി. നാളത്തെ എക്സാമിന് മക്കളെ നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോഴേ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോളൂ. ക്വസ്റ്റ്യൻ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ പറയും, ഈ ക്വസ്റ്റ്യൻ വന്നു എന്ന് നിങ്ങൾ പറയും. യെസ്, കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ ആൻഡ് ലൂപ്പ് റൂൾ. മക്കളെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എനിക്കൊരു പ്രഡിക്ഷൻ ആണ്, ആ പ്രഡിക്ഷനിൽ ആ ക്വസ്റ്റ്യൻ വരും. യെസ്, എങ്ങനെയാണ് ലൂപ്പ് റൂൾ പറയാം? ആരാണ് ലൂപ്പ് റൂൾ പറയാം? ലാൽജിത്ത് എളുപ്പത്തിൽ എങ്ങനെ ലൂപ്പ് റൂൾ പറയും? ആരാണ് പറയാ? ലൂപ്പ് റൂൾ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ലൂപ്പ് എടുക്കുക. ഒരു സിമ്പിൾ ലൂപ്പ് വെച്ച് കാണിക്കുകയാണ്. ഇതാ ഒരു റെസിസ്റ്റർ, മറ്റൊരു റെസിസ്റ്റർ, ദെൻ ഒരു ബാറ്ററി. എനിക്ക് ഇത്ര മതി, സിമ്പിൾ ലൂപ്പ് എന്ന് പറയാം. ഒരു സിമ്പിൾ ലൂപ്പ്. ഓക്കെ, ഇതിലെ കറണ്ട് ഇങ്ങനെ വരുന്നുണ്ട്, ആ കറണ്ട് ഇതിലേക്ക് കടന്നു പോകും R1, ഇതിലേക്ക് കടന്നു പോകും R2. ഓക്കെ, ഇവിടെയുള്ള ബാറ്ററിയുടെ EMF E ആണ്. അങ്ങനെയാണെങ്കിൽ വെരി 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 സിമ്പിൾ. ദ algebraic sum of product of current and resistance. നമ്മൾ നോക്കേണ്ടത് ഈ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ യെസ് ആദിത് CV, താങ്ക് യു ഫോർ എവറിത്തിങ്. എന്തിനാണ് ആ താങ്ക് യു ഒക്കെ? ഇത് നമ്മളെ ചങ്കല്ലേ, താങ്ക് യുവിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ പഠിക്കുക, ഫുൾ മാർക്ക് സെറ്റ് ആക്കുക കേട്ടാ. അപ്പൊ നമ്മൾ നിങ്ങളോടാണ് അങ്ങോട്ട് താങ്ക് യു പറയുക. കാരണം നമ്മളെ ക്ലാസ്സൊക്കെ കണ്ട് നിങ്ങൾ ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. യെസ് ആദിത്. അപ്പൊ ഇതിലെ I എന്നൊരു കറണ്ട് നമ്മൾ R1 പാസ് ചെയ്യുന്നുണ്ട്, അതേ കറണ്ട് R2 പാസ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ I × R പ്രോഡക്റ്റ് എടുത്താൽ എങ്ങനെ ഉണ്ടാവുക? I × R1 + I × R2. കഴിഞ്ഞല്ലോ, 2 റെസിസ്റ്ററിലേ ഉള്ളൂ, രണ്ടിലൂടെയുള്ള കറണ്ട് മാർക്ക് ചെയ്തില്ലേ? I × R1 + I × R2 ദാറ്റ് ഈസ് ഈക്വൽ ടു EMF ഓഫ് ദ ലൂപ്പ്. സോ ദിസ് ഈസ് കോൾഡ് വോൾട്ടേജ് റൂളിന്റെ ഏറ്റവും സിമ്പിൾ ഫോമാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടുകൾ അറിയാമെങ്കിൽ മക്കളെ പൊളിച്ചെഴുതിക്കോ. ഞാൻ അവസാനത്തെ നമ്മുടെ ഫൈനൽ റൗണ്ട് ക്ലാസ് ആകുമ്പോൾ വല്ലാതെ കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ ഞാൻ കാണിച്ചു തന്നതാണ്. എല്ലാവർക്കും അത് ക്ലിയർ ആണോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു ലൂപ്പ് എടുക്കുക, എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട് നോക്കുക, അതിലേക്ക് പോകുന്ന കറണ്ട് നോക്കുക, I × R I × R I × R എത്ര ഉണ്ടോ മുഴുവൻ എഴുതാം. അതെല്ലാം ഒരു സൈഡിൽ ഈസ് ഈക്വൽ ടു ആ ലൂപ്പിന്റെ EMF എഴുതുക. കഴിഞ്ഞു പണി. ദ algebraic sum of
product of current and resistance is equal to EMF of the loop. Yes. പറഞ്ഞോളൂ, സെറ്റ് അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലടാ. ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഇതാ വീണ്ടും. അയാളൊരു പ്രശ്നക്കാരനാണോ? ഒരു പ്രശ്നമില്ല. ഹൈഗൻസ് പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ സൂപ്പറായിട്ട് പറഞ്ഞില്ലേ? വേവ് ഫ്രണ്ട് പറഞ്ഞില്ലേ? വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും സെക്കൻഡറി സോഴ്സ് ഓഫ് ലൈറ്റ് ആണെന്ന് പറഞ്ഞില്ലേ? മക്കൾക്ക് അറിയാലോ, മാർച്ച് 2023 ആണേ, കണ്ടടാ. അപ്പോൾ 2023 പബ്ലിക് എക്സാമിനും ചോദിച്ചു ഹൈഗൻ, ജൂലൈ എക്സാമിനും ചോദിച്ചു. ഹൈഗനെയും കൊണ്ടൊരു രക്ഷയും ഇല്ല. വിനായക് സന്തോഷ്, യെസ് ഓക്കേടാ, കറക്റ്റാടാ കുട്ടാ, യു ആർ സൂപ്പർ. വിനായകെ റെഡി. എന്താ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ക്ലാസ് ഒന്ന് കട്ടായി പോയത്? ഒരു കുഴപ്പമില്ലല്ലോ. എന്തോ ക്ലാസ് ഒന്ന് കട്ടായോ? എൻ്റെ ലൈവ് ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. ഞാനൊന്ന് സെറ്റ് ചെയ്തോട്ടെ മക്കളെ. ഓക്കെ, റെഡി. വീണ്ടും കട്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ ജിയർ സാറേ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? റെഡി അല്ലേ? യെസ്. എൻ്റെ ഫോണിൽ ലൈവ് എന്നാ കട്ടായി പോകുന്നു. എന്തായിരിക്കും? എൻ്റെ ഡാറ്റ തീർന്നോ മക്കളെ? ഓക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വിചാരിക്കുകയാണ്. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എനിവേ, യെസ്, ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എക്സ്പ്ലെയിൻ റിഫ്രാക്ഷൻ ഓഫ് എ പ്ലെയിൻ വേവ് യൂസ് ഇൻ ഹൈഗൻസ് പ്രിൻസിപ്പിൾ. മക്കളെ, ഈ ചാപ്റ്ററിൽ നമുക്ക് ആകെ 2 ഡെറിവേഷൻ ഉള്ളൂ. ഏത് ചാപ്റ്ററിൽ? വേവ് ഒപ്റ്റിക്സിൽ നമുക്ക് ആകെ 2 ഡെറിവേഷനേ ഉള്ളൂ മെയിനായിട്ട് പഠിക്കാൻ. ഒരു മാലൂസിലോ അവസാനം ചെറുതായിട്ടൊന്ന് വരുന്നുണ്ട്, ഡെറിവേഷൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ബട്ട് ഹൈഗന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും 2 ഡെറിവേഷൻസ് ആണ്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം, നിങ്ങൾ അത് പഠിക്കണം. ഓക്കെ, യെസ്, എൻ്റെ ലൈവ് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഷാജു സിമ്പിൾ വേ എന്ന് പറയുന്നുണ്ട്. യെസ് മക്കളെ, സിമ്പിൾ വേ മതിയടാ. ആദ്യം എന്താ ചോദിക്കുന്നത്? 30 മാർക്ക് കിട്ടാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം? അങ്ങനെയില്ല ആദ്യത്തെ, നീ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിനക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇപ്പം അങ്ങ് പഠിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ ഉണ്ട്. ഏത് ചാപ്റ്റർ പഠിച്ചാലും നമുക്ക് ഒരു 4-5 മാർക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നിനക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള, നിനക്ക് സിമ്പിൾ എന്ന് തോന്നുന്ന ഒരു 6 ചാപ്റ്റർ അങ്ങ് കട്ടക്ക് പഠിക്കും. ആ 6 ചാപ്റ്റർ പഠിച്ചാൽ ഒരു 30 മാർക്ക് അവിടുത്തെ ഗ്യാരണ്ടിയാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നീ ഒന്ന് ജസ്റ്റ് നോക്കിപ്പോയാൽ മതി. 30 മാർക്കിനൊന്നും ഒരു കുഴപ്പമില്ലടാ, കേട്ടാ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ചാപ്റ്റർ എന്നുള്ളതല്ല, നമുക്ക് ഏത് ചാപ്റ്റർ പഠിച്ചാലും മാർക്കാണ്. ചില ചാപ്റ്റർ കുറച്ചേ പഠിക്കാനുണ്ടാവുള്ളൂ, അപ്പോൾ അതിന് 2-3 മാർക്കേ ചോദിക്കുള്ളൂ. ചില ചാപ്റ്റർ ഇപ്പോൾ റേ ഒപ്റ്റിക്സ് ഒരുപാട് പഠിക്കാനുണ്ട്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 10 മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഏത് ചാപ്റ്റർ പഠിച്ചോ, നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മാർക്ക് ഉണ്ടാവും. എന്തിനാണ് പേടിക്കുന്നത്? ഒരു പേടിയും വേണ്ട, കേട്ടാ? എക്സ്പ്ലെയിൻ റിഫ്രാക്ഷൻ. യെസ്, അതേ അടിപൊളി. ഡെറിവേഷൻ മാത്രമുള്ള ഒരു വീഡിയോ പിന്നെന്താ നമുക്ക് ചെയ്യാലോ? പബ്ലിക് എക്സാമിന് മുന്നേ കണ്ടിപ്പാ ചെയ്തിരിക്കും, കേട്ടോ ഷാജു? റെഡി. റിഫ്രാക്ഷന് വേണ്ടി നമുക്ക് ആദ്യം ഒരു റിഫ്രാക്റ്റീവ് സർഫേസ് വരയ്ക്കാം. ഒരു സർഫേസ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത് മക്കളെ, നിങ്ങൾക്ക് ഈ വേവ് ഫ്രണ്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നോക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഒരു വേവിനെ ഇങ്ങനെ വരച്ചാൽ, ഒരു ലൈറ്റ് വേവ് ഇങ്ങനെ വരച്ചാൽ എപ്പോഴും വേവ് ഫ്രണ്ട് ഉണ്ടാവുക. ഇപ്പം ലൈറ്റാണ് ഈ പോകുന്നത് കേട്ടോ, ഇങ്ങനെ ലൈറ്റ് പോകുമ്പോൾ വേവ് ഫ്രണ്ട് ഉണ്ടാവുക ഈ ലൈറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ന കാര്യം മക്കൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വേവ് ഫ്രണ്ട് വരയ്ക്കാം, ഇവിടെ വേവ് ഫ്രണ്ട് വരയ്ക്കാം. ഞാൻ ആ വരച്ചിരിക്കുന്ന ലൈൻസ് ഒക്കെ വേവ് ഫ്രണ്ടാ. പക്ഷേ ഈ കാണുന്ന ഇത് വേവ് ഫ്രണ്ടാ കേട്ടോ. ഇത് വേവ് ഫ്രണ്ട്. അതായത് വേവ് ഫ്രണ്ട് ഇങ്ങനെ നീങ്ങി ഇങ്ങനെ പോവുക. ലൈറ്റ് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് വേവ് ഫ്രണ്ട് ഇങ്ങനെ നീങ്ങി ഇങ്ങനെ പോകും. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകും. ഇതാണ് ലൈറ്റ്. യെസ്, ഇതായിരിക്കും വേവ് ഫ്രണ്ടുകൾ. കണ്ട അടിപൊളി കണ്ടോ? അപ്പോൾ വേവ് ഫ്രണ്ടുകളും ലൈറ്റ് ഇങ്ങനെ വരുന്നു, വേവ് ഫ്രണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ലൈറ്റ് വീണ്ടും മുന്നോട്ട് പോകുന്നു, വേവ് ഫ്രണ്ട് ഇവിടെ. കണ്ടോ? അപ്പോൾ വേവ് ഫ്രണ്ടും ലൈറ്റും വരയ്ക്കുമ്പോൾ അവിടെ ഒരു 90 ഡിഗ്രി കീപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, നമുക്ക് ഡെറിവേഷനിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ് മക്കളെ. ഒരു ലൈറ്റ് അല്ല, ഒരു ബീം ഓഫ് ലൈറ്റ് ആണ്. യെസ്, കണ്ടോ? അപ്പോൾ ഇതാണ് ലൈറ്റുകൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ ആരാ വേവ് ഫ്രണ്ട് വരയ്ക്കുക? യെസ്, ഇതാണ് വേവ് ഫ്രണ്ട്. കറക്റ്റ്, അടിപൊളി. കണ്ട, ഇവിടെ 90 ഡിഗ്രി വന്നിട്ടില്ലേ? 90 ഡിഗ്രി വന്ന കണ്ടില്ലടാ കൂട്ടാ? യെസ്, 90 ഡിഗ്രി. ഇതാണ് വേവ് ഫ്രണ്ട്. ആ വേവ് ഫ്രണ്ടിന് നീങ്ങി ഇങ്ങനെ പോകും. ഈ വേവ് ഫ്രണ്ട് ഇങ്ങനെ നീങ്ങി ഇവിടെ എത്താം. വേവ് ഫ്രണ്ട് ഇങ്ങനെ നീങ്ങി ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ വേവ് ഫ്രണ്ട് വരക്കണം. യെസ്, ഇത് വരയ്ക്കുന്നത് മക്കളോട് തെറ്റിപ്പോവരുത്. ഞാൻ വരക്കട്ടെ? യെസ്, അപ്പോൾ ഇവിടെ വേവ് ഫ്രണ്ട് വരയ്ക്കാം.
സെറ്റ്. അപ്പോൾ വേവ് ഫ്രണ്ടുകളായി കേട്ടോ. ഇനി നമുക്ക് റിഫ്രാക്റ്റഡ് ലൈറ്റ് വരയ്ക്കണം. റിഫ്രാക്റ്റഡ് ലൈറ്റ് വരയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ നോർമൽ കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെ നോർമൽ കാണാം. കണ്ടല്ലോ, നോർമൽ. ഇതിപ്പോൾ റയറർ മീഡിയവും ഇത് ഡെൻസർ മീഡിയവും ആണെങ്കിൽ നോർമലിൻ്റെ അടുത്തേക്കല്ലേ ബെൻഡ് ചെയ്യുക? അല്ലേ ആദ്യത്തെ പറ ഷാജു, എവിടെ പോയി? വിനായക് എവിടെ? നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യണ്ടേ? യെസ്, ദാ ഈ ലൈറ്റ് നോർമലിൻ്റെ ഇച്ചിരി അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ലൈറ്റിന് പാരലായിട്ട് അടുത്ത ആൾ നോർമലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യും. കണ്ടോ, നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. ഇതാ ഈ വരച്ച സാധനം ഉണ്ടല്ലോ, ഇത് വരച്ച സാധനം ഉണ്ടല്ലോ, ഇതിന് പാരലായിട്ടാണ് ഇയാൾ ഉണ്ടാവേണ്ടത്. ഇങ്ങനെ ഉണ്ടാവണം. ഓക്കെ. യെസ്. അപ്പോൾ വേവ് ഫ്രണ്ട് എങ്ങനെയാ വരയ്ക്കുക? ഈ റിഫ്രാക്റ്റഡിന്റെ വേവ് ഫ്രണ്ട് എങ്ങനെയാ വരയ്ക്കുക? റിഫ്രാക്റ്റഡിന്റെ വേവ് ഫ്രണ്ട് അതിന് 90 ഡിഗ്രി വരയ്ക്കണം. കണ്ടോ, ഇതാ ഈ പോകുന്നതാണ് ലൈറ്റ്, ഈ പോകുന്നതാണ് ലൈറ്റ്. അപ്പോൾ വേവ് ഫ്രണ്ട് വേവ് ഫ്രണ്ട് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടാവും, വേവ് ഫ്രണ്ട് ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ ഇവിടെ ഉണ്ടാവില്ല വേവ് ഫ്രണ്ട്? ഉണ്ടാവണമല്ലോ, ഇവിടെ ഉണ്ടാവും വേവ് ഫ്രണ്ട് ഇങ്ങനെ. അപ്പോൾ അവിടെയും ഞാനൊരു 90 ഡിഗ്രി ലൈൻ വരയ്ക്കുകയാണ്. യെസ് മക്കളെ, തെറ്റിക്കല്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റാത്ത തന്നെ മക്കളെ ഏകദേശം സാധനം സെറ്റായി. അപ്പോൾ 2 കാര്യങ്ങൾ മക്കൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇതാണ് ലൈറ്റുകൾ വരുന്നത്, ഇതാണ് വേവ് ഫ്രണ്ട്. ഈ വേവ് ഫ്രണ്ട് ഇവിടെ നിന്നും ഇങ്ങനെ നീങ്ങി ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഈ ലൈറ്റും ഈ വേവ് ഫ്രണ്ടും ഉറപ്പായിട്ടും ഇങ്ങനെ കുത്തനെ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കണം. ഓക്കെ, അടുത്ത റിഫ്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഉണ്ട് വേവ് ഫ്രണ്ട്. കണ്ടോ, ഇതാണ് വേവ് ഫ്രണ്ട് 90 ഡിഗ്രി. ഈ വേവ് ഫ്രണ്ട് ഇങ്ങനെ നീങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് വരയ്ക്കാൻ പറ്റിയാൽ തന്നെ സംഗതി ഓൾമോസ്റ്റ് സെറ്റാണോ ഷാജു പറ? ഇത് നമുക്ക് ചില ആംഗിൾസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. ഇത് ഐ ആണെങ്കിൽ മക്കൾ പറയും ഇത് 90 - I ആയിരിക്കൂലേ? എന്തുകൊണ്ടാണ് ഇത് 90 - I ആവുന്നത്? ഞാൻ പറഞ്ഞു, ഇതാണ് ലൈറ്റ്, ഇതാണ് വേവ് ഫ്രണ്ട്, അവർ 90 ഡിഗ്രിയിലാണ്. അപ്പോൾ 90 ഡിഗ്രി വരച്ചേ പറ്റൂ കണ്ടിപ്പാ, എന്നാലേ ഇത് 90 - I ആവുള്ളൂ. കണ്ടോ, ഇത് 90 - I. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യാം മക്കളെ, ഇത് 90 - I. അങ്ങനെയാണെങ്കിൽ ഇതെന്താടാ? ഇതെത്രയാ? ഇത് വീണ്ടും I ആയിരിക്കും. എന്തുകൊണ്ടാ? ഇത് നോർമൽ അല്ലേ, ഇത് നമ്മുടെ റിഫ്രാക്റ്റിംഗ് സർഫേസ് അല്ലേ. നോർമലും റിഫ്രാക്റ്റിംഗ് സർഫേസും ടോട്ടൽ 90 അല്ലേ. ഇത് 90 - I ആന്ന് പറഞ്ഞല്ലോ. ഇത് 90 - I ആണെങ്കിൽ ഉറപ്പല്ലടാ ഇത് I ആയിരിക്കണ്ടേ? അടിപൊളി, കിട്ടി. അപ്പോൾ ഇത് വീണ്ടും I. അപ്പോൾ ഇങ്ങനെ കൃത്യമായ ഐയും 90 - I കിട്ടണമെങ്കിൽ 90 ആദ്യം അവിടെ പെർഫെക്റ്റ് ആയിരിക്കണം. ഇനി റിഫ്രാക്ഷനിലേക്ക് പോകുമ്പോൾ ഇതാണ് R. ഇത് R ആണെങ്കിൽ മക്കൾ പറ, ഇത് എത്ര ഉണ്ടാകും? ഇത് 90 - R ഉണ്ടാകും. ഞാൻ വീണ്ടും പറഞ്ഞു, ഇതാണ് വേവ് ഫ്രണ്ട്, ഇതാണ് ലൈറ്റ്. വേവ് ഫ്രണ്ടും ലൈറ്റും ടോട്ടൽ 90 ആണ്. ടോട്ടൽ 90. അപ്പോൾ ഇത് R ആണെങ്കിൽ ഇത് 90 - R. ശരിയല്ലടാ? അപ്പോൾ ഇത് 90 - R. ഇത് 90 - R ആണെങ്കിൽ ഇതെത്ര മക്കളെ? വേഗം പറഞ്ഞോ. കാരണം വീണ്ടും ഇത് റിഫ്രാക്റ്റിംഗ് സർഫേസ്, ഇത് നോർമൽ. ഇതിവിടെ 90 - R വന്നാൽ, ഇത് 90 - R വന്നാൽ ഇത് വീണ്ടും R ആയിരിക്കില്ലടാ? ആയിരിക്കണം. ആണ്, ഇത് R. അപ്പോൾ ഇങ്ങനെ ഐയും ആറും കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വരച്ചിരിക്കുന്നിടത്ത് 90 വരേണ്ട സ്ഥലം ശ്രദ്ധിച്ചേ പറ്റൂ മക്കളെ, ശ്രദ്ധിച്ചേ പറ്റൂ. ഇനി ഞാൻ മറ്റു ചില പോയിന്റുകൾ മാർക്ക് ചെയ്യാം. ഈ സ്ഥലമാണ് എ, ഇതാണ് ബി, ഇതാണ് സി. ഓക്കെ, ഇതാണ് എ, ഇതാണ് ഡി, ഇതാണ് സി. അപ്പോൾ 2 ട്രയാങ്കിളുകൾ എടുക്കുകയാണ്, 2 ട്രയാങ്കിളുകൾ. ഓക്കെ, ഞാൻ നേരത്തെ വരച്ച ഈ സാധനമൊക്കെ ഞാൻ മാച്ച് കളിയാണ്. 2 ട്രയാങ്കിളുകൾ നിങ്ങൾ നോക്കാം. ട്രയാങ്കിൾ എ ബി സി കണ്ടോ, ട്രയാങ്കിൾ എ ഡി സി, ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ഡി സിയും കണ്ടോ മക്കളെ? യെസ്, ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ഡി സി. ഈ ട്രയാങ്കിൾ എ ബി സിയിൽ നിന്ന് ഞാൻ എഴുതുകയാണ് സൈൻ ഐ. ഈ ആംഗിളിൻ്റെ സൈൻ ഐ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഇത് ഹൈപ്പോട്ടിന്യൂസ് ആവണമെങ്കിലും ഇത് 90 ആവൽ നിർബന്ധം അല്ലേ? ഇത് 90 ആലല്ലേ നമുക്ക് ഇതിന് ഹൈപ്പോട്ടിന്യൂസ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയും 90 വരക്കൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് ബി സി, ഹൈപ്പോട്ടിന്യൂസ് എ സി. സോ ബി സി ഡിവൈഡഡ് ബൈ എ സി. സൈൻ ഐ ഇസ് ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ എ സി. ഇനി നിങ്ങൾ നോക്കിയേ, ആരാണ് ഈ ബി സി? ബി സി എന്ന് പറയുന്നത് ഇൻസിഡന്റ് ലൈറ്റ് സഞ്ചരിച്ചൊരു ദൂരമല്ലേ?
അല്ലേ? ഈ ഇൻസിഡന്റ് ലൈറ്റ് സഞ്ചരിച്ചൊരു ദൂരമല്ലേ ബി സി? ലൈറ്റ് ഇങ്ങനെ പോവല്ലേ, ആ ദൂരത്തെ നമ്മൾ എസ് എന്ന് പറയുന്ന ദൂരത്തെ നമ്മൾ ബി സി എന്ന് പറയുന്ന ദൂരത്തെ നമ്മൾ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞൂടെ? വെലോസിറ്റി ഇൻറ്റു ടൈം. ഞാൻ ആ വെലോസിറ്റിയെ v1 എന്ന് വിളിക്കുകയാണ്. കാരണം v1 എന്ന് വിളിക്കാനുള്ള കാരണം ഇതൊരു മീഡിയമാണ്, ഇത് മറ്റൊരു മീഡിയമാണ്. രണ്ട് മീഡിയത്തിലും ഒരേ വെലോസിറ്റി ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ മീഡിയം എടുത്തത് കൊണ്ട് ആ വെലോസിറ്റിയെ v1 എന്ന് വിളിച്ചു. സോ v1t ഡിവൈഡഡ് ബൈ എ സി. അപ്പൊ എന്തുകൊണ്ടാണ് ബി സിയെ v1t എന്ന് എഴുതിയത്? ബി സി എന്ന് പറയുന്നത് ലൈറ്റ് സഞ്ചരിച്ച ദൂരം, ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഇനി ട്രയാങ്കിൾ എ ഡി സി എടുക്കാം. ട്രയാങ്കിൾ എ ഡി സി എന്താണ്? സൈൻ ആർ. സൈൻ ആർ ഇതാ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. വീണ്ടും ഇത് ഹൈപ്പോട്ടന്യൂസ് ആവണമെങ്കിൽ ഇത് 90 ആവണം, ഉറപ്പാണ്. സോ എ ഡി ബൈ എ സി അല്ലേ? സൈൻ ആർ ഇസ് ഈക്വൽ ടു എ ഡി ബൈ എ സി. പറയണം മക്കളെ, ആരാണ് എ ഡി? വേഗം പറഞ്ഞു. ആരാ പറയാ? ആദിത്യ സി വി പ്രിസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മോനെ. പ്രിസമാടാ. ഇന്ന് നേരത്തെ ലൈവ് നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞ ഡെറിവേഷൻ പ്രിസമായിരുന്നു. മോനൊരു കാര്യം ചെയ്യുക, ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇന്ത്യ ഒന്ന് ബാക്കോട്ടേക്ക് അടിച്ചു നോക്കുക. വീണ്ടും പ്രിസം പറഞ്ഞാൽ നേരത്തെ പ്രിസം കേട്ടവർ എന്നെ തല്ലും. ഓക്കെ, കാരണം നമ്മൾ അടിപൊളിയായിട്ട് നേരത്തെ പ്രിസം പറഞ്ഞതാണ്. സോ പൊന്നു മോനൊരു കാര്യം ചെയ്തോളൂ, ഒന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി കേട്ടാ. സോ സൈൻ ആർ എന്ന് പറഞ്ഞാൽ എ ഡി ബൈ എ സി അല്ലടാ, സൈൻ ആർ എന്ന് പറഞ്ഞാൽ എ ഡി ബൈ എ സി. അപ്പൊ ഞാൻ ചോദിച്ചത് യെസ് ആർ ആദ്യത്തെ അടിപൊളി. എ ഡി എന്താ? എ ഡി എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റഡ് ലൈറ്റ് സഞ്ചരിച്ച ദൂരമല്ലേ? റിഫ്രാക്റ്റഡ് ലൈറ്റ് അതേ ടി സമയം, ഇവിടെ ഒരു ടി സമയമാണെങ്കിൽ അതേ ടി സമയം കൊണ്ട് റിഫ്രാക്റ്റഡ് ലൈറ്റ് സഞ്ചരിച്ച ദൂരമാണ് എ ഡി. ആ ദൂരത്തെ നമുക്ക് വീണ്ടും വി ഇൻറ്റു ടി എന്ന് പറയാം. പക്ഷേ ആ വി എന്ന് പറയുന്നത് v2 ആയിരിക്കും. സോ v2t ഡിവൈഡഡ് ബൈ എ സി സൈൻ ആർ. എന്തുകൊണ്ടാണ് v2 വന്നത്? നമ്മൾ v1 എഴുതിയത് ഫസ്റ്റ് മീഡിയത്തിലാണ്. സോ v2 സെക്കൻഡ് മീഡിയത്തിൽ. നേരെ ഡിവൈഡ് ചെയ്തോളൂ. എന്താണ്? സൈൻ ഐ ബൈ സൈൻ ആർ. Wow, super. Sin I by sin R. V1t by AC by v2t by AC. T പോയി AC പോയി എന്ത് ബാക്കി? v1 by v2 is a constant അല്ലേ? v1 ഒരു വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, v2 അതും കോൺസ്റ്റന്റ് ആണ്. രണ്ട് കോൺസ്റ്റന്റ് ഡിവൈഡ് ചെയ്ത് വീണ്ടും കോൺസ്റ്റന്റ് ആണ്. സോ sin I by sin R is a constant. ആ കോൺസ്റ്റന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ n2 by n1 എന്നും പറയാം. ഇതിനെ തന്നെ നമ്മൾ സ്നെൽസ് ലോ എന്നും പറയാറുണ്ടല്ലേ മക്കളെ? യെസ്, അടിപൊളി. അപ്പോൾ കഴിഞ്ഞു. അതാണ് റിഫ്രാക്ഷൻ. നിഖിൽ പ്രിൻസ് തിവാരി, എൻ്റെ അമ്മോ അടിപൊളി പേരൊക്കെയാണ്, സൂപ്പർ പേരാണ്. ലെവിൻ സർ, ഐ വിൽ ഷെയർ ദിസ് ലൈവ് ടു മൈ ഫ്രണ്ട്സ്. യെസ്, താങ്ക് യു ലെവിൻ. മൈ ഹാർട്ട് ഗോസ് ടു യു. ഓക്കെ, യെസ്. ലെവിന് നമ്മളോടുള്ള ഇഷ്ടമാണ് കാണുന്നത്. നല്ല അടിപൊളി ക്ലാസ്സൊക്കെ കണ്ടപ്പോൾ ലെവിൻ ആ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ പോവാണ്. ലെവിൻ മാത്രമല്ല, എല്ലാവരും ഷെയർ ചെയ്യൂ. മക്കൾ പഠിക്കട്ടെ. നമ്മുടെ ഏഗണിൻ്റെ ക്ലാസ് കണ്ടിട്ട് നമ്മളത് നാളത്തെ നിങ്ങളുടെ എക്സാമൊക്കെ സൂപ്പറായിട്ട് കടന്നു പോകണം. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സ്റ്റേറ്റ് കിർച്ചോഫ്സ് റൂൾസ്. പറയേണ്ട കാര്യമുണ്ടോ മക്കളെ? 2023 വീണ്ടും ചോദിക്കുന്നു കിർച്ചോഫ്സ് റൂൾസ്. റൂൾസ് എന്ന് പറയുമ്പോൾ രണ്ട് റൂൾ നിങ്ങൾക്ക് പറയാം. ജംഗ്ഷൻ റൂൾ, ഒരു ജംഗ്ഷനിൽ ആൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് ദ ജംഗ്ഷൻ ഈസ് 0. യെസ്, നിഖിൽ പ്രിൻസ് തിവാരി, അടിപൊളി. ആദിത്യൻ വി 100 and 100. Obtain the balance. Wow. The balancing condition of Wheatstone's bridge with the help of a diagram. മക്കളെ സെറ്റാണോ? ബെറ്റർ നിങ്ങൾ പോയാലോ? കൂടെ പിടിച്ചോളൂലേ? സെറ്റാക്കി പിടിച്ചോളൂലേ? പോവല്ലേ നമ്മള്? വീസ്റ്റോൺ ബ്രിഡ്ജിലേക്ക് പോകണേ. യെസ്, സർക്യൂട്ട് വരയ്ക്കാം. സർക്യൂട്ട്, ഒരു റെസിസ്റ്റർ, മറ്റൊരു റെസിസ്റ്റർ, നാലാമതൊരു റെസിസ്റ്റർ. ഇതിലൂടെ ഒരു ബ്രിഡ്ജായിട്ട് നമ്മുടെ ഗാൽവനോമീറ്റർ ജി. ഓക്കെ, ഇവിടെ നമുക്ക് എഴുതാം റെസിസ്റ്റർ പി ക്യു ആർ എസ്. മക്കൾ അത് R1 R2 R3 R4 എന്ന് പഠിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, അങ്ങനെയും പഠിക്കാം. യെസ്, ദെൻ ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് ഫോഴ്സ് ഉണ്ട്. സെറ്റ്. കറണ്ട് അങ്ങ് മാർക്ക് ചെയ്യാം. തപ്പട്ടപ്പേന്ന് കറണ്ട് അങ്ങ് മാർക്ക് ചെയ്യാം. കറണ്ട്, മെയിൻ കറണ്ട് വരുന്നു I. ഈ ജംഗ്ഷനിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു I1 and I2. ഇവിടെ പോകുന്നു I1, ഇവിടെ പോകുന്നു I2. I1 ഇവിടെ എത്തുന്നു, വീണ്ടും സ്പ്ലിറ്റ്. ഇതിലെ പോകുന്നു I3, ഇതിലെ പോകുന്നു IG. സെറ്റ് അല്ലേ? അടുത്ത ജംഗ്ഷൻ എടുക്കുന്നു. ഈ ജംഗ്ഷൻ, ആ ജംഗ്ഷനിലേക്ക് IG വന്നുകൊണ്ടിരിക്കുകയാണ്, I2 വന്നുകൊണ്ടിരിക്കുകയാണ്. IG-യും I2-യും ആഡ് ചെയ്യപ്പെടും. ആഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകും I4. അടുത്ത ജംഗ്ഷൻ എടുക്കാം. അടുത്ത ജംഗ്ഷൻ ഇതാണ്. ആ ജംഗ്ഷൻ നോക്കുമ്പോൾ I3 വരുന്നുണ്ട്, I4 വരുന്നുണ്ട്. വീണ്ടും രണ്ടും ആഡ് ചെയ്യാം.
ഇങ്ങോട്ട് പോകും നമ്മുടെ പഴയ ഐ. യെസ്, പാവമായി ആ സർക്യൂട്ട് കയറിയപ്പോ ആകെ പേടിച്ചു പോയിരുന്നു. അയ്യോ, ഞാൻ ഈ സർക്യൂട്ട് കയറി പല വഴിക്കായി പോയോ? ഒരു പ്രശ്നമില്ലടാ, ഏത് വഴിക്ക് പോയാലും അവസാനം അയാൾ തനി രൂപത്തിൽ തിരിച്ചു വരും. യെസ്, തിരുമ്പി വന്നാട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ? കറണ്ട് മാർക്ക് ചെയ്യാൻ പഠിച്ചോ മക്കളെ? കറണ്ട് മാർക്ക് ചെയ്യണേ, കറണ്ട് മാർക്ക് ചെയ്യണേ, കറണ്ട് മാർക്ക് ചെയ്യണേ. കറണ്ടും ഓരോ റെസിസ്റ്റൻസും അതിലേ പോകുന്ന കറണ്ടും അറിയണം. 5 റെസിസ്റ്ററുകൾ, PQRSഉം Gയും, മൊത്തം 5 റെസിസ്റ്ററുകൾ. ഓരോന്നിലൂടെയും പോകുന്ന കറണ്ട് കൃത്യമായിരിക്കണം. എന്നാലേ നമുക്ക് ഇക്വേഷൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. യെസ്, ആരാ പറയാ? ഞാൻ ജംഗ്ഷന്റെ പേര് കൊടുക്കട്ടെ, ജംഗ്ഷന്റെ പേര് കൊടുക്കട്ടെ. എ. ഓക്കെ, എ വൈറ്റ് കളറിലായിക്കോട്ടെ അല്ലേ? എ, ബി, സി, ഡി. ജംഗ്ഷൻ ബിയിൽ ജംഗ്ഷൻ റൂൾ പറയൂ, വേഗം പറയൂ, വേഗം പറയൂ. ജംഗ്ഷൻ ബിയിൽ എന്താ നോക്കേണ്ടത്? ഇതാണ് ജംഗ്ഷൻ ബി. ജംഗ്ഷൻ ബിയിലേക്ക് വരുന്ന കറണ്ട് I1, ഒരാളെ വരുന്നുള്ളൂ, 2 ആള് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ I1 ഷുഡ് ബി ഈക്വൽ ടു I3 പ്ലസ് IG. ശരിയല്ലേ? I1 ഈസ് ഈക്വൽ ടു I3 പ്ലസ് IG. ഇക്വേഷൻ 1. ആദ്യത്തെ സാർ പിക്ചറും ഇക്വേഷനും എഴുതിയാൽ മാർക്ക് തരുമോ? എന്തുകൊണ്ടില്ല? നമ്മുടെ മാർക്ക് സ്കീമിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഡയഗ്രത്തിന് കൃത്യമായ മാർക്കുണ്ട്, ഡെറിവേഷന് വേറെ മാർക്കുണ്ട്, ഫൈനൽ ഇക്വേഷൻ എത്തുന്നതിലേക്ക് വേറെ മാർക്കുണ്ട്, ഗ്രാഫുകൾക്ക് വേറെ മാർക്കുണ്ട്. അങ്ങനെ ഓരോ പാർട്ടാണ്. നിങ്ങൾക്ക് ചിത്രം മാത്രമേ അറിയുള്ളൂ, വരച്ച് വെക്കടാ, പകുതി മാർക്ക് കിട്ടും. ഡോണ്ട് വറി. ഓക്കെ, ജംഗ്ഷൻ ഡി പറയൂ. ആരാ പറയാ? ജംഗ്ഷൻ ഡി. ജംഗ്ഷൻ ഡി ആർക്കാണ് പേടി? ചക്കപ്പഴം, ചക്കപ്പഴമേ പേടിക്കല്ലേ, ഞങ്ങൾ ഇവിടെ ഇല്ലേ, എന്തിനാ പേടിക്കുന്നത്? ജംഗ്ഷൻ ഡി. ജംഗ്ഷൻ ഡിയിലേക്ക് വരുന്ന കറണ്ടാണ് I2 വരുന്നു, IG വരുന്നു, 2 കറണ്ടുകൾ വരുന്നു. പേടിക്കാതെ ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കൂ, നമുക്ക് നോക്കാം. ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഒന്നും കൊണ്ട് പേടിക്കണ്ട. അതാണ് ചോദിക്കുന്നത്, പാർവതി എസ് ചോദിക്കുന്നത്. എന്തിന്? ചക്കപ്പഴം ഒന്നും പഠിച്ചില്ല, പഠിപ്പിക്കാനല്ലേ നമ്മളിവിടെ. നോക്കടാ, I2 വരുന്നു, IG വരുന്നു, I4 ഇതാ ഓടിപ്പോകുന്നു. 2 പേര് വരുന്നു, അപ്പോൾ I4 അതാ ഓടിപ്പോകുന്നു. യെസ്, പെട്ടെന്ന് ഇക്വേഷൻ പറയാം. I2 പ്ലസ് IG ദാറ്റ് ഈസ് ഈക്വൽ ടു I4. ഇക്വേഷൻ നമ്പർ 2. റെഡി അല്ലേ? അടുത്ത നമ്മൾ എടുക്കുകയാണ് ലൂപ്പ്. ലൂപ്പ് ഏതാണ് ലൂപ്പ്? ABDA. ABDA, ഈ ട്രയാങ്കിൾ രൂപത്തിൽ നിൽക്കുന്ന ലൂപ്പ്. വേഗം പറയൂ, വേഗം പറയൂ. എത്ര റെസിസ്റ്റേഴ്സ്? 3 റെസിസ്റ്റേഴ്സ്, PGR. 3 റെസിസ്റ്റേഴ്സ്, PGR. ഏതൊക്കെയാ കറണ്ടുകൾ? പിയിലെ കറണ്ട് I1, ജിയിലെ കറണ്ട് IG, ആറിലെ കറണ്ട് I2. യെസ്, അവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പോവാണ്, ഇങ്ങനെ പോവാണ്. ഞാൻ ഇങ്ങോട്ട് പോവാണേ, ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ I1 എൻ്റെ കൂടെയാണ് വരുന്നത്. ഞാൻ ഇങ്ങോട്ട് പോവാണേ, IGയും എൻ്റെ കൂടെയാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് പോയപ്പോൾ I1 എൻ്റെ കൂടെ, ഞാൻ ഇങ്ങോട്ട് പോയപ്പോൾ IG എൻ്റെ കൂടെ. ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ I2 ഇതാ ഓപ്പോസിറ്റ്. അപ്പോൾ ആ പ്രോഡക്റ്റ് നെഗറ്റീവ് ആക്കി എടുക്കാൻ മറന്നു പോകരുത്. സോ മക്കൾ എഴുതിക്കോളൂ, I1P പ്ലസ് IGG മൈനസ് I2R. I2R ഈസ് ഈക്വൽ ടു 0. 0 എന്ന് എഴുതാനുള്ള കാരണം ആ വഴിയിൽ എവിടെയും ആരെ കാണാനില്ല മക്കളെ? EMFനെ കാണാനില്ല. കണ്ടോ, ഈ വഴിയിൽ എവിടെയും EMFനെ കാണാനില്ല, അതുകൊണ്ട് 0. I2R മൈനസ് വന്നുകൊണ്ട് കാരണം മനസ്സിലായില്ലേ? യെസ്, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും. ആരൊന്ന് പറ ചക്കപ്പഴമേ, അടുത്ത ലൂപ്പ് എന്ന് പറയണേ, അടുത്ത ലൂപ്പ് എന്ന് പറയണേ. I1P IGG I2R. I1P പോസിറ്റീവ്, ഇങ്ങോട്ടാ പോയത്. IGG അതും നമ്മൾ വന്ന വഴിക്ക് തന്നെ. എന്നാൽ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ I2R നമ്മൾ ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ടാണ് മൈനസ് ആയത്. നമുക്ക് ആ മൈനസ് എടുത്തിട്ട് ഇക്വേഷൻ അപ്പുറത്തേക്ക് ഇടാം. അപ്പോൾ I1P പ്ലസ് IGG ഈസ് ഈക്വൽ ടു I2R. മക്കളെ അടുത്ത പ്രഡിക്ഷൻ ഞാൻ പറയാണ്, അടുത്ത പ്രഡിക്ഷൻ പറയാണ്, ശ്രദ്ധിച്ച് കേട്ടോ. ഇത് ക്വസ്റ്റ്യനാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് ഒരു ക്വസ്റ്റ്യൻ ആണ്, കണ്ടിപ്പാ ചോദിച്ചിരിക്കും. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡിയാണോ? ആരാണ് അടുത്ത ലൂപ്പ് പറയാ? അടുത്ത ലൂപ്പാണ് മക്കളെ BCDB. അതാ BCDB, ഈ കാണുന്ന ആൾ. ഏതൊക്കെയാണ് റെസിസ്റ്ററുകൾ? Q ഉണ്ട്, S ഉണ്ട്, G ഉണ്ട്.
അല്ലേ? ക്യൂവിൻ്റെ കറണ്ട് I3, എസിൻ്റെ കറണ്ട് I4, ജിയുടെ കറണ്ട് IG. നമ്മൾ പോകുന്ന വഴി നോക്കാം. ഞാൻ ഇങ്ങോട്ട് പോകുന്നു, I3യും അതേ ഡയറക്ഷനിൽ. ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ I4 എനിക്ക് ഓപ്പോസിറ്റ്, ഞാൻ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ IG-യും എനിക്ക് ഓപ്പോസിറ്റ്. അപ്പോൾ രണ്ടാൾ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. I4 ഓപ്പോസിറ്റ് ആണ്, IG-യും ഓപ്പോസിറ്റ് ആണ്, I3 ഇങ്ങോട്ട് തന്നെയാണ്. സോ ഇക്വേഷൻ എഴുതുമ്പോൾ I3Q minus I4S minus IgG is equal to 0. വീണ്ടും എന്തുകൊണ്ടാണ് 0 വരാനുള്ള കാരണം ആ ലൂപ്പിലും എവിടെയും EMF സോഴ്സ് ഇല്ല. നമുക്ക് ആ നെഗറ്റീവ് ഒക്കെ എടുത്ത് അപ്പുറത്തേക്ക് ചാടാം. യെസ് പാർവതി, BCDB പറഞ്ഞോളൂ. ആ നെഗറ്റീവ് ഒക്കെ എടുത്ത് അപ്പുറത്തേക്ക് ചാടിച്ചാൽ എന്താ കിട്ടുക? I3Q is equal to I4S plus IgG, ഇക്വേഷൻ നമ്പർ 4. ഇനിയാണ് നമ്മുടെ ബ്രിഡ്ജിന്റെ ബാലൻസിങ് എന്ന് പറയുന്ന അടിപൊളി പരിപാടി. എന്തായിരുന്നടാ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററുകളെ റീപ്ലേസ് ചെയ്തിട്ട് IG എന്നതിനെ 0 ആക്കുന്നതിനെയാണ് നമ്മൾ ബാലൻസിങ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒരുപാടൊന്നും പറയാൻ നിൽക്കണ്ട മക്കളെ, ഒറ്റയടിക്കാൻ പറഞ്ഞോളാം. ബാലൻസിങ് എന്ന് പറഞ്ഞാൽ IG = 0. IG എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ഇതാണ് IG, ഇതിലേ പോകുന്ന കറണ്ടാണ്, ഇതിലേ പോകുന്ന കറണ്ട് 0. കറണ്ട് 0 ആയാൽ നമ്മൾ നേരത്തെ എഴുതിയ ഈ ഇക്വേഷൻ 1-ലെ IG പോയില്ലേ? അപ്പോൾ I1 = I3 അല്ലേ? ഈ ഇക്വേഷൻ 2-ൽ IG പോയില്ലേ? ഇക്വേഷൻ 3-ൽ IgG പോയില്ലേ? ഇക്വേഷൻ 4-ൽ IgG പോയില്ലേ? IG 0 ആയി കഴിഞ്ഞാൽ, യെസ് പാർവതി, IG 0 ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ 4 ഇക്വേഷനിലും IG വരുന്നതിനൊക്കെ എടുത്ത് കളയാം. എല്ലാവരും പോട്ടെ, വേണ്ട നമുക്ക് IG. സോ I1 = I3. പിന്നെ ഇല്ലേ, ഇത് നമ്മൾ I1 = I3, I2 = I4, പിന്നെന്താ കാണാ വേമറ? I2 = I4. ഇവിടെ എന്താ പറ്റുക? ഇവിടെ IgG പോയി. I1P = I2R അല്ലേ? I1P = I2R. യെസ് എഴുതാം. I1P = I2R. ഓക്കെ, അടുത്തത് ഇവിടെ IgG പോയി. I3Q = I4S. യെസ്. ഇനി നമുക്ക് നോക്കാം, നമ്മൾക്ക് ഇവരെ രണ്ടുപേരെയും ഒന്ന് ഡിവൈഡ് ചെയ്താലോ? ഈ ഇക്വേഷൻ A, ഈ ഇക്വേഷൻ B, ഇതിലൊന്ന് ഡിവൈഡ് ചെയ്താലോ? ഡിവൈഡ് ചെയ്താൽ I1P by I3Q is equal to I2R by I4S. അപ്പോഴതാ വെട്ടിപ്പോകുന്നു. I1-ഉം I3-യും തുല്യമല്ലേ? അപ്പോൾ I1-ഉം I3-യും വെട്ടില്ലേ? I2-ഉം I4-ഉം ഈക്വൽ അല്ലേ? അപ്പോൾ I2-ഉം I4-ഉം വെട്ടില്ലേ? പറയടാ. യെസ്. I2 I4 വെട്ടാം, I1 I3 വെട്ടാം. എന്ത് ബാക്കിയടാ? P/Q = R/. യെസ്. ഇതാണ് സാധനം. എന്താണ് സാധനം? P/Q = R/S. ഇതിനെയാണ് നമ്മൾ വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാമോ? ഇതറിയാത്ത ആരുമില്ലല്ലോ അല്ലേ? അപ്പോൾ മക്കളെ, കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ നിങ്ങൾ ഉറപ്പായും പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. മക്കളെ മറക്കല്ലേ. ഉറപ്പല്ലേ? സെറ്റല്ലേ? റെഡി? ക്രിച്ചോഫ് റൂൾസും പറഞ്ഞു, ബാലൻസ് നമ്മളെ GR സാറ് അടുത്ത ടോപ്പിക്കുകൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ്, ഡ്യുവൽ നാച്ചുറൽ, കറണ്ട് ഇലക്ട്രിസിറ്റിയിലൂടെ ഇങ്ങനെ ഊളിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും റെഡിയല്ലേ? പറയണം മക്കളെ. ഓക്കെ. With a neat diagram, derive lens maker's formula. The radii of curvature of face of a double convex. Yes, ray opticsile അടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് കാണുമ്പോൾ എനിക്കിതിനെ കാണാതെ, ഇയാളെ മൈൻഡ് ചെയ്യാതെ എനിക്ക് പോവാൻ കഴിയില്ല. യെസ്, ലെൻസ് മേക്കേഴ്സ് ഫോർമുലയെ വിട്ട് നമുക്ക് മറ്റൊരു വഴിക്ക് പോവാൻ കഴിയില്ല മക്കളെ. കട്ടക്ക് പിടിച്ചോളൂ. ഇതാ അടുത്ത 4 മാർക്ക് പിടിച്ചങ്ങ് കയ്യിൽ തരും. എടുത്തങ്ങ് കയ്യിൽ വെക്കാൻ പോവാണെങ്കിൽ 4 മാർക്ക് കേട്ടാ. ലെൻസ് മേക്കേഴ്സ് ഫോമിൽ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ അറിയുമോ? നമ്മൾ റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫേസിൽ, നമ്മൾ റിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സർഫേസിൽ നമ്മൾ ഇങ്ങനെ ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്. N2/V minus N1/U is equal to N2 minus N1/R. ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി കേട്ടാ. ഇതെവിടെ നിന്ന് കിട്ടിയതാ? ഇതാണ് റിഫ്രാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫേസ്, റിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സ്ഫെറിക്കൽ സർഫേസ്, റിഫ്രാക്ഷൻ അറ്റ് എ
സിംഗിൾ സ്ഫെറിക്കൽ സർഫേസ് പോളി. ഈ സാധനം നമ്മൾ ഒരു സിംഗിൾ സർഫേസ് വെച്ചിട്ട് ഒരു sin i by sin r = n2/n1 ഒക്കെ വെച്ച് അങ്ങനെ ചെയ്ത് വന്നപ്പോൾ നമ്മൾക്ക് അവസാനം കിട്ടിയ സാധനമാണ് ഈ കിടക്കുന്നത്. ഇവിടുന്നാണ് നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിലേക്ക് പോകുന്നത്. റെഡിയാണോ മക്കൾ റെഡിയാണോ? അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ 2 സ്ഫെറിക്കൽ സർഫേസ് ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, അടിപൊളിയായിട്ട്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ലെൻസ് വരച്ചാൽ ഇത്ര ബ്യൂട്ടിഫുൾ ആവുന്നു. അടിപൊളിയായിട്ടുണ്ട് കണ്ട. ഇതാണ് നമ്മളെ ലെൻസ്. ഈ സർഫേസാണ് ABC, ഈ സർഫേസാണ് ADC. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ റിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സർഫേസ് എന്ന് പറയുന്ന ആ സാധനത്തിൻ്റെ ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഫസ്റ്റ് സർഫേസിലും അപ്ലൈ ചെയ്യുക, സെക്കൻഡ് സർഫേസിലും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഇക്വേഷൻ ഇങ്ങനെയാണ് മനസ്സിൽ കാണേണ്ടത്. ഇതെന്താ ഇത് കാണുന്നത്? ഇത് ഇമേജ് ഡിസ്റ്റൻസാണ്. ഇത് ആ ഇമേജ് ഉള്ള മീഡിയമാണ്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ്. ഇത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസാണ്. ഇത് ഒബ്ജക്റ്റ് ഉള്ള മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ്. അപ്പോൾ ആദ്യം വരേണ്ടത് ഇമേജ് ഡിസ്റ്റൻസും ആ ഇമേജ് ഉള്ള മീഡിയവും. ദെൻ ഇത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഉള്ള മീഡിയവും = n2 - n1/r എന്ന് പറഞ്ഞാൽ ആ സർഫേസിൻ്റെ റേഡിയസും ആണല്ലോ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു വേണമെങ്കിൽ ഒരു സർഫേസ് ഒക്കെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. യെസ്, ഓക്കെ, നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇവിടെ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇതാണ് നമ്മൾ ഒബ്ജക്റ്റ് O. ഈ ഒബ്ജക്റ്റിൽ നിന്നും ഒരു ലൈറ്റ് ഇതിലേക്ക് വീഴുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കാരണമായി നമുക്ക് ഒരു ഇമേജ് ഇവിടെ എവിടെയോ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഇമേജ് ആക്ച്വലി ഒരു സർഫേസ് മാത്രം എടുത്തപ്പോഴുള്ള ഇമേജ്. ഇവിടെയാണ് കുട്ടികൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരിക. ഒന്നുമില്ല, ഇതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U, അത് നിൽക്കുന്ന മീഡിയം n1 ആണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ ഇതാണ് ഇമേജ് ഡാഷ്. അത് ഫൈനൽ ഇമേജ് അല്ല മക്കളെ. നമ്മൾ രണ്ടാമത്തെ സർഫേസും കൂടെ എടുത്താൽ മാത്രമേ നമുക്ക് ഫൈനൽ ഇമേജ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫൈനൽ ഇമേജ് ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള ഒരു ഇന്റർമീഡിയറ്റ് ഇമേജ് ആണ്. ആ ഇമേജ് ദൂരത്ത് നമ്മൾ V' എന്നാണ് പറയുക. അത് ആക്ച്വലി ഉള്ളത് ഈ ലെൻസിൻ്റെ അകത്താണ്, സെക്കൻഡ് മീഡിയത്തിലാണ്. നമുക്ക് ലെൻസിൻ്റെ അകത്തുള്ള ആളെ കാണാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മളൊന്ന് പുറത്തേക്ക് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് സർഫേസ് എടുക്കുമ്പോൾ ABC എടുക്കുമ്പോൾ ഇതാണ് ഇമേജ് ഡിസ്റ്റൻസും മീഡിയവും, ഇതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും മീഡിയവും. അപ്പോൾ നമ്മൾ എന്ത് എഴുതി n2/V' - n1/u = n2 - n1/r1. റെഡിയാണോ? n2/V' - n1/u = n2 - n1/r1. ഏതിന്? ഫസ്റ്റ് സർഫേസിന്. ഇനി ഈ ഫസ്റ്റ് സർഫേസിൽ നമ്മൾ ഉണ്ടാക്കിയ ഈ ഇമേജ് ഉണ്ടല്ലോ, ഈ ഇമേജ് ആണ് നമ്മുടെ സെക്കൻഡ് സർഫേസിന്റെ ഒബ്ജക്റ്റ്. എന്നിട്ട് ആ ഇമേജ് ഉപയോഗപ്പെടുത്തി ഒരു ഫൈനൽ ഇമേജ് നമുക്ക് ഇവിടെ ഉണ്ടാവുകയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഇമേജ്. അതുള്ള ദൂരമാണ് V. അതുള്ള മീഡിയം വീണ്ടും പുറത്താണ് n1 ആണ്. അപ്പോൾ രണ്ടാമത്തെ സർഫേസിന് ADC എന്ന ഈ സർഫേസിന് ഇതാണ് ഒബ്ജക്റ്റ്, ഇതാണ് ഇമേജ്, ഇതാണ് അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ. സോ ഫോർ ADC നമ്മൾ എന്ത് എഴുതുന്നു? n1/V - n2/V' = n1 - n2/r2. നമ്മൾ അതിനെ n2 - n1 ആക്കിയാലോ? n2 - n1 ആക്കിയാൽ നമുക്ക് ഇവിടെ n2 - n1 മൈനസ്, അല്ലെങ്കിൽ നമുക്ക് ഈ രണ്ടും കൂടെ ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഇത് രണ്ടൊന്ന് ആഡ് ചെയ്തേടാ. ഇത് 1, ഇത് 2. ആഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ക്വസ്റ്റ്യൻ നമ്പർ 2 രണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇടയിലൂടെ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ നോക്കിക്കോളെ, ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ n2/V' ഉണ്ട്, ഇവിടെ -n2/V' ഉണ്ട്. അതങ്ങ് വെട്ടിപ്പോവും. ഇവിടെ n1/V, ഇവിടെ -n1/u. സോ അപ്പോൾ ബാക്കിയുള്ളത് n1/V - n1/u = ഇവിടെ റൈറ്റ് സൈഡിൽ എന്താ ബാക്കി? ഇവിടെ n2 - n1/r1, ഇവിടെ n1 - n2/r2. ഞാനതിനെ തിരിച്ചിട്ടാൽ n2 - n1/-r2 എന്ന് എഴുതാം. സോ n2 - n1 പുറത്ത് എഴുതിയാൽ n2 - n1 ഇൻറ്റു 1/r1 - 1/r2. ഓക്കെ,
ഇത് നമ്മൾ ഇനി ത്രൂ ഔട്ട് n1 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? ത്രൂ ഔട്ട് n1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യെസ് ആരാ പറയാ? മുഹമ്മദ് ഷബീർ. ഹേ ഇല്ലയോ? യെസ്. ത്രൂ ഔട്ട് n1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/v മൈനസ് 1/u. ഇവിടെ n2/n1 വരും, ഇവിടെ -1 ആവും. സോ എന്താ കിട്ടും നമുക്ക്? 1 ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ n1, അല്ലെങ്കിൽ n1. So 1/v minus 1/u is equal to n2 minus n1 minus 1 into 1/r1 minus 1/r2. യെസ്, ഇതാണ് മക്കളെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. പഠിച്ചു വെക്കണം, ഉറപ്പായിട്ടും പഠിക്കണം, അറിയാത്തവരുണ്ടാവരുത്. റെഡി. യെസ്, റെഡിയാണോ? അപ്പോൾ ആ ചാപ്റ്ററിലെ റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു കൺഫേംഡ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിക്കാതെ മക്കൾ ആരും പോവരുത്. റെഡി. അടുത്ത അതിന്റെ കൂടെ ഒരു പ്രോബ്ലം ആണ് മക്കളെ. നമ്മൾ 1-2 ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ട് വേഗം സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ 4 ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്ത്. കറണ്ട് ഇലക്ട്രിസിറ്റി, റേ ഓപ്റ്റിക്സ്, വേവ് ഓപ്റ്റിക്സ്, ഡുവൽ നാച്ചർ, 4 ചാപ്റ്ററിലൂടെ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള ചാപ്റ്റേഴ്സുമായിട്ട് ഇനിയും നമ്മുടെ GR സാർ കൂടെ വെയിറ്റിംഗ് ആണ്. സാർ ഇതാ നിങ്ങളെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇവിടെ സെറ്റായി നിൽക്കുകയാണ്. യെസ് പാർവതി, ഓക്കെ, സെറ്റാണ് പാർവതി. യെസ് പാർവതി, ഫാസിൽ മോഹൻ, ചക്രപ്പഴം റെഡിയാണെന്ന് വിചാരിക്കുന്നു. ജിനു പ്രകാശ് സാർ, ഇതിന്റെ കൂടെ തിൻ ലെൻസ് ഫോർമുലയും കൂടെ എഴുതണ്ടായോ? ലെൻസ് മേക്കേഴ്സ് ഫോർമുല ചോദിച്ചാൽ നമ്മൾ ഇവിടെ നിർത്തിയാൽ മതി. ലെൻസ് ഫോർമുല ചോദിച്ചാലേ നമ്മൾ തിൻ ലെൻസ് ഫോർമുലയിലേക്ക് പോവേണ്ട കാര്യമുള്ളൂ. പാർവതി ഓർ ജിനു പ്രകാശ്, ആദിത്യ CV, സൂപ്പർ. Ready? The radii of curvature of a double convex lens are 10 cm, 15 cm. Focal length 12 cm. What is the refractive index of glass? നമുക്ക് പ്രോബ്ലം ആണ്. പ്രോബ്ലം നമുക്ക് ചെയ്യാൻ നോക്കിക്കോളൂ. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് അവിടെ? നമ്മുടെ ഇക്വേഷൻ ലെൻസ് ഫോർമുല ഇങ്ങനെയായിരുന്നു. 1/f is equal to n-1 into 1/r1 minus 1/r2. ഓക്കെ, എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഫോക്കൽ ലെങ്ത് 12 cm. So 1/12 is equal to n-1 into 1 by ആദ്യത്തെ radius of curvature 10, 1/10 minus -1/, അതിനാണ് രണ്ടാമത്തെ മൈനസ് വരുന്നത്. ഈ രണ്ടാമത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ സൈൻ കൺവെൻഷൻ പ്രകാരം നെഗറ്റീവ് ആയിരിക്കും അല്ലേ? ഈ റേഡിയസ് ഓഫ് കർവേച്ചർ സൈൻ കൺവെൻഷൻ നെഗറ്റീവാണ്, അതായത് അതേസമയം ഇത് പോസിറ്റീവാണ്. അതുകൊണ്ടാണ് നമ്മൾ മൈനസ് എടുക്കുന്നത്. അടുത്ത ഫോക്കൽ ലെങ്ത് 15 ആണ്. സോ -1/15. ഓക്കെ, റെഡി. So 1/12 is equal to n-1 into 1/10 plus 1/15. LCM എടുത്താൽ n-1 into 15 plus 10 25 divided by 150. 25 by 150 എന്ന് പറഞ്ഞാൽ n-1 into 1/6. റെഡി അല്ലേ? ഇവിടെ 1/12 ഉണ്ട്. 1/12 1/6 കട്ട് ചെയ്താൽ ഇവിടെ 1/2 ബാക്കി. സോ 1/2 is equal to n-1. So n is equal to 1/2 plus 1 is equal to 3/2. Yes, ആൻസർ കിട്ടി. ഓക്കെ ജിനു പ്രകാശ്, സൂപ്പറാണ്. ദാ അടുത്ത 1-2 ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വേഗം പോവുകയാണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നമ്മളോട് മാറിപ്പോയതാണ്. ഇമ്പോർട്ടൻറ്റ് റേ ഓപ്റ്റിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാർച്ച് 2023 ചോദിച്ചു. വാട്ട് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? നമ്മൾ പറയുന്നത് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ അത് നോർമലിൽ നിന്നും എവേ ബെൻഡ് ചെയ്തിട്ടാണ് പോവാറ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒരു റയർ മീഡിയത്തിലേക്ക് ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ അത് നോർമലിൽ നിന്നും എവേ ബെൻഡ് ആകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഡ്ജസ്റ്റ് ചെയ്താൽ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇങ്ങനെ വരച്ചതിന് പകരം ഇച്ചിരി കൂടെ കൂട്ടിയാലോ നമ്മൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുമ്പോൾ ഇയാൾ കൂടുതൽ ബെൻഡ് ആവും അല്ലേ? നമ്മൾ വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ ഈ ലൈറ്റ് ഇതിലേ ഇങ്ങനെ പാസ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇങ്ങോട്ട് പോകുന്നതിന് പകരം ഈ ലൈറ്റ് ഇതിലേ പാസ് ചെയ്യും. ആ സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിച്ച പേരായിരുന്നു ക്രിറ്റിക്കൽ ആംഗിൾ
അല്ലെ? ഇനി നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാളും കൂട്ടിയാലോ ഈ ലൈറ്റ് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു ബെൻഡ് ചെയ്യും അല്ലെ? ഈ ലൈറ്റ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു ബെൻഡ് ചെയ്യും. എപ്പോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാളും കൂട്ടിയാൽ സെയിം മീഡിയത്തിലേക്ക് ബെൻഡ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പലപ്പോഴും എക്സാമിന് ചോദിച്ചത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ 2 കണ്ടീഷൻസ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ 2 കണ്ടീഷൻസ് എന്തൊക്കെയാ? 2 കണ്ടീഷൻസ്. ഒന്ന് ലൈറ്റ് ട്രാവൽ ചെയ്യേണ്ടത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് ആയിരിക്കണം. രണ്ടാമത്തത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിളും ആയിരിക്കണം. ഈ 2 പോയിന്റ് ആണ് ഓർക്കേണ്ടത്. പാർവതി എസ് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. വെരി ഗുഡ് പാർവതി. When a ray of light enters from denser medium to rarer medium, the angle of incidence greater than the critical angle, the ray will bend to the same medium. That is known as total internal reflection. Explain work function. നമ്മൾ നേരത്തെ പറഞ്ഞു വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യെസ് ഡ്യുവൽ നേച്ചർ ആണ്. ഒരു സർഫേസിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് തെറിച്ചു പോവാൻ നമ്മൾ കൊടുക്കേണ്ട മിനിമം എനർജി സപ്ലൈഡ് ടു എമിറ്റ് ഇലക്ട്രോൺസ് ഔട്ട് ഓഫ് ദ സർഫേസ്. ആ മിനിമം എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. ആർക്കാ അറിയാത്തത്? മാർച്ച് 2023 ക്വസ്റ്റ്യൻ നോക്കടാ. ദ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്താ? റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ആണ് ഓം. യെസ്, ഓം. ഓക്കെ, ലെൻസ് ഫോമിലാണ് അവിടെ കാണുന്നത്. ഞാൻ 1-2 വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കട്ടെ. നമ്മൾ എന്നിട്ട് നേരെ GR സാറിലേക്ക് ബാറ്റൺ കൈമാറുന്നതായിരിക്കും. സാർ അത് അടുത്ത ക്ലാസ്സിന് വേണ്ടി, അടുത്ത ചാപ്റ്ററിന് വേണ്ടി സാർ റെഡിയായി നിൽക്കുകയാണ്. റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷൻ ആണ് ജൂലൈ 2022 പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട, കാരണം കോമ്പിനേഷൻ ആ ചാപ്റ്ററിൽ നിന്ന് ഡിലീറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്കത് വരില്ല എന്ന് വിചാരിക്കാം. ഹൈഗൻസ് പ്രിൻസിപ്പിൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. വേവ് ഫ്രണ്ട് അസോസിയേറ്റഡ് വിത്ത് പോയിന്റ് സോഴ്സ്. നമുക്കൊക്കെ അറിയാമോ 2 തരം സോഴ്സാണ് നമ്മൾ പഠിക്കേണ്ടത്. പോയിന്റ് സോഴ്സ് വേവ് ഫ്രണ്ട് സ്ഫെറിക്കൽ. പോയിന്റ് സോഴ്സ് വേവ് ഫ്രണ്ട് സ്ഫെറിക്കൽ. ലീനിയർ സോഴ്സ് വേവ് ഫ്രണ്ട് സിലിണ്ടറിക്കൽ. ഓക്കെ, ലാർജ് ഡിസ്റ്റൻസിലുള്ള സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി എന്തായിരിക്കും? സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി വേവ് ഫ്രണ്ട് പ്ലെയിൻ. വേവ് ഫ്രണ്ട് മക്കളെ പ്ലെയിൻ. ഓക്കെ, റെഡി. മിനിമം എമൗണ്ട് ഓഫ് എനർജി എപ്പോഴും ചോദിക്കുന്നുണ്ട്. പലപ്പോഴും ചോദിച്ചതാണ്, നമ്മൾ പറഞ്ഞു വർക്ക് ഫംഗ്ഷൻ ആണ്. നെയിം ദ മിനിമം എനർജി. ഡിറൈവ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ കണ്ടീഷൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ക്രിട്ടിക്കൽ ആംഗിൾ n=1/sin c. അറിയാമല്ലോ അല്ലേ? n=1/sin c or sin c = 1/n. n=1/sin c. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിട്ടിക്കൽ ആംഗിളും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിക്കുന്നത്. യെസ്. ഹായ് ആരോ ഒരാൾ ഹായ് പറയുന്നുണ്ട്. എന്താ പേരൊക്കെ അത്? ഈശ്വരൻ, നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നില്ലല്ലോ. കിർച്ചോഫ്സ് റൂൾസ്, വിസോൺസ് ബ്രിഡ്ജ് അപ്പാരറ്റസ്. മക്കളെ നോക്കടാ, കണ്ടോ? What will happen to resolving power if red light is replaced by violet light? Resolving powerഉം വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ലൈവ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ആദ്യത്തെ ലൈവ് നമുക്കിപ്പോൾ ഒരു 11-12 മണി വരെയൊക്കെ പോവായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് നാളെ എക്സാം ഉള്ളത് കൊണ്ട് മാക്സിമം നമ്മളിങ്ങനെ തരികയാണ്. ഓക്കെ, സോ നിങ്ങൾ പറ്റുന്നത്ര ഇരിക്കൂ. നമ്മൾ മാക്സിമം ചാപ്റ്റേഴ്സ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. റിസോൾവിംഗ് പവറും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്കറിയാം റെഡ് ലൈറ്റിന് വേവ് ലെങ്ത്ത് ഏറ്റവും കൂടുതലാണ്. റെഡ് ലൈറ്റിന്റെ വേവ് ലെങ്ത്ത് മോർ ദാൻ വയലറ്റ് ലൈറ്റിന്റെ വേവ് ലെങ്ത്തിനേക്കാളും കൂടുതലാണ് അല്ലേ? വയലറ്റിന്റെ ലാംഡ, റെഡിന്റെ ലാംഡ. വേവ് ലെങ്ത് റെഡിനാണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ റെഡ് മാറ്റി വയലറ്റ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ വയലറ്റിലേക്ക് എത്തുമ്പോഴേക്ക് വേവ് ലെങ്ത് കുറഞ്ഞു. വേവ് ലെങ്ത് കുറഞ്ഞാൽ റിസോൾവിംഗ് പവർ കൂടും. ഓക്കെ, write down the equation for drift velocity acquired. Drift velocity Vd is equal to I/NAE. ഓക്കെ, വെലോസിറ്റി ഓഫ് ലൈറ്റ് തന്നിരിക്കുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ആണ് ചോദിക്കുന്നത്. നമുക്കറിയാം n is equal to c/v. c എന്ന് പറയുന്നത് 3 × 10⁸ ബൈ തന്നിരിക്കുന്ന വെലോസിറ്റി 2.25 × 10⁸. 10⁸ വെട്ടാം 3 / 2.25 ചെയ്ത് നോക്കുക, n കിട്ടും കേട്ടോ. n = c/v.
Okay, a photon of frequency nu has a momentum associated with it. C is the velocity of light. Momentum എന്ന് പറയുന്നത് lambda is equal to h by p അല്ലേ? h by p. അപ്പോൾ p എന്താ? p എന്ന് പറയുന്നത് h by lambda. ഇനി ലാംഡയും ന്യൂവും സിയും തമ്മിലുള്ള റിലേഷൻ ആണ് c equal to nu lambda അല്ലേ? അപ്പോൾ ലാംഡ എന്താ? ലാംഡ എന്ന് പറഞ്ഞാൽ c by nu. So h by c by nu. So h nu by c. P is equal to h nu by c. അവിടെ ഉണ്ട് h nu by c. Okay. In Young's double slit experiment, distance between slit is halved. Distance between screen and slit is doubled. What will happen to the bandwidth, fringe width? Fringe width in equation ആയിരുന്നു beta is equal to d lambda by t. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? സ്ലിറ്റുകളുടെ ഡിസ്റ്റൻസ് ഹാഫ് ആക്കി. അപ്പോൾ ഡി എന്ന് പറയുന്നത് d/2 ആയി. അതോടൊപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് സ്ലിറ്റ് ഡബിൾ ആക്കി. സോ d2 ലാംഡ ആക്കി. അപ്പോൾ ബീറ്റ ഡാഷ് എന്തായി മാറും? ബീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു ഈ 2 കൂടെ അങ്ങ് മേലെ പോവില്ലടാ. 2 മേലെ പോയ 4 ടൈംസ് ആയില്ലേ? സോ 4 ടൈംസ് ഓഫ് ബീറ്റ. ഓക്കെ, യെസ്. ഞാനിതാ അവസാനത്തെ ക്വസ്റ്റ്യനോട് കൂടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മുടെ സാർ ഇതാ അവിടെ റെഡി ആയി നിൽക്കുകയാണ്. സമയം നമുക്കിനി പോകാനില്ല. സ്റ്റേറ്റ് ലോ ഓഫ് റിഫ്രാക്ഷൻ അറിയാലോ. ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്തൊക്കെയാണ്? ദ ഇൻസിഡന്റ് ലൈറ്റ്, റിഫ്രാക്റ്റഡ് ലൈറ്റ് ആൻഡ് നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ദെൻ ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. യെസ്, ഞാനിതാ സ്റ്റോപ്പ് ചെയ്യുന്നു. യെസ്, ഡീവിയേഷന്റെ റിലേഷൻ പ്രിസത്തിൽ ഒബ്റ്റെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിരുന്നു. സോ നമ്മൾ ആ 2-3 വർഷങ്ങളിലായിട്ട് ഈ 4 ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നെക്സ്റ്റ് സാർ ഇവിടെ അത് റെഡിയാണ്. മക്കൾ പഠിക്കുക. ഞാൻ ഈ ഷോർട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് പഠിക്കുക. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ കിർച്ചോഫ്സ് റൂൾസ്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നിർബന്ധമായിട്ട് നോക്കണം. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, കിർച്ചോഫ്സ് റൂൾസ്. ഓക്കെ, റേ ഒപ്റ്റിക്സിൽ പ്രിസം, ലെൻസ് ഫോർമുല, ലെൻസ് മേക്കേഴ്സ് ഫോർമുല നിർബന്ധമായിട്ട് നോക്കണം. റെഡി? വേവ് ഒപ്റ്റിക്സിൽ ഹൈഗൻസ് പ്രിൻസിപ്പിൾ നിർബന്ധമായിട്ടും നോക്കണം. ഡ്യുവൽ നാച്ചുറൽ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നിർബന്ധമായിട്ടും നോക്കണം. സെറ്റല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ലൈവ് തുടർന്നുകൊണ്ടേയിരിക്കും. വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാണ്. യെസ് സാർ. ഹലോ ഹായ് മക്കളെ, ഇപ്പൊ എല്ലാവരും നമ്മുടെ തൻസീർ സാറേയും സലാം സാറേയും ക്ലാസ് കേട്ടാൽ അടിപൊളിയായിട്ട് ഇരിക്കുകയും. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ അവസാനത്തെ സെഷനിൽ നമ്മുടെ ഈ ഒരു ഫിസിക്സിലെ മാരത്തോണിലെ അവസാനത്തെ കുറച്ച് ചാപ്റ്ററുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഞാൻ ഈ PPT ഒന്ന് ഷെയർ ചെയ്തോട്ടെ. 1 സെക്കൻഡ്. Yes. Yes. Okay. സോ PPT സെറ്റ് ആയിരിക്കുന്നു. സോ നമ്മൾ നോക്കാൻ പോകുന്ന 4 ചാപ്റ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതേപോലെ തന്നെ AC, പിന്നെ EM വേവ്സ്, അതേപോലെ തന്നെ നമ്മളുടെ ഏതാണ്? 1 സെക്കൻഡ്. ഓക്കെ, സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതേപോലെ തന്നെ AC, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതേപോലെ ന്യൂക്ലിയർ എന്ന് പറഞ്ഞ 4 ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ ഞാനൊന്ന് ലൈവ് ഓൺ ചെയ്യട്ടെ. 1 സെക്കൻഡ് മക്കളെ. യെസ്, ഓക്കെ.
ഓക്കെ സോ എല്ലാവരും ഇവിടെ എന്താന്ന് വിചാരിക്കുകയാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുക, റിപ്ലൈസ് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ അല്ലേ? സോ ഞാൻ ആദ്യം നോക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുള്ള 5 വർഷങ്ങളിൽ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഓവർ ഒന്നുമില്ല, അധികം ഒന്നുമില്ല, ഉള്ളത് കുറച്ചാണെങ്കിലും ഉള്ളത് ഇമ്പോർട്ടന്റ് ആണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും എനിക്കൊപ്പം വരിക, എനിക്കൊപ്പം നിൽക്കുക. ക്ലിയർ അല്ലേ? സോ എല്ലാവരും ചോദിക്കുന്നത് എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. ക്ലിയർ? സോ എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ നിറഞ്ഞടിക്കുക. ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ഒരു മടി കാണിക്കേണ്ട. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? വോയിസ് ഓക്കെ അല്ലേ? എല്ലാവർക്കും വോയിസ് ഓക്കെ ആണോടാ? വോയിസ് ഓക്കെ ആണോ? യെസ്. സോ എന്ത് ചെയ്യാം, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ. സോ സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ഒരു ചോദ്യം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് പറയാം. ഒരുപാട് വർഷങ്ങളിൽ നിരന്തരമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്? സ്റ്റേറ്റ് എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? പറഞ്ഞേ. ഇതിൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. എന്താണ് Faraday's law of electromagnetic induction? ഒന്നുമില്ലടാ. Whenever there is a change in magnetic flux linked with the coil, there induces an EMF. അല്ലേ? അവിടെ എന്ത് ചെയ്യും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും അല്ലേ? സോ അതിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ? EMF is the EMF അല്ലേ? Induced EMF is the പിന്നൊന്ന് വരട്ടെ. Okay, so induced EMF is the എന്താണ്? Rate of change of magnetic flux അഥവാ d phi by dt ആണ്. ക്ലിയർ അല്ലേ? സോ EMF പറയുന്നത് എന്താണ്? EMF എന്ന് പറഞ്ഞാൽ എന്താണ്? d phi by dt അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് പറയാൻ പറ്റും. എന്താണ് നമ്മുടെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ? whenever there is a change in magnetic flux linked with the coil, there induces an EMF. അവിടെ എന്ത് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും. as a result a current flows through the circuit known as induced current. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിന്റെ ഇക്വേഷൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണ്? ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ എന്ന് പറയാം d phi by dt അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? സോ എല്ലാവരും പറഞ്ഞടാ, നിങ്ങൾ ക്ലിയർ ആണോ അല്ലയോ? പറഞ്ഞ എല്ലാവരും നിങ്ങളുടെ റിപ്ലൈസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട്, നിങ്ങൾക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടോ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നുള്ളൂ. സോ ഇതാണ് നമ്മുടെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കൂടെ. സോ നമ്മൾ ഓവർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലിയർ? സോ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF in a conductor placed in a varying magnetic field is given by. എന്താണ് പറയുന്നത്? ഏത് ലോ ആ പറയുന്നത്? നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട് അവിടെ. ഫാരഡേസ് ലോ ആണ്, ലെൻസസ് ലോ, മാക്സ്വെൽസ് ലോ, നൺ ഓഫ് ദിസ്. ഈ 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ പറയുന്നത്? ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ കാണിച്ചിരുന്നത് ഈ 4 നാലെണ്ണല്ല, നമുക്ക് 3 ഉള്ളൂ. 4ാമത്തെ നൺ ഓഫ് ദിസ് ആണ്. സോ ഈ 3 ഏതാണെന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ഇതിൽ ഏതാണ്? പാർവതി പറഞ്ഞു അല്ലെ? പാർവതി പറഞ്ഞു കഴിഞ്ഞു. ഇനി പോരട്ടെ, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ. എല്ലാവരും പറഞ്ഞടാ, ഏത് ലോ ആണ് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ തന്നത്? ഏത് ലോ ആണ്? പെട്ടെന്ന് പറഞ്ഞേ, സ്പീഡാക്കിക്കേ. ഏതാണ് നമ്മളെ? ഒന്നും സംശയിക്കേണ്ട, ഒന്നും നോക്കി നിൽക്കേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മാർക്ക് ചെയ്ത ലോ ആണ് ലെൻസസ് ലോ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. സോ നമ്മുടെ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ തന്നത് ഏത് ലോ ആണ്? നമ്മുടെ ലെൻസസ് ലോ ആണ്. ക്ലിയർ അല്ലേ? എന്താണ് സംഭവം അത്? phi ഈസ് ഈക്വൽ എന്നാണ്, EMF ഈസ് ഈക്വൽ എന്നാണ് -d phi by dt ആണ്. -d phi by dt. ക്ലിയർ അല്ല? -d phi by dt, വേറെ ഒന്നുമില്ല. ക്ലിയർ. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാൻ പോകണം. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ആൻ AC ജനറേറ്റർ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലേബൽഡ് ഡയഗ്രാം. ബി ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദ EMF ഇൻഡ്യൂസ്ഡ് അല്ലേ? അപ്പോൾ ഒരു AC ജനറേറ്ററിന്റെ അകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന് ഒരു ഇക്വേഷൻ നമ്മളോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം? അത് ചെയ്യണം. ഓക്കെ അല്ലേ? സോ ആദ്യം പറയാനുള്ള എന്താണ്? സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ അല്ലേ? ഏത് പ്രിൻസിപ്പിൾ ആണ് ഈ ഒരു AC ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്? നിങ്ങൾ പറഞ്ഞേ, ഏതാണ് നമ്മുടെ ജനറേറ്ററിന്റെ AC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ഏതാണ് നമ്മളുടെ AC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? പെട്ടെന്ന് പറഞ്ഞേ, സ്പീഡാക്കിക്കേ.
യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഏത് പറയാം നമ്മുടെ? യെസ്, ഇത്രയേ ഉള്ളൂ. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ്? 1 സെക്കൻഡ്. ഓക്കെ, യെസ്, വെരി ഗുഡ് വെരി ഗുഡ് പാർവതി, വെരി ഗുഡ്. എന്താണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. സംശയമൊന്നുമില്ല, നമ്മുടെ AC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഒരു സംശയം വേണ്ടതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ക്ലിയർ? സോ അത് ക്ലിയർ അല്ലേ? സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ചോദിച്ചത് എന്താണ്? ഇതിന്റെ ഡയഗ്രാം വരക്കണല്ലേ? ഒരു AC ജനറേറ്റർ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഡയഗ്രാം അടിക്കാം. സോ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ അകത്ത് ഇൻഡ്യൂസ് ചെയ്ത EMF-ന് ഒരു ഇക്വേഷൻ നമുക്ക് എത്തിക്കണം. ക്ലിയർ? സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അതിന്റെ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോ. യെസ്, അവിടെ എന്തുണ്ടാവണം? യെസ്, അവിടെ എന്തുണ്ടാവണം? ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ടാവണം അല്ലെ? ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, അവിടെ നടുക്കാറുണ്ട് നമ്മുടെ ആർമേച്ചർ ഉണ്ട് അല്ലെ? ആർമേച്ചർ ഉണ്ട്. അതിന് തൊട്ട് താഴെ ആയിട്ടാണ് നമ്മുടെ എന്ത് റിങ്ങുകളാണുള്ളത്? നമ്മുടെ സ്ലിപ്പ് റിങ്ങുകളുണ്ട്. ചേർന്നുകൊണ്ട് ആരുണ്ട് അവിടെ? ബ്രഷുകൾ ഉണ്ട് അല്ലെ? നമ്മുടെ ഗ്രാഫൈറ്റ് ബ്രഷുകൾ ഉണ്ട്. ഗ്രാഫൈറ്റ് ബ്രഷുകൾ ഇല്ലടാ, ബ്രഷുകളല്ലേ? സോ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഔട്ട്പുട്ട് എടുക്കുന്നത്. ക്ലിയർ? സോ ഇവിടെ നമുക്ക് എന്തിട്ടും നമ്മുടെ ഔട്ട്പുട്ട് കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് നമ്മുടെ എന്ത് പോകുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് പോകുന്നത്? യെസ് യെസ്, നോർത്ത് ടു സൗത്തിലേക്ക് ആര് പോകുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു AC ജനറേറ്ററിന്റെ പാർട്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? സോ ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ആർമേച്ചർ ഉണ്ട്, അതേപോലെ തന്നെ അവിടെ സ്ലിപ്പ് റിങ്ങുകൾ ഉണ്ട്, ഗ്രാഫൈറ്റ് ബ്രഷുകളുണ്ട്. ക്ലിയർ? സോ ഇവിടെ എന്ത് സംഭവിക്കും? നമ്മൾ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്ത് വരും? ചേഞ്ച് വരും അല്ലെ? സോ ആ ചേഞ്ച് കാരണം നമ്മുടെ ആർമേച്ചറിൽ എന്തുണ്ടാവും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അത് കാരണം അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ അല്ലേ? സോ ആ EMF-ന്റെ ഇക്വേഷൻ നമ്മൾ പറയാൻ പോകുന്നത്. സോ ശ്രദ്ധിച്ചോ. സോ ആ EMF-ന്റെ ഇക്വേഷനിൽ എത്താൻ പോവാണ്. സോ അവിടെ ഉണ്ടായിട്ടുള്ള ഫ്ലക്സ് അല്ലേ? സോ ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ് നമ്മുടെ ഫ്ലക്സിന്റെ ഇക്വേഷൻ? ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്? പറഞ്ഞേ, എന്താണ് ഫൈ ഈസ് ഈക്വൽ? നമുക്ക് എന്ത് പറയാം? പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. എന്താണ് ഫൈ? ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും നോക്കണ്ട, B.A ആണ്. ക്ലിയർ അല്ലേ? B.A. എന്താ B.A എന്ന് പറഞ്ഞാൽ? എന്താ B.A എന്ന് പറഞ്ഞാൽ? BA cos θ. ക്ലിയർ അല്ലേ? BA cos θ. BA cos θ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ B.A എന്താണ്? BA cos θ ആണ്. ഇനി അവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിലോ? ഫോർ n നമ്പർ ഓഫ് ടേൺസ് നമ്മൾ എന്ത് ചെയ്യുക? യെസ്, ഒരു ടേൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? സോ അതേപോലെ n നമ്പർ ഓഫ് ടേൺസ് നമുക്ക് എന്ത് ചെയ്യാം? BA cos θ ഇൻറ്റു എന്ത് ചെയ്യാം? n ചെയ്യാം. സോ നമുക്ക് അവിടെ എന്തുണ്ട്? ഫൈ ഈസ് ഈക്വൽ എന്താവുന്നത് അവിടെ? യെസ്, ഫൈ ഈസ് ഈക്വൽ ടു NBA cos θ. NBA cos θ. ഒന്നുമില്ലടാ, നമ്മൾ ആദ്യം പറഞ്ഞത് ഒരൊറ്റ ടേണിന്റെ കേസിൽ മാത്രമാണ്. അങ്ങനെ n നമ്പർ ഓഫ് ടേൺസ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? NBA cos θ എന്ന് പറയാം. NBA cos θ എന്ന് പറയാം. സോ നമ്മുടെ കയ്യിൽ ആരായി നമ്മുടെ കയ്യിൽ? യെസ്, ഫ്ലക്സിന്റെ ഒരു ഫോം ആയില്ലേ? ഫൈയുടെ ഒരു ഫോം ആയി. ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? NBA cos θ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട ആരാ? ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കണം അല്ലേ? എന്താണ് നമ്മുടെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറഞ്ഞത്? എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? എന്താ പറഞ്ഞത്? യെസ്, നമുക്കറിയാം എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ഈസികൾ എന്ന് പറയാം. യെസ്, d∅ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് അല്ലേ? ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അല്ലേ? സോ d∅dt ആണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അതിൽ ഫൈ നമുക്കറിയാം. ഫൈ എന്താണ്? NBA cos θ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം. ക്ലിയർ അല്ലേ? സോ EMF ഈസികൾ എന്ന് പറയാം d/dt ഓഫ് ഫൈ എന്ന് പറഞ്ഞാൽ NBA cos θ ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ ആരൊക്കെ കോൺസ്റ്റന്റ്? n കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് ടേൺ അല്ലേ? B മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്, അതിന് ഏരിയ കോൺസ്റ്റന്റ് ആണ്. സോ എന്ത് ചെയ്യാം? നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? സോ NBA ഞാൻ എന്തെടുത്തു? പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താണ് അവിടെ? d/dt ഓഫ് cos θ ആണ്. ക്ലിയർ അല്ലേ? cos θ ആണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? തീറ്റയെ ഞാൻ ആംഗുലാർ വെലോസിറ്റിന്റെ ടേമിലാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? പറയാൻ പോകുന്നത്. സോ θ ഈസികൾ എന്തായിരുന്നു? ωt ആയിരുന്നു. സോ ഇന്ന് മുതൽ എന്താ പറയാൻ പോകുന്നത്? തീറ്റയെ ഞാൻ ωt എന്നാണ് പറയാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? സോ θ ഈസികൾ ωt ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇനി തൊട്ട് NBA d/dt ഓഫ് cos ωt. ക്ലിയർ അല്ലേ? cos ωt എന്ന് പറയാം. ക്ലിയർ? സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? cos ωt ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? യെസ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലെ? യെസ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. പാർവതി sin ωt അല്ലെ? sin ωt ആണോടാ?
സൈൻ ഒമേഗ ടി ആണോ? കോസ് ഒമേഗ ടിയുടെ ഡിഫറൻസിയേഷൻ സൈൻ ആണോ? ഒന്നുകൂടി ചെക്ക് ചെയ്തേ. സൈൻ ആണോ എന്ന് ചെക്ക് ചെയ്തേ. എല്ലാവരും ചെക്ക് ചെയ്തോ? എല്ലാവരും ഒന്നുകൂടി ആലോചിച്ചോ? സൈൻ ആണോ അല്ലെങ്കിൽ മൈനസ് സൈൻ ആണോ? ഒന്നുകൂടി ആലോചിച്ച് വെച്ചോ. ക്ലിയർ അല്ലേ? സോ ഞാൻ ഒന്നുകൂടി എഴുതാൻ പോവാണ്. ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? എൻ ബി എ യെസ് ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി എന്താണ്? സൈൻ ഒമേഗ ടി ആണ്. സൈൻ ഒമേഗ ടി വെറും സൈൻ ഒമേഗ ടി ആണോ? മൈനസ് സൈൻ ഒമേഗ ടി. ക്ലിയർ അല്ലേ? മൈനസ് സൈൻ ഒമേഗ ടി വരും. ക്ലിയർ ഓക്കെ. യെസ് മൈനസ് സൈൻ ഒമേഗ ടി മാത്രം മതിയോ? പോരാ. ഇൻറ്റു ആര് കൂടെ വരും? അവിടെ ഒമേഗ കൂടെ വരും. ക്ലിയർ അല്ലേ? സോ ഞാൻ കോൺസ്റ്റന്റുകളൊക്കെ ഒന്നും അടുപ്പിച്ച് ചെയ്താൻ പോവാണ്. സോ എൻ ബി എ ഒമേഗ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി ആണ്. സോ മൈനസിന് ആദ്യം എഴുതുന്നു, മൈനസ് ആദ്യം എഴുതി, സൈൻ ഒമേഗ ടി ഇതാ ഇവിടെ എഴുതി. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഇ എം എഫിന്റെ ഇക്വേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഇത്രയും ടേമിന് ഞാൻ എന്ത് പറയാൻ പോവാണ്? എന്റെ മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് E0 എന്ന് പറയാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഈസികൾ നമുക്ക് എന്ത് പറയാം? E0 സൈൻ ഒമേഗ ടി. ക്ലിയർ അല്ലേ? ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇത് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ബേസിൽ എഴുതാം. V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. ഇതാണ് നമ്മളുടെ എന്ത് യെസ് നമ്മളുടെ എ സി ജനറേറ്ററിന്റെ അകത്ത് ഉണ്ടായിട്ടുള്ള യെസ് ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ V ഈക്വൽ എന്നാണ് V0 സൈൻ ഒമേഗ ടി. ക്ലിയർ ആണോ? യെസ് ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ EMFന്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ SI യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ഡാഷ്. എന്താണ് നിങ്ങൾ പറഞ്ഞോ? എന്താണ് നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ്? SI യൂണിറ്റ് എന്താണ്? പറഞ്ഞോടാ. യൂണിറ്റ് എന്താന്ന് പറഞ്ഞോ? പെട്ടെന്ന് പറഞ്ഞേ. യെസ് പെട്ടെന്ന് പറയടാ. യെസ് എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ്? എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ്? എന്താണ് പറഞ്ഞോ? യെസ് ഓക്കെ. സോ നമ്മൾ എന്ത് പറഞ്ഞു? ഹെൻറി എന്നാണ് വിളിക്കുക അല്ലേ? സോ ഹെൻറി. ക്ലിയർ അല്ലേ? സോ ഹെൻറി എന്ന് നമുക്ക് വിളിക്കാം. ക്ലിയർ. സോ എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസിന് യൂണിറ്റ്? എന്താണ്? ഹെൻറി ആണ്. ഓക്കെ അല്ലേ? ബി ക്വസ്റ്റ്യൻ എന്താണ്? കറണ്ട് ഇൻ എ സർക്യൂട്ട് അല്ലേ? കറണ്ട് ഇൻ എ സർക്യൂട്ട് ഫാൾസ് ഫ്രം 5 ആംപിയർ ടു 1 ആംപിയർ ഇൻ 0.1 സെക്കൻഡ് ആണ് അല്ലേ? സോ കറണ്ട് എന്ത് ചെയ്യാണ്? ഫോളോ ചെയ്യുന്നുണ്ട്. എത്രയാണ്? 5 ആംപിയറിൽ നിന്ന് 1 ആംപിയറിൽ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. എത്ര സെക്കൻഡോടാ? 0.1 സെക്കൻഡോടാണ്. ഇഫ് ആൻ ആവറേജ് EMF ഓഫ് 200 വോൾട്ട് ഈസ് ഇൻഡ്യൂസ്ഡ്. ഓക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എത്ര EMF ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? 200 വോൾട്ട് EMF ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് of the coil. Find the self inductance of the coil അല്ലേ? അവിടെ ഉണ്ടാവുന്ന സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? സോ സെൽഫ് ഇൻഡക്റ്റൻസ് നമുക്ക് കാണണം അല്ലെങ്കിൽ എല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ EMFന്റെ ഇക്വേഷൻ എടുക്കാം. എന്താണ് നമ്മുടെ EMFന്റെ ഇക്വേഷൻ? EMF എന്താണ് പറഞ്ഞേ? LDI/dt അല്ലേ? LDI/dt. ഇവിടെ നമുക്ക് ആരൊക്കെ അറിയാം? യെസ് EMF അറിയാം. EMF എത്രയാ? 200 വോൾട്ട് ആണ്. ക്ലിയർ അല്ലേ? ഇനി അവിടെ എന്താണ്? DI അല്ലേ? ചേഞ്ച് ഇൻ കറണ്ട് എത്രയാണ്? ഇവിടെ നിന്ന് എങ്ങോട്ടാ ചേഞ്ച് ചെയ്തത്? 5 ആംപിയറിൽ നിന്ന് 1 ആംപിയറിലേക്ക് അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? 5 - 1. അവിടെ എത്ര ചേഞ്ച് വന്നു? 4 ആംപിയർ ചേഞ്ച് വന്നു അല്ലേ? അവിടെ ടൈം എത്രയാണ്? അതിന് വേണ്ടിയിട്ട് ടൈം എത്രയാണ്? DT എത്രയാണ്? 0.1 സെക്കൻഡ് ആണ്. 0.1 സെക്കൻഡ്. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് പോയി കൂടെ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? നേരെ നമ്മുടെ എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് പോവാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ? E = LDI/dt. നമുക്ക് കണ്ടുപിടിക്കേണ്ട എല്ലാണ്. അങ്ങനെ L = നമുക്ക് എന്ത് പറയാം? യെസ് അവിടെ ഉണ്ടാകുന്ന ബൈ dt പുറകുമ്പോഴായിട്ട് മാറും. ഇൻറ്റു dt. സോ എന്തായിട്ട് മാറി? E ഇൻറ്റു dt. അവിടെ ഇൻറ്റു ഡി ആയി താഴേക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറി? ബൈ ഡി ആയിട്ട് മാറി അല്ലെ? സോ E dt ബൈ DI എന്ന് പറയാം. ക്ലിയർ അല്ലേ? നേരെ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്തൊക്കെയാ വരിക? സോ എന്ത് വരും? L = എന്താണെന്ന് നോക്കി. യെസ് എന്താവുന്നത്? യെസ് L = എന്താണ്? E dt ബൈ DI ആണ് വന്നത്. ക്ലിയർ അല്ലേ? L = E എത്രയാണ്? 200 വോൾട്ട് ആണ്. ഇൻറ്റു dt എത്രയാണ്? 0.1 ആണ്. ബൈ DI എത്രയാ വന്നത്? 4 ആംപിയർ ആണ്. ക്ലിയർ അല്ലേ? ഒരു മാറ്റവും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? നേരെ നമുക്ക് കട്ട് ചെയ്യാം. ആരെ കട്ട് ചെയ്യാം? പറഞ്ഞോ, ആരാണ് കട്ട് ചെയ്യാൻ പോകുന്നത്? യെസ് ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നു. എത്രയാ വന്നത്? യെസ് 50 വന്നു അല്ലെ? 50 വന്നു. 50 × 0.1 എത്രയാ? 50 × 0.1 എത്രയാ? 5 ഹെൻറി. എത്രയാ വന്നത്? 5 ഹെൻറി. ക്ലിയർ അല്ലേ? സോ 5 ആണ് നമ്മുടെ ആൻസർ വരിക. 5. ക്ലിയർ അല്ലേ? സോ ഇത് 6 പോലെ ഉണ്ടോ കാണാൻ? 6 അല്ലടാ, ഇത് 5 ആണ് കേട്ടോ. ഓക്കെ
5 ഹെൻറി ആണ് നമ്മുടെ ആൻസർ വന്നത്. 5 ഹെൻറി. സോ മാറിപ്പോണ്ട. സോ 5 ഹെൻറി ആണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ സിമ്പിൾ അല്ലടാ, സിമ്പിൾ അല്ലേ? സോ ഇത്തരത്തിലുള്ള ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ക്ലിയർ? സോ 5 ഹെൻറി ആണ് വന്നത്. യെസ് പാർവതി, വെരി ഗുഡ്, വെരി ഗുഡ് റാ, വെരി ഗുഡ്. ഓക്കെ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോഡ് അല്ലേ? ഒരു സോളിനോഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഒരു ഇക്വേഷൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് യെസ് സിമ്പിൾ ആണ്. നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഈസി മെത്തേഡ് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? സോ അതിന് വേണ്ടി എന്ത് ചെയ്യാൻ പോവാണ്, ജസ്റ്റ് ഒരു സോളിനോഡ് വരച്ചു വെക്കാം. ഓക്കെ അല്ലേ? സോ എന്ത് ചെയ്യുമ്പോൾ ഒരു ചിത്രം വരച്ചു വെച്ചാൽ ഏറ്റവും നന്നായിരിക്കും ഞാൻ പറയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചിത്രം വരച്ചു വെക്കാം. ഒന്നും വേണ്ട, ഒരു ഇൻഡക്ടർ വരയ്ക്കാം. ക്ലിയർ അല്ലേ? സോ ഒരു ഇൻഡക്ടർ വരയ്ക്കുക സിമ്പിൾ ആയിട്ട്. വെറുതെ ഒരു ഇൻഡക്ടർ വരച്ചു അല്ലേ? അവിടെ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്? n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അതിന്റെ ലെങ്ത് എത്രയാണ്? L ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ക്ലിയർ അല്ലേ? സോ L ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ക്ലിയർ ക്ലിയർ ക്ലിയർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സോ നമുക്ക് മുന്നോട്ട് പോയാലോ? യെസ്. സോ ഞാൻ പോകാൻ പോകുന്നത് എന്ത് വെച്ചിട്ടാണ് നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങൾക്കറിയാം എന്താണ് 5 ഈസ് ഈക്വൽ ടു അല്ലെ? 5 ഈസ് ഈക്വൽ ടു അല്ലെ? ഇവിടെ ഉണ്ടായിട്ടുള്ള ഫ്ലെക്സ് എന്ന് വെച്ചാൽ എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് കറണ്ട് നമുക്ക് അറിയാം അല്ലെ? അങ്ങനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണ്? 5 ഈസ് ഈക്വൽ ടു Li ആണ്. 5 ഈസ് ഈക്വൽ എന്താണ്? Li ആണ്. 5 ഈസ് ഈക്വൽ എന്താണ്? 5 ഈസ് ഈക്വൽ എന്താ? യെസ് Li ആണ്. 5 ഈസ് ഈക്വൽ എന്താണ്? Li ആണ്. അതേപോലെ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ അല്ലെ? ഇത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് നമുക്ക് പിടിക്കട്ടെ. യെസ്, ഇതേപോലെ ഫ്ലക്സ് നമുക്ക് മറ്റൊരു ഇക്വേഷൻ ആണ് B ഡോട്ട് A ആണ്. എന്താണ്? B ഡോട്ട് A. B ഡോട്ട് A എന്ന് പറഞ്ഞാൽ എന്താണ്? BA cos θ ആണ് അല്ലെ? BA cos θ ആണ്. ആൻഡ് നമ്മുടെ ഫ്ലക്സ് എവിടെയാ മാക്സിമം ആവുക? θ 0 ആയ സ്ഥലത്താണ് അല്ലെ? θ എന്താവണം? 0 ആകണം. ക്ലിയർ അല്ലേ? θ എന്താവണം? 0 ആവുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയുക അല്ലെ? സോ അവിടെ θ 0 ആണെങ്കിൽ മാക്സിമം വാല്യൂ നമുക്ക് എന്ത് പറയാം? 5 ഈസ് ഈക്വൽ എന്താണ് വരിക? BA ആണ്. 5 ഈസ് ഈക്വൽ എന്ത് വരും? നമുക്ക് BA വരും. ഇനി അവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിലോ ഒന്നുമില്ല, എന്ത് കൂട്ടിയാൽ മതി? എന്റെ പരം എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? യെസ്, NBA ആയിട്ട് മാറി. ക്ലിയർ അല്ലേ? NBA ആയിട്ട് മാറി. ക്ലിയർ? ഇനി സോളിനോഡിനകത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. B ഈസ് ഈക്വൽ എന്താണ്? B ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന B ഈസ് ഈക്വൽ ടു എന്താണ്? μ0 Ni എന്ന് പറയാം. μ0 Ni മറന്നു പോകരുത്. എന്താണ്? μ0 Ni ആണ്. μ0 Ni. ക്ലിയർ ആണ്? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സോളിനോഡ് എന്താണ്? B ഈസ് ഈക്വൽ ടു μ0 Ni ആണ്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആരെയും കാത്തു നിൽക്കണ്ട, നമുക്ക് വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. നമ്മൾ ഇതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? യെസ്. സോ നമുക്ക് എന്ത് പറയാം? 5 ഈസ് ഈക്വൽ ടു എന്ത് പറയാടാ? μ0 Nia എന്ന് പറയാം. μ0 Nia എന്ന് പറയാം. μ0 Nia. ഇത് നമ്മൾ എന്ത് ചെയ്യാം? സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ അല്ലേ? സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. നിങ്ങൾ ഓക്കെ? നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ 1 ഉണ്ട്, ഇക്വേഷൻ 2 ഉണ്ട്. ഇക്വേഷൻ 1 നിങ്ങൾ ഓക്കെ, ഇക്വേഷൻ 2 നിങ്ങൾ ഓക്കെ. രണ്ടിനും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആരാളുള്ളത്? യെസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ആണുള്ളത്. ക്ലിയർ അല്ലേ? 5 ആണുള്ളത്. അങ്ങനെയാണ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്തൂടെ? അങ്ങനെ നിങ്ങൾ പറഞ്ഞോ, റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. Li ഈസ് ഈക്വൽ എന്ത് വരും? μ0 Nia എന്ന് വരും. μ0 Nia. ഇവിടെ ആരെ ക്യാൻസൽ ചെയ്യാം നമുക്ക്? യെസ്, I നമ്മൾ ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? യെസ്, സെൽഫ് ഇൻഡക്റ്റൻസ് L ഈസ് ഈക്വൽ എന്ന് വന്നു. μ0 Na എന്ന് വന്നു. μ0 Na എന്ന് വന്നു. ക്ലിയർ അല്ലേ? ഇവിടെ സ്മോൾ എന്ന് പറഞ്ഞ ആരാ? നമ്പർ ഡെൻസിറ്റി ആണ്. ക്യാപിറ്റൽ നമ്പർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസും ആണ് അല്ലെ? സോ μ0 Na എന്നാണ് വന്നത്. μ0 Na എന്ന് വന്നു. ക്ലിയർ അല്ലേ? സോ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് നമ്മുടെ എന്താ ഞാൻ പറഞ്ഞത്? യെസ്, നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞത് അല്ലെ? നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞത് എന്താണ്? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ക്ലിയർ അല്ലേ? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ക്ലിയർ അല്ലേ? നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഈ ഒരു നമ്പർ ഓഫ് ടേൺസ് നമുക്ക് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ എന്ത് വരും? L ഈസ് ഈക്വൽ നമുക്ക് എന്ത് വരും? μ0 N/L into A എന്ന് വരും അല്ലെ? ഇവിടെ എത്ര ഉണ്ട്? 2 N ഇല്ലേ? സോ എന്ത് വരും അവിടെ? യെസ്, എന്ത് വരും? വെർ ഈസ് തൻസീർ സാർ? എടാ കിങ് പോവാടാ. കിങ് ഒക്കെ ഫസ്റ്റ് എടുത്ത് പോയി. ഇനി എവിടെയേനു? എവിടെയാ ചക്കെ? റോസിന്റെ പരം പോയോ? ഓക്കെ. സോ μ0 N² ആരുണ്ട് അവിടെ? A ഉണ്ട് ബൈ L ഉണ്ട് അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാം? സെൽഫ് ഇൻഡക്റ്റൻസ് L ഈസ് ഈക്വൽ എന്ത് പറയാം? μ0 N² A ബൈ L എന്ന് പറയാം. μ0 N² A ബൈ L നമ്മളുടെ ഇക്വേഷനിൽ എത്തിക്കഴിഞ്ഞതാണ്. μ0 N² A ബൈ L. ഇതാണ് നമ്മളുടെ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞല്ലേ? ക്ലിയർ ആണോടാ?
ക്ലിയർ ആണോ? സോ L is equal ആണ് mu 0 n square a by L ആണ്. mu 0 n square a by L. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇത് നമ്പർ ഡെൻസിറ്റി ടേമിലും പറഞ്ഞോടെ. ഈ നമ്പർ ഡെൻസിറ്റി n is equal to n by L ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ n is equal എന്താ? ഇതേ സാധനം നമുക്ക് എങ്ങനെ അറിയാം? ക്യാപിറ്റൽ n is equal എന്താ വരിക? സ്മോൾ n into L എന്നാ വരിക. അതേ സാധനം നമ്മളിവിടെ കൊടുത്താൽ എന്താ വരിക? ആ ഒരു ഇക്വേഷൻ നമുക്ക് ഇതാ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നോക്കിയേ, ക്യാപിറ്റൽ n പകരം ആര് വരും? NL വരും അല്ലേ? സോ നമുക്ക് അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്താ കിട്ടുക? L is equal to mu 0 n square AL വരും. mu 0 n square AL എന്ന് വരും. സോ ഇത് നമ്മുടെ ഒരു ഇക്വേഷൻ ആണ്. ഇത് എന്തിന്റെ ബേസിലുള്ള ഇക്വേഷൻ ആണ്? നിങ്ങൾക്കറിയാം അത് എന്തിന്റെ ബേസിലുള്ള ഇക്വേഷൻ ആണ്? നമ്പർ ഡെൻസിറ്റിയുടെ ബേസിലുള്ള ഇക്വേഷൻ എവിടെ എഴുതിയിട്ടുള്ളത്? ഇത് നമ്മുടെ നമ്പർ ഓഫ് ടേൺസിന്റെ ബേസിലുള്ള ഇക്വേഷൻ എവിടെ എഴുതിയിട്ടുള്ളത്? ക്ലിയർ അല്ലേ? സോ ഇത് രണ്ട് എഴുതിയാലും ഒരു തെറ്റുമില്ല, ഒരു പ്രശ്നവുമില്ല. ക്ലിയർ ആണോ? ക്ലിയർ സെറ്റ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ സോളിനോഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് നോക്കാം നമുക്ക്. The generation of EMF when the magnetic flux associated with the coil changes is known as electromagnetic induction. അല്ലേ? ജസ്റ്റ് അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ജസ്റ്റ് ഡെഫിനിഷൻ അവിടെ തന്നിട്ടുണ്ട്. ആദ്യം ചോദിച്ചതാണ് മെൻഷൻ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് ഡിപ്പെൻസ്. അല്ലെ, സെൽഫ് ഇൻഡക്റ്റൻസ് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാ? അതിന് നമുക്ക് എന്ത് ചെയ്യാം? തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ എന്ത് ചെയ്യാം? ഒന്ന് കണ്ടെടുക്കാം. നമ്മൾ ഇക്വേഷൻ എന്താണ്? നോക്കിയേ, L is equal to mu 0 n square a by L ആണ്. L is equal എന്താണ്? mu 0 n square a by L. സോ നമ്മൾ ഒന്ന് എടുക്കുവാണ് കേട്ടോ. സോ L is equal to mu 0 n square a by L. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ആരൊക്കെയാ അത് ഡിപ്പെൻഡ് ചെയ്ത്. നോക്കിയേ, ആരൊക്കെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്ത്? നോക്കിയേ, ആരൊക്കെയാണതാ? mu 0 ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? n എന്ന് പറഞ്ഞാൽ ആരാ? നമ്പർ ഓഫ് ടേൺസ് ആണ്. നമ്പർ ഓഫ് ടേൺസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ലെങ്ത് ഓഫ് ദി സോളിനോയിഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യം നിങ്ങൾക്ക് എഴുതിയേക്കാം. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യം എഴുതി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്തു? അതിന്റെ മാർക്ക്, ഒരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സോ നമ്മളത് സ്കോർ ചെയ്ത് കഴിഞ്ഞു ഇപ്പോഴേ. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയോ, ഈ ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ഓഫ് ഇൻഡക്ടൻസ് 50 മില്ലി ആംപിയർ ആണ് കേട്ടോ. 50 മില്ലി ആംപിയർ ആണ് അതിന്റെ എന്ത് ഇൻഡക്ടൻസ് വന്നിട്ടുള്ളത് അല്ലെ. വെൻ എ കറണ്ട് ഓഫ് 2 ആംപിയർ അല്ലെ, വെൻ എ കറണ്ട് ഓഫ് 2 ആംപിയർ ഈസ് പാസിംഗ് ത്രൂ ഇറ്റ് അല്ലെ, 2 ആംപിയർ കറണ്ട് അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എന്തൊക്കെ ഇൻഫോർമേഷൻ നമുക്ക് അവിടെ തന്നു? നോക്കിയേ, എന്തൊക്കെ ഇൻഫോർമേഷനാ? ഒന്ന് നമുക്ക് എന്തുണ്ട്? എന്റെ സെൽഫ് ഇൻഡക്ടൻസ് അറിയാം. എത്രയാണ്? 50 മില്ലി ഹെൻറി ആണ്. നമുക്ക് മില്ലി ഹെൻറിയിലാണോ വേണ്ടത്? മില്ലി നമുക്ക് മാറ്റാം. സോ എന്ത് വരും? 50 into 10⁻³ ഹെൻറി എന്ന് പറയാം. ക്ലിയർ. ഓക്കെ, അടുത്ത നമ്മളെ യെസ് കറണ്ട് അറിയാം. കറണ്ട് എത്രയാണ്? 2 ആംപിയർ ആണ്. 2 ആംപിയർ അല്ലെ, കറണ്ട് എത്രയാണ്? 2 ആംപിയർ ആണ്. ഇനി നമ്മളുടെ ഇക്വേഷൻ എന്താ? കാൽക്കുലേറ്റ് എനർജി സ്റ്റോർഡ് ഇൻ എൻ ഇൻഡക്ടർ അല്ലെ. എനർജി സ്റ്റോർഡ് ഇൻ എൻ ഇൻഡക്ടറിന്റെ ഇക്വേഷൻ എന്താ? പറഞ്ഞേടാ. എനർജി സ്റ്റോർഡ് ഇൻ എൻ ഇൻഡക്ടറിന്റെ ഇക്വേഷൻ എന്താ? പെട്ടെന്ന് പറഞ്ഞേ. എന്താണ് നമ്മുടെ എനർജി സ്റ്റോർഡ് ഇൻ എൻ ഇൻഡക്ടർ? എന്താണ്? ഹാഫ് പറഞ്ഞേ, ബാക്കി പറഞ്ഞേ. ഹാഫ് എന്താ വരിക? ഹാഫ് Li² ആണല്ലേ. സോ ഹാഫ് Li² ആണ്. ക്ലിയർ? ഹാഫ് Li² നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഹാഫ് Li². ഓക്കെ, സോ ഞാൻ അടുത്ത് ഇപ്പുറത്തേക്ക് എഴുതാൻ പോവാണ്. സോ ഹാഫ് Li² അല്ലേ. സോ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു L എത്രയാണ് നമുക്ക് കിട്ടിയത്? നോക്കി, L എത്രയാണ് നമുക്ക് തന്നത്? നോക്കി, ഇതാണ് നമ്മുടെ L അല്ലേ. L എത്രയാണ്? L. അത് നമ്മൾ എന്താക്കി മാറ്റിയതാ? 50 into 10⁻³ ആക്കി മാറ്റി. സോ 50 into 10⁻³ ഇൻറ്റു ആരാൾ അവിടെ? I² അല്ലേ. സോ I എത്രയാണ്? യെസ് 2 ആണ്. സോ എത്ര വരും? I² 4 വരും അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം 4 ആയിട്ട്. സോ 2 വന്നു. ബാക്കി അടുത്ത് എന്ത് വരും? 50 into 2 into 10⁻³ 50 into 2 എത്രയാ? 50 into 2 എത്രയാ? ഒരു സംശയം വേണ്ട, 100 ആണ് അല്ലേ. സോ 100 into 10⁻³ ആണ്. ചുരുക്കി പറഞ്ഞാൽ എന്ത് വരും? E is equal to 10⁻² into 10⁻³ ആണ്. എന്ന് വെച്ചാൽ എത്രയാ വരിക? 10⁻⁻1 എന്ന് വെച്ചാൽ എത്രയാണ്? 0.1 ആണ്. എത്രയാണത്? 0.1 വരും അല്ലേ. 0.1 എനർജി അല്ലേ. സോ ജൂൾ വരും. 0.1 ജൂൾ ആണ് നമ്മുടെ ആൻസർ വരിക. 0.1 ജൂൾ. ക്ലിയർ ആണോ? ചെയ്ത മെത്തേഡ് ക്ലിയർ ആണോ? അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? നമ്മൾ ചെയ്ത വഴിയിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒരു സംശയമില്ലല്ലോ. യെസ്, ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇവിടെ വിടുവാണ്. നമ്മൾ എങ്ങോട്ടേക്ക് പോകാൻ പോവാണ്? നമ്മുടെ യെസ് ആൾട്ടർനേറ്റിംഗ് കറണ്ടിലേക്ക് പോകാൻ പോവാണ്. സോ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ക്ലിയർ അല്ലേ? സോ ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിയേ, ദ ഫേസർ ഡയഗ്രാം ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അക്രോസ് ആൻ അൺനോൺ ഡിവൈസ് എക്സ് അല്ലേ. ഒരു അൺനോൺ ഡിവൈസ് എക്സ് ആൻഡ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ആർ ഷോൺ ബിലോ എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് എന്തുണ്ട്?
ഒരു ഫേസർ ഡയഗ്രാം തന്നിട്ടല്ലേ അവിടെ വോൾട്ടേജും കറണ്ടും തന്നിട്ട് നമുക്ക് അല്ലേ. സോ നമുക്ക് ഫേസർ ഡയഗ്രാം തന്നിട്ട് ഏതാ ഡിവൈസ് എന്ന് നമുക്കറിയില്ല. ഏതോ ഒരു ഡിവൈസിന് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുത്ത സമയത്ത് അവിടെയുള്ള ഫേസർ ഡയഗ്രാം നമുക്ക് തന്നിട്ടില്ലേ അവിടെയുള്ള വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ, ഒരേ ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ. വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏ ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ എക്സ്. ആരാണ് ഈ എക്സ്? പറഞ്ഞോ, ആരാണ് എക്സ്? ദേവദത്ത് പ്രദീപ്. ഓക്കെ, എത്ര മണി വരെ ഉണ്ടോടാ? എത്ര മണി വരെ എന്താടാ? നമ്മളിത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ, നമ്മളിപ്പോ രണ്ടാമത്തെ ചാപ്റ്റർ എത്തിയില്ലേ, ഇനി 2 ചാപ്റ്റർ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് കഴിയാം. ഇനി എഴുതാൻ 2 ചാപ്റ്റർ വലിയ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ അല്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, സോ അത് കണ്ടുപിടിച്ചാൽ നിങ്ങൾ ഏതാണ് ഈ അൺനോൺ ഡിവൈസ് എക്സ്? ഏതാണ് ഈ എക്സ് എന്ന് പറഞ്ഞ ഡിവൈസ്? ആരാ? ഈ ഫേസർ ഡയഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ പറയാൻ പറ്റണം ഏതാണ് ഡിവൈസ് എന്ന് പറയാൻ പറ്റണം. ഫേസർ ഡയഗ്രാം കണ്ടാൽ അപ്പൊ തന്നെ പറയാൻ പറ്റണം, ഒരു സംശയം വേണ്ട. ഏതാണ് ഈ ഫേസർ ഡയഗ്രാം? എന്തിന്റെയാണ് ഒന്ന് പറഞ്ഞേ. ആരതാണ് ഈ ഫേസർ ഡയഗ്രാം? പെട്ടെന്ന് പറഞ്ഞേ ആരതാണ് ഈ ഫേസർ ഡയഗ്രാം? യെസ്, ഓക്കെടാ. ഓക്കെ, ആരാണിത്? നമുക്കറിയാം അല്ലെ, നമ്മളെ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിൽ ആർക്ക് മാത്രമേ ഉള്ളൂ? യെസ്, റെസിസ്റ്ററിന് മാത്രമേ ഉള്ളൂ. സോ ആരാണത്? നമ്മുടെ റെസിസ്റ്റർ ആണ്. സോ ഇതിരുന്നാണ് ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ്. ഓക്കെ, റെസിസ്റ്ററിന്റെ അകത്താണുള്ളത്. ഓക്കെ, അടുത്ത പറഞ്ഞതാണ് ഡ്രോ ദ ഫേസർ ഡയഗ്രാം വിച്ച് ഷോസ് ദ റിലേഷൻ among VR, VL, VC ആൻഡ് I. എന്ന് പറഞ്ഞാൽ കറണ്ടാ ഇൻ എ സീരീസ് LCR സർക്യൂട്ടാ, ഇൻ എ സീരീസ് LCR സർക്യൂട്ട്. ഓക്കെ അല്ലേ? സോ ഒരു LCR സർക്യൂട്ടിനകത്തുള്ള VR എന്ന് പറഞ്ഞ ആരാ? വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആണ്. VL എന്ന് പറഞ്ഞ ആരാ? വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ആണ്. VC എന്ന് പറഞ്ഞ ആരാ? വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ആണ്. ക്ലിയർ അല്ലേ? സോ VR, VL, VC എന്നീ സാധനങ്ങൾ വെച്ച് നമ്മൾ എന്ത് പറയണം? യെസ്, എന്ത് പറയണം? LCR സർക്യൂട്ടിന്റെ അകത്ത് നമ്മൾ എന്ത് പറയണം? യെസ്, ഡ്രോ എ ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അല്ലെ, അവിടെ നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു ഫേസർ ഡയഗ്രാം നമ്മൾ വരച്ചു വെച്ചിരിക്കണം. ക്ലിയർ ആണോ? സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സിമ്പിൾ ആയിട്ട് വരച്ചൂടെ? സോ നോക്കിയോ എങ്ങനെയാ ഫേസർ ഡയഗ്രാം വരയ്ക്കുക? നോക്കിയടാ മക്കളെ, എങ്ങനെ നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കാം? ശ്രദ്ധിച്ചോ. സോ നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്, ശ്രദ്ധിച്ചോളാ. യെസ്, ഓക്കെ. സോ ഞാൻ എന്താ വോൾട്ടേജ് ഞാൻ അവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. സോ നോക്കിയേ, വോൾട്ടേജ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വോൾട്ടേജ്. ഓക്കെ അല്ലേ? സോ വോൾട്ടേജ് ഇതാണ്. ഇത് ആർക്കുള്ള വോൾട്ടേജാ? റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലെ. നിങ്ങൾക്ക് അറിയാം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് അങ്ങനെയാണ് പോകുന്നതെങ്കിൽ കറണ്ടും എന്തായിരിക്കും പോവുക? സെയിം പാത്തിലാണ് പോവുക. കറണ്ട് എങ്ങോട്ടേക്കും പോവില്ല, അതേ പാത്തിൽ പോകും. ക്ലിയർ അല്ലേ? സോ നമ്മളെ കറണ്ടും എന്താ ഇതേ ഡയറക്ഷനിലാണ് വന്നത്. ക്ലിയർ അല്ലേ? കറണ്ടും സെയിം ഡയറക്ഷൻ. ഇതാണല്ലോ നമ്മുടെ എന്ത് തന്നിട്ടുള്ളതാ? ഈ ഒരു ഗ്രാഫ് തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ ഇത് നമ്മൾ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താ? ഈ ഒരു കറണ്ടിന്റെ ബേസിൽ നമുക്ക് എന്ത് വേണം? യെസ്, VL-ഉം അതേപോലെ VC-യും വേണം. നിങ്ങൾക്ക് അറിയാം ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ്. നിങ്ങൾക്ക് അറിയാം എപ്പോഴും കറണ്ട് എന്താ ചെയ്യുക? വോൾട്ടേജിനേക്കാളും ലാഗ് ചെയ്യുക ചെയ്യുക അല്ലെ. ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ എന്താ ചെയ്യുക? യെസ്, ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് അവിടെയുള്ള വോൾട്ടേജിനേക്കാളും ലാഗ് ചെയ്യുക എന്ന് വെച്ചാൽ ലാഗ് ചെയ്യും. എത്ര ആംഗിളിലാ? π/2 റേഡിയൻ അഥവാ 90 ഡിഗ്രി അത് ലാഗ് ചെയ്യും. ക്ലിയർ അല്ലേ? സോ അവിടെ എന്ത് ചെയ്യും? π/2 ഡിഗ്രിയിൽ അത് ലാഗ് ചെയ്യുമെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ അവിടെ വോൾട്ടേജ് എന്താണോ ആ വോൾട്ടേജിനേക്കാളും π/2 ഡിഗ്രി അല്ല, സോറി ഡിഗ്രി അല്ല, π/2 റേഡിയൻ അത് ലാഗ് ചെയ്യും അല്ലെ. അങ്ങനെ നമുക്ക് എന്ത് പറയാം? കറണ്ട് വോൾട്ടേജിനേക്കാൾ എന്ത് ചെയ്യും? അല്ല, കറണ്ട് അല്ല, വോൾട്ടേജ് കറണ്ടിനേക്കാൾ എന്ത് ചെയ്യും? π/2 റേഡിയൻ അത് ലീഡ് ചെയ്യുമെന്ന് പറയാം. 2 തരത്തിലും പറഞ്ഞു അല്ലെ. എന്താണ് ഇൻഡക്റ്റീവ് സർക്യൂട്ടില് നമ്മുടെ കറണ്ട് വോൾട്ടേജിനേക്കാളും π/2 റേഡിയൻ അത് ലാഗ് ചെയ്യുക അല്ലെ. തിരിച്ച് നമുക്ക് എങ്ങനെ പറയാം? വോൾട്ടേജ് കറണ്ടിനേക്കാളും π/2 റേഡിയൻ ലീഡ് ചെയ്യുന്നു എന്ന് പറയാം അല്ലെ. അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യാം? നമുക്ക് കറണ്ടിന്റെ ബേസിൽ നമുക്ക് പറയാം അല്ലെ. സോ നമുക്ക് എന്ത് പറയാം? വോൾട്ടേജ് എന്താ ചെയ്യുന്നത്? കറണ്ടിനേക്കാളും π/2 ഡിഗ്രി, സോറി ഡിഗ്രി അല്ല, റേഡിയൻ, π/2 റേഡിയൻ എന്ത് ചെയ്യുന്നു? അവിടെ ലീഡ് ചെയ്യുന്നു. π/2 റേഡിയൻ അത് ലീഡ് ചെയ്യുന്നു. π/2 റേഡിയൻ ലീഡ് ചെയ്യുന്നു അല്ലെ. ലീഡ് ചെയ്ത് വരച്ചാൽ നമുക്ക് സോ എന്ത് ചെയ്യാൻ പോവാണ്? ലീഡ് ചെയ്ത് വരയ്ക്കാൻ പോവാണ്. സോ ഞാൻ ലീഡ് ചെയ്ത് വരയ്ക്കുന്നു. സോ ഞാൻ ലീഡ് ചെയ്ത് വരച്ചു. ഇതാണ് നമ്മുടെ എന്ത്? VL. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ആര് വരയ്ക്കണം? VC വരയ്ക്കണം. VC വരയ്ക്കണ്ടേ? ഇനി ഫോർ എ കപ്പാസിറ്റീവ് സർക്യൂട്ട് അല്ലെ, കപ്പാസിറ്റീവ് സർക്യൂട്ടിന്റെ അകത്ത് കറണ്ട് വോൾട്ടേജിനേക്കാളും ലീഡ് ചെയ്യും. എത്രയാ? π/2 റേഡിയൻ ലീഡ് ചെയ്യും അല്ലെ. തിരിച്ചു പറഞ്ഞാലോ അവിടെ വോൾട്ടേജ് കറണ്ടിനേക്കാളും π/2 റേഡിയൻ
ലാഗ് ചെയ്യും. വോൾട്ടേജ് ലാഗ് ചെയ്യും അല്ലെ? കറണ്ട് ലീഡ് ചെയ്യുമെങ്കിൽ വോൾട്ടേജ് പുറകിലാണ്ടാവുക. സോ വോൾട്ടേജ് ലാഗ് ചെയ്യൂലേ? എത്രയാ? π/2 ആണ്. സോ വോൾട്ടേജ് ഇവിടെ ലാഗ് ചെയ്യാണ്. എത്രയാണ്? π/2 ലാണ് ലാഗ് ചെയ്യുന്നത്. സോ ദാ π/2 ലാഗ് ചെയ്ത് വരച്ചിരിക്കുന്നു. π/2 ലാഗ് ചെയ്തു. π/2 ലാഗ് ഇതാണ് നമ്മുടെ എന്ത് വരിക? VC വരിക. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ എന്ത്? ഫേസർ ഡയഗ്രാം ഫോർ എ സീരീസ് LCR സർക്യൂട്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ നമ്മൾ എല്ലാ ആൾക്കാരും ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. VR ഉണ്ട്, VL ഉണ്ട്, VC ഉണ്ട്, നമ്മുടെ കറണ്ട് എല്ലാവരും ആ ഫേസർ ഡയഗ്രത്തിനകത്തുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം അല്ലെ? എല്ലാവരും ഉണ്ട് ആ ഫേസർ ഡയഗ്രത്തിലുണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ക്ലിയർ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ഇംപിഡൻസ് ഇൻ എ സീരീസ് LCR സർക്യൂട്ട് ആണല്ലേ? സീരീസ് LCR സർക്യൂട്ടിനകത്തുള്ള ഇംപിഡൻസിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? യെസ്, ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. സോ അവൻ എന്ത് ചെയ്യാം? നമുക്ക് ഇതേ എക്സ്പ്രഷൻ നമുക്ക് എടുക്കാം. ഇതേ എക്സ്പ്രഷൻ അല്ല, ഇതേ ഫേസർ ഡയഗ്രാം നമുക്ക് ആവശ്യമുള്ള അല്ലേ? സോ ഒരു സീരീസ് LCR സർക്യൂട്ടിന്റെ അകത്തുള്ള ആ ഒരു ഫേസർ ഡയഗ്രാം നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? സോ ഇതിനകത്ത് ഒരു കണ്ടീഷൻ ഞാൻ കൊടുക്കാൻ പോവാണെന്ന് നോക്കിയോ. ഇഫ് ശ്രദ്ധിച്ചോ, ഇഫ് അല്ലെ, ഇഫ് VL ഗ്രേറ്റർ ദാൻ VC ആണെങ്കിൽ, ഇഫ് VL ഗ്രേറ്റർ ദാൻ VC ആണെങ്കിൽ എന്ന് വെച്ചാൽ നോക്കിക്കോ, ഈ ഒരു വെക്ടർ ശ്രദ്ധിക്കണേ, ഈ ഒരു വെക്ടർ എന്താണ്? ഈ ഒരു വെക്ടറിനേക്കാളും വലുതാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് എങ്ങോട്ടാ വരിക? നിങ്ങൾക്കറിയാം VL-ഉം VC-യും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഡിഫറൻസ് എടുക്കണം അല്ലെ? എവിടേക്കാ റിസൾട്ടന്റ് ഉണ്ടാവുക? യെസ്, ഗ്രേറ്റർ വെക്ടർ ആരാണോ, അവിടേക്കാണ്. അവിടെ ഗ്രേറ്റർ ആരാ? VL ഗ്രേറ്റർ ദാൻ VC ആണ്. സോ VL-ന്റെ ഡയറക്ഷനിലേക്ക് ആരുണ്ടാവും? VL-ന്റെ ഡയറക്ഷനിലേക്ക് ആരുണ്ടാകും? VL-ന്റെ ഡയറക്ഷനിലേക്ക് ആരുണ്ടാവും? ശ്രദ്ധിക്കണേ മക്കളെ. യെസ്, ഒരു നല്ല കളർ ഏതാള് നോക്കട്ടെ. ഓക്കെ, സോ ദാ ഈ ഒരു VL-ന്റെ ഡയറക്ഷനിലേക്കാണ് നമ്മുടെ റിസൾട്ടന്റ് ഉണ്ടാവും. VL-ന്റെ ഡയറക്ഷനിലേക്ക് ഇതാ കംപ്ലീറ്റ് ആയി ഉണ്ടാവില്ല. എന്തേ ഉണ്ടാവുള്ളൂ? VL-ൽ നിന്ന് VC മൈനസ് ചെയ്തതിനു ശേഷം ബാക്കി കുറച്ച് പോർഷൻ അല്ലേ, ആ പോർഷൻ എങ്ങോട്ടുണ്ടാവും? VL-ന്റെ ഡയറക്ഷനിലേക്ക് ഉണ്ടാവും. ക്ലിയർ അല്ലേ? സോ അവിടെ എന്ത് വന്നു? നമുക്ക് രണ്ട് വെക്ടേഴ്സ് വന്നു അല്ലേ? ഏതൊക്കെയാ വെക്ടേഴ്സ് ഉള്ളത് നോക്കിയേ. ഏതൊക്കെയാ വെക്ടേഴ്സ് ഉള്ളതാ? ഇവിടെ ദാ VL മൈനസ് VC നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വെക്ടർ അവിടെ വരച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ആരും കൂടെ ഉണ്ട് നോക്കിയേ. VL മൈനസ് VC ഉണ്ട്, അതേപോലെ VR ഉണ്ട്. ഈ രണ്ടാൾക്കാർ റിസൾട്ടന്റ് എടുക്കണം. ക്ലിയർ അല്ലേ? ഈ രണ്ടാൾക്കാർ നോക്കിയേ നിങ്ങൾ. ഈ രണ്ടാൾക്കാർ എന്തായിട്ടാണ് നോക്കിയേ? കോ ഇനീഷ്യൽ വെക്ടർ ആയിട്ടാണ്. എന്ത് വെക്ടർ ആയിട്ടാണത്? കോ ഇനീഷ്യൽ വെക്ടർ ആയിട്ടാണ്. കോ ഇനീഷ്യൽ വെക്ടർ അല്ലേ? സോ കോ ഇനീഷ്യൽ വെക്ടർ ആണ്. നമ്മൾ എന്ത് റൂൾ എടുക്കണം അവിടെ? എന്ത് റൂളാണ് എടുക്കേണ്ടത്? യെസ്, എന്ത് അഡീഷനാ? വെക്ടേഴ്സിന്റെ ഏത് അഡീഷൻ എടുക്കേണ്ടത്? പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പാരലലോഗ്രാം അവിടെ എന്ത് ചെയ്യാം? നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു പാരലലോഗ്രാം അവിടെ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കണേ. സോ ഞാൻ എന്താ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. ക്ലിയർ? സോ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്താലോ? ശ്രദ്ധിച്ചോ, പാരലോഗ്രാം എന്താ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. യെസ്, സോ ഞാൻ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് അവിടെ കാണാം, കണ്ടില്ലേ? പാരലലോഗ്രാം ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. എന്താ നമ്മളെ റിസൾട്ടന്റ്? അതിന്റെ ഡയഗണലാ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡയഗണൽ എന്ത് ചെയ്യാം? ഒന്ന് വരയ്ക്കാം. സോ ഞാൻ ഡയഗണൽ വരയ്ക്കാൻ പോവാണ്. നോക്കിയോ മക്കളെ, ഡയഗണൽ ഇതാ ഞാൻ വരയ്ക്കുന്നു. ഓക്കെ, സോ ഇതാ ഡയഗണൽ ഇതാ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ക്ലിയർ? സോ ഡയഗണൽ അവിടെ വെച്ചിട്ട് ഇതാണ് നമ്മുടെ എന്ത്? റിസൾട്ടന്റ് വെക്ടർ. ക്ലിയർ അല്ലേ? ആരാ വരിക? റിസൾട്ടന്റ് വെക്ടർ എന്ന് വെച്ചാൽ ആരാ വരിക? യെസ്, എന്ത് വരും? നമുക്ക് കണ്ടുപിടിച്ച് നോക്കിയാലോ അല്ലേ? ഞാൻ ഇത് വേണ്ടി എന്താണതാ ഈ ഒരു ട്രയാങ്കിൾ ഞാൻ കണ്ടുപിടിക്കാൻ പോകാം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ റിസൾട്ടന്റ് വെക്ടർ അല്ലേ? സോ റിസൾട്ടന്റ് വോൾട്ടേജ് V അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ വിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കണം. സോ എന്ത് ചെയ്യാണ്? ഞാൻ അവിടെ ഉള്ള ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് മക്കളെ? ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കൺസിഡർ ചെയ്യാം. സോ ഞാൻ എന്തു ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ ഇവിടെ ഒന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചോ? സോ ഇതാണ് നമ്മുടെ എന്ത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ക്ലിയർ അല്ലേ? നമുക്കറിയാം പൈത്തഗോറസ് തിയറം കൊടുക്കാം. എന്താണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് എന്താ വരിക? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നേരെ എഴുതി വെക്കാം. ക്ലിയർ അല്ലേ? ഇതാരാ? ഹൈപ്പോട്ടന്യൂസ് ആരാ? V സ്ക്വയർ ആണ് അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? V സ്ക്വയർ ഈസ് ഈക്വൽ ടു ആരാ? ബേസ് ആരാ? ബേസ് ആരാ ഉള്ളത്? നോക്കി ആരാ ഉള്ളത്? ബേസ് VR ആണ് എടുക്കാം അല്ലേ? സോ VR സ്ക്വയർ പ്ലസ് ഇനി ഹൈറ്റ് ആരാ? നോക്കിയേ, ഹൈറ്റ് ഇവിടെ ആരാളെ നോക്കിയതാ? ഈ ആളാണ്. ഇയാൾ ആർക്ക് ഈക്വലാ? ഇയാൾക്ക് ഈക്വൽ ആണ്. ഇയാൾ ആരാണ്? VL മൈനസ് VC ആണല്ലേ? സോ VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ എന്ത് ചെയ്യാൻ പോവാണ്? അങ്ങനെ V ഈക്വൽ നമുക്ക് എന്ത് പറയാം? യെസ്, റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ എന്ന് പറയാം. ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ? യെസ്, ഇമ്പിഡൻസ് അല്ലേ? ഇമ്പിഡൻസ് അല്ലേ? ഇമ്പിഡൻസ് അല്ലേ? ക്ലിയർ അല്ലേ? സോ അതിന് വേണ്ടി എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ഇവരൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോ, റൂട്ട് ഓഫ് അല്ലേ, വി ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ആർ സ്ക്വയർ ആണ്. വി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആർ ആണ്. സോ ഐ ആറിന് സ്ക്വയർ എടുത്തു. പ്ലസ് വി എൽ എന്ന് പറഞ്ഞാൽ ആരാണ്? യെസ്, എന്ത് വരും? അവിടെ ഉണ്ടാവുന്ന കറണ്ട് ഇൻറ്റു അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് എന്താ? യെസ്, എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സ് എൽ ആണ്. മൈനസ് അവിടെ ആര് വരും? ഐ ഇൻറ്റു എന്ത് വരും? എക്സ് സി വരും. ഹോൾ സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? ഈ എല്ലാ സ്ഥലത്തും ആരുണ്ട്? ഐ ഉണ്ടല്ലേ? സോ ഐന് സ്ക്വയർ അവിടെ ഉള്ളപ്പം എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. സോ പുറത്തെടുക്കാൻ എന്തായിട്ട് മാറും? യെസ്, ഐ ആയിട്ട് മാറും. ആ ഐനെ അപ്പുറത്തേക്ക് എടുത്താലോ? വി ബൈ ഐ ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? വി ബൈ ഐ ആയിട്ട് മാറും. ക്ലിയർ ആണോടാ? സോ വി ബൈ ഐ ഈസുകൾ എന്ത് കിട്ടി നമുക്ക്? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഈ വി ബൈ ഐ എന്ന് വെച്ചാൽ എന്താ? റെസിസ്റ്റൻസാ. ഏത് സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസാ? എൽ സി ആർ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസാ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അവിടെയുള്ള ഇംപീഡൻസ് എന്ന് വിളിക്കുന്നത്. എന്ത് ലെറ്റർ ഡിനോട്ട് ചെയ്യാം? സെഡ്. അങ്ങനെ സെഡ് ഈസുകൾ നമുക്ക് എന്ത് പറയാം? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഇംപിഡൻസിന്റെ എക്സ്പ്രഷൻ. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഇതാണ് നമ്മളുടെ എന്ത്? ഇംപിഡൻസിന്റെ എക്സ്പ്രഷൻ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രൂവ് ദാറ്റ് when an alternating voltage is applied to an inductor the current through it lags behind the voltage by an angle 90 degree. നമ്മൾ നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞല്ലേ. ഇനി നമ്മൾ അത് പ്രൂവ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഏത് സർക്യൂട്ട് എടുക്കുന്നത്? ഇൻഡക്റ്റീവ് സർക്യൂട്ട്. സോ എന്ത് ചെയ്യുക? ഒരു ഇൻഡക്ടറുള്ള സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. അവിടേക്ക് ഞാൻ എന്ത് വോൾട്ടേജ് കൊടുക്കുന്നത്? എ സി വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. സോ എ സി വോൾട്ടേജ് അവിടെ കൊടുത്തു, വി കൊടുത്തു. എങ്ങോട്ടേക്കാ? ഇൻഡക്ടറിന്റെ അകത്തേക്കാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. യെസ്. സോ നമ്മള് ഇൻഡക്ടറിന്റെ അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞു. സോ നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് വി ഈസികൾ എന്താണ്? നമ്മൾ കൊടുത്ത വോൾട്ടേജ് എന്താ? വി ഈസികൾ ടു വി സീറോ സൈൻ ഒമേഗ ടി നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താ? വി ഈസികൾ ടു വി സീറോ സൈൻ ഒമേഗ ടി. ഇനി നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ. എന്താണ് വിന്റെ ഇക്വേഷൻ? എന്താണ്? എൽ ഡി ഐ ബൈ ഡി ടി ആണ്. ഇവിടെ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ കറണ്ട് വോൾട്ടേജിനേക്കാളും പൈ ബൈ 2 റേഡിയൻ അഥവാ 90 ഡിഗ്രി ലാഗ് ചെയ്യുന്ന നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഡി ഐ എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാം. അങ്ങനെയാണ് ഈ ഇക്വേഷൻ അത് ഡി ഐക്ക് ഇക്വേഷൻ കണ്ടുപിടിച്ചൂടെ? ഡി ഐ ഈസികൾ എന്ത് പറയാടാ? വി ബൈ എൽ ഇൻറ്റു ഡി ടി എന്ന് പറയാം. വി ബൈ എൽ എന്താണ് വരിക? ഡി ടി ആണ് വരിക. ക്ലിയർ അല്ലേ? നമ്മളെ കയ്യിൽ ഡി ഐ ഉണ്ട് എന്ന് വെച്ചാൽ ചെറിയ കറണ്ട് ഉണ്ട്. അതിന് നമുക്ക് ടോട്ടൽ കറണ്ട് ആയിക്കൂടെ? എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലെ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ കറണ്ട് കാണാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ആരെയാ? ഡി ഐനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഡി ഐ ഈക്വൽ എന്ന് പറയാം. നേരെ നമുക്ക് കൊടുക്കാം. ഡി ഐ എന്ന് പറഞ്ഞാൽ ആരാണ്? വി ബൈ എൽ ഇൻറ്റു ഡി ടി ആണ്. ഇനി വി എന്ന് പറഞ്ഞാൽ എന്താ? വി എന്ന് പറഞ്ഞാൽ ആരാ? വി സീറോ സൈൻ ഒമേഗ ടി ആണ്. നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? സോ ഇതേ സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോവാണ്. വി സീറോ സൈൻ ഒമേഗ ടി. വി സീറോ കോൺസ്റ്റന്റ് ആണ്, ഐ എൽ കോൺസ്റ്റന്റ് ആണ്. നേരെ പിടിച്ച് ഔട്ട് സൈഡ് ഇടാം. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് ടോട്ടൽ കറണ്ട് ഐ ഈസികൾ എന്ത് കിട്ടും? വി സീറോ ബൈ എൽ അവിടെ ഉണ്ട്. ഇന്റർവൽ ഉള്ള ആരൊക്കെയുള്ളത് അവിടെ? സൈൻ ഒമേഗ ടി ഡി ടി അല്ലേ? സോ സൈൻ ഒമേഗ ടി ഡി ടി. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? സൈൻ ഒമേഗ ടി ഡി ടിയെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ക്ലിയർ ആണോടാ? ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. സൈൻ ഒമേഗ ടി ഡി ടി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്. നോക്കണം, എന്ത് സർക്യൂട്ട് ആണ്? ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്. ക്ലിയർ ആണോടാ? ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി നിങ്ങൾ പറഞ്ഞോ, എന്താണ് ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി വരിക? ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അവിടെ ഉണ്ട്, വി സീറോ ബൈ എൽ അവിടെ ഉണ്ട്. ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി എന്താണ് നോക്കിക്കോ? മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. ഞാൻ അഗൈൻ എന്ത് ചെയ്യാണ്? കോൺസ്റ്റന്റ് ഒരുമിച്ച് എഴുതാൻ പോവാണ്. വി സീറോ ബൈ, നമ്മൾ ഐ ആണ് കണ്ടുപിടിച്ചത്, വി സീറോ ബൈ എൽ ഒമേഗ ഇൻറ്റു എന്ത് വരും? മൈനസ് കോസ് ഒമേഗ ടി വരും. ക്ലിയർ അല്ലേ? ഇനി ഞാനൊരു ജനറൽ ഇക്വേഷൻ എഴുതാൻ പോവാണ്. മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞത് സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് വരും? ഐ ഈസ് ഈക്വൽ ടു എന്ത് വരും? വി സീറോ ബൈ എൽ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിയേ, ഈ വി സീറോ ബൈ എൽ ഒമേഗനെ ഞാൻ എന്ത് വിളിക്കാൻ പോവാ? ഐ സീറോ എന്ന് വിളിക്കാൻ പോവാ. അങ്ങനെയാണെങ്കിൽ ഐ ഈസികൾ എന്ത് പറയാം? ഐ സീറോ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2.
കിട്ടിപ്പോയി. നമ്മളെ എന്ത് കിട്ടി? നമുക്ക് കറണ്ടിന്റെ എക്സ്പ്രഷൻ കിട്ടി. സോ കറണ്ടിന്റെ എക്സ്പ്രഷൻ എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ എന്താണ്? വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ എന്താ? V = V0 sin ω t ആണ്. അവിടെ എന്താണ് ആംഗിൾ വന്നത്? എന്താണ് ഫേസ് വന്നത്? ω t ആണ്. ഇവിടെ എന്താ ഫേസ് വന്നത്? I = I0 sin ω t minus π/2 ആ. π/2 റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രിയാ. എന്ന് വെച്ചാൽ എന്താ? വോൾട്ടേജിനേക്കാളും കറണ്ട് 90 ഡിഗ്രി എന്ത് ചെയ്യുന്നു? ലാഗ് ചെയ്യുന്നു അർത്ഥം. ക്ലിയർ അല്ലേ? സോ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞില്ലേ? സോ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഡെറിവേഷൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ പോകണം. നോക്കിയോ, എ പവർ ട്രാൻസ്മിഷൻ ലൈൻസ് ഫീഡ്സ് ഇൻപുട്ട് പവർ ഓഫ് 2300 volt to a step down transformer with its primary winding having 4000 turns. What should be the number of turns in the secondary in order to get output power at 230 volt ആണ് അല്ലേ? സോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തന്നെ എന്ത് ചെയ്യാം? ആദ്യം ഒന്ന് എഴുതി വെക്കാം അല്ലേ? ഇവിടെ എന്താ? നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് അറിയാം എന്ന് വെച്ചാൽ പ്രൈമറി വോൾട്ടേജ് അറിയാം. എത്രയാണ്? 2300 വോൾട്ട് ആണ് അല്ലേ? ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജ് നമുക്കറിയാം 230 വോൾട്ട് ആണ്. ക്ലിയർ അല്ലേ? ഇനി പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി അല്ലേ? നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എത്രയാണ്? 4000 ആണ്. 4000 ആണ്. നമുക്ക് എന്താണ് പിടിക്കേണ്ടത്? യെസ്, വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ് ടേൺസ് അല്ലേ? വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ് ടേൺസ്? വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. നേരെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നേരെ നമ്മളുടെ എന്ത് ചെയ്യാം? നമ്മുടെ ട്രാൻസ്ഫോമർ ഇക്വേഷനകത്തേക്ക് പോവാം. VS/VP ആണ്. VS/VP NS/NP ആണ്. ക്ലിയർ അല്ലേ? VS/VP ആണ് NS/NP. നമുക്ക് ഓരോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VS എത്രയാ? 230 വോൾട്ട് ആണ്. സോ 230 ബൈ VP എത്രയാണ്? 2300 ആണ്. സോ 2300 ഈക്വൽ ടു NS എത്രയാണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡ് നമ്മൾ കണ്ടുപിടിക്കണം. സോ അങ്ങനെ തന്നെ കൊടുക്കാം. ഒരു മാറ്റവും വേണ്ട. ക്ലിയർ അല്ലേ? സോ NS/NP ആരാണ്? 4000 ആണ്. 4000. നമുക്ക് NS അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ NS അവിടെ വെക്കാം. അവിടെയുള്ള ബൈ 4000 പിടിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സ്വന്തമായിട്ട് മാറി ഇൻറ്റു 4000 ആ. സോ നമുക്ക് എന്ത് കിട്ടും? 230 ബൈ 2300 ഇൻറ്റു 4000 വരും. 4000 അതാണ് എന്ത് വരിക? NS വരിക. ഇവിടെ ഓക്കെ, ഇവിടെ നോക്കിയേ, 2 0 ഞാൻ ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തൊക്കെയാണുള്ളത്? മുകളിൽ 23 ഉണ്ട്, താഴെ 23 ഉണ്ട്. ക്യാൻസൽ ചെയ്തു. ബാക്കി എത്രയാ? 400 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡ് എത്രയാ? 400 ആണ്. കിട്ടിയില്ല മക്കളെ? കിട്ടിയില്ലേ? സോ NS എത്രയാണ്? 400 ആണ്. കിട്ടിയോടാ? ക്ലിയർ അല്ലേ? സോ NS എത്രയാണ്? 400 ആണ് വന്നിട്ടുള്ളത്. NS വന്നു 400 വന്നു. ക്ലിയർ? സോ നമ്മുടെ അടുത്ത് വന്നതാണ് നമ്മളെ ന്യൂക്ലിയർ എന്ന ചാപ്റ്ററിന്റെ അകത്തുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻ. നമ്മളെ വെയിറ്റേജ് കുറഞ്ഞൊരു ചാപ്റ്റർ ആണ്. സോ വളരെ അത്രയും നമ്മളുടെ കണ്ടിന്യൂസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തുള്ളൂ. നോക്കിക്കോ, 2 ന്യൂക്ലിയൈ ഹാവിംഗ് മാസ് നമ്പർ ഇൻ ദ റേഷ്യോ 1:2 ആണ് അല്ലെ? മാസ് നമ്പറിന്റെ റേഷ്യോ അല്ലെ? മാസ് നമ്പർ അല്ലെ? A1:A2 എത്രയാണ്? 1:8 ആണ്. നമ്മൾ കാണാൻ പറഞ്ഞാ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ ന്യൂക്ലിയർ റേഡിയ? നമുക്കറിയാം റേഡിയസും മാസ് നമ്പറും ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെ റേഡിയസിനെയും മാസ് നമ്പറിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്താണ്? R ഈസ് ഈക്വൽ ടു അല്ലെ? എന്താണ് വരിക? R ഈസ് ഈക്വൽ ടു R0 A⁻1/3 ആണ്. R ഈസ് ഈക്വൽ എന്നാണ് R0 A⁻1/3 ആണ്. നമുക്ക് എന്ത് രണ്ടാൾക്കാരല്ലേ? സോ നമുക്ക് എന്ത് പറയാം? R1 ആദ്യം പറയാം. സോ R1 ഈസ് ഈക്വൽ എന്താണ്? R0 A1/1/3 വരും. ക്ലിയർ ആണോ? A1/1/3 വരും. A1/1/3 ക്ലിയർ അല്ലേ? A1/1/3 വരും. ഒന്നുകൂടി തരാം. യെസ്, R ഈസ് ഈക്വൽ എന്താ വരിക? R0 അല്ലെ? R1 ഈസ് ഈക്വൽ എന്താണ്? R0 A1/1/3 വന്നു. ക്ലിയർ അല്ലേ? അതേപോലെ R2 എഴുതാൻ പോവാണ്. ക്ലിയർ അല്ലേ? ഇവിടെ ആര ക്യാൻസൽ ആയിപ്പോയി? R0 ക്യാൻസൽ ആയിപ്പോയി. ഇനി R1/R2 അല്ലേ? R1/R2 എന്നത് എന്താണ്? A1/1/3 A2/1/3 ആ. A1 എത്രയാ? അവിടെ 1 ആണ്. സോ 1ന്റെ (1/3) ബൈ A2 ആരാ? 8 ആണ്. 8ന്റെ (1/3). ഈ (1/3) എന്താ? ക്യൂബ് റൂട്ട് ആണ്. (1/3) ആരാ? ക്യൂബ് റൂട്ട് ആണ്. (1/2) എന്താണ്? സ്ക്വയർ റൂട്ട് ആണെങ്കിൽ (1/3) ആരാ? ക്യൂബ് റൂട്ട് ആണ് അല്ലെ? സോ 1ന്റെ ക്യൂബ് റൂട്ട് എന്താണ്? 1 തന്നെയാണ്. ആര് വന്നു? 1 വന്നു അല്ലെ? 8ന്റെ ക്യൂബ് റൂട്ട് ആരാണ്? 2 ആണ്. സോ 2 വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് R1:R2 നമുക്ക് എന്ത് പറയാം? 1:2 എന്ന് പറയാം. 1:2 എന്ന് നമുക്ക് പറയാം സിമ്പിൾ ആയിട്ട്. ക്ലിയർ അല്ലേ? സോ R1:R2 എത്രയാണ്? 1:2 ആണ്.
ക്ലിയർ ആണോടാ? ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാൻ പോണ? അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ പോണ്. ദ എനർജി ജനറേഷൻ ഇൻ സ്റ്റാർസ് ഡ്യൂ ടു എന്താണ് ഏത് പ്രോസസ് ആണ് നമ്മളെ സ്റ്റാർസിന്റെ അകത്ത് എനർജി ജനറേഷന് യൂസ് ചെയ്യുന്നത്? എനർജി ജനറേഷൻ അവിടെ എന്ത് പ്രോസസ് നടക്കുന്നത്? പറഞ്ഞ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? എനർജി ജനറേഷന് എന്ത് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്? പറഞ്ഞോ, എന്ത് പ്രോസസ്സാ? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. എന്ത് പ്രോസസ് ആണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ക്ലിയർ അല്ലേ? സോ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് ഞാനല്ല സ്റ്റാർസുകളുടെ അകത്ത് എനർജി ജനറേഷൻ ഉണ്ടാകുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, സെറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. അടുത്ത നോക്കിയേ, എക്സ്പ്ലെയിൻ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. അല്ലെ, ന്യൂക്ലിയർ ഫിഷൻ എന്താ പറയുക? എന്താ ന്യൂക്ലിയർ ഫിഷൻ? എന്താ ന്യൂക്ലിയർ ഫിഷൻ? എ ഹെവിയർ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ഇൻറ്റു ടു ലൈറ്റർ ന്യൂക്ലിയസ്. അല്ലെ, എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ഹെവിയർ ന്യൂക്ലിയസ് എന്ത് ചെയ്യാൻ പോവാണ്? സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന പോവാണ്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുക ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുക. അല്ലെ, ഈ സമയത്ത് അവിടെ എന്ത് ജനറേറ്റ് ആവും? അല്ലെ, എന്ത് പുറത്തേക്ക് ലിബറേറ്റ് ആവും? എനർജി പുറത്തേക്ക് ലിബറേറ്റ് ആകും. ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുക. ഹെവിയർ ന്യൂക്ലിയസ് സ്പ്ലിറ്റ്സ് ഇൻറ്റു ടു ലൈറ്റർ ന്യൂക്ലിയസ് ആണ്. ക്ലിയർ അല്ലേ? ഡ്യൂറിംഗ് ദിസ് പ്രോസസ് സം എനർജി ഈസ് released from the nucleus. ഇതാണ് നമ്മൾ എന്ത് വിളിക്കുക? എന്ത് വിളിക്കുന്നു? നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആണ്. നമ്മളെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സുകൾ നടക്കുന്നത്. അല്ലെ, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ക്ലിയർ അല്ലേ? സോ നമ്മൾ അത് രണ്ടും പറഞ്ഞു കഴിഞ്ഞു. ചെറിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടും നമുക്ക് എന്ത് ചെയ്യുക? സിമ്പിൾ ആയിട്ട് എഴുതാവുന്നുള്ളൂ. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാൻ? അടുത്ത ക്വസ്റ്റ്യൻ പോവാണ്. വിച്ച് കോമ്പോണന്റ് ഹാവ് ഹൈ സ്റ്റെബിലിറ്റി? ഹൈ സ്റ്റെബിലിറ്റി ഉള്ളത് പറഞ്ഞോ. സിമ്പിൾ ആയിട്ട് പറയാം. ഹീലിയം ആണോ, അല്ലെങ്കിൽ അയൺ ആണോ, അലൂമിനിയം ആണോ, സൾഫർ ആണോ? ആർക്കാണ് ഏറ്റവും കൂടുതൽ ഹൈ സ്റ്റെബിലിറ്റി ഉള്ളത്? ഇത്ര നോക്കിയാൽ മതി. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഒരു കർവ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? സോ ആ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കർവിന്റെ അകത്ത് ഏറ്റവും ടോപ്പിൽ ഒരാളുണ്ട്. അല്ലെ, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുന്ന സമയത്ത് സ്റ്റെബിലിറ്റി കൂടും. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറയുന്ന സമയത്ത് നമ്മുടെ എന്ത് കുറയും? സ്റ്റെബിലിറ്റി കുറയും. ഇവിടെ ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കിടക്കുന്ന ആർക്കാണ്? നമ്മുടെ അയൺ ആണ്. സോ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ആർക്കാണ്? നമ്മുടെ അയൺ ആണ്. ഒരു സംശയം വേണ്ട. ക്ലിയർ അല്ലേ? സോ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ഏതാണ്? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലേക്ക് പോവാം. എന്തൊക്കെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉള്ളത്? ദ കറന്റ് ഡ്യൂ ടു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ്. അല്ലെ, ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെ, ഇലക്ട്രിക് ഫ്ലക്സ് കാരണം ഉണ്ടാവുന്ന. അല്ലെ, സോ നമുക്ക് എന്ത് വിളിക്കാം? d∅e/dt ആണല്ലേ. സോ എന്താണുള്ളത്? d∅e/dt. എന്താണിത്? എന്ത് കറണ്ടാ? നമ്മുടെ സ്വന്തം ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. എന്ത് കറണ്ടാണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. എന്ത് കറണ്ടാടാ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഇറ്റ് ഈസ് എ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അല്ലെ, ടൈം വേരിയിങ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്. ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽസ് ഇൻ ഫ്രീ സ്പേസ് വിത്ത് എ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. നമുക്ക് വെലോസിറ്റി ഓഫ് ലൈറ്റ് അറിയാം. എത്രയാ? എഴുതി വെച്ചു പോലെ. വെലോസിറ്റി ഓഫ് ലൈറ്റ് എത്രയാണ്? 3 × 10⁸ meter per second ആണ്. At a particular point in space and time, the magnitude of electric field is അല്ലേ, ഇലക്ട്രിക് ഫീൽഡിന്റെ എത്രയാണത്? ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 6.3 volt per meter ആണ്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ചോദിച്ചിട്ടുള്ളേ? സോ നമുക്ക് അറിയാം അല്ലേ, നമുക്ക് എന്താണെന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന എക്സ്പ്രഷൻ എന്താണ്? യെസ്, E0/B0, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെറുതെ E/B എന്ന് പറയാല്ലേ. സോ E/B എന്താണ് നമ്മുടെ? യെസ്, C ആയിരിക്കും വരിക അല്ലെ, C ആണ് വരിക. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? E അറിയാം, C അറിയാം. സോ B0 നമുക്ക് എന്ത് പറയാം? B0 എന്താ പറയാ? E0 by C എന്ന് പറയാം. E0/C എന്ന് പറയാം. എന്താ E0? E0 എത്രയാണ്? 6.3 ആണ്. ബൈ C എത്രയാണ്? 3 × 10⁸ ആണ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മുടെ ആ നമ്പേഴ്സ് മാത്രം നമുക്ക് ചെയ്യാം അല്ലെ. സോ നമ്പേഴ്സ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ചെയ്യാം. സോ നമുക്ക് എന്താ കിട്ടുക അവിടെ ആൻസർ? നോക്കിക്കേ, നമുക്ക് അവിടെ ആൻസർ എന്ത് കിട്ടും നോക്കാം. ശ്രദ്ധിച്ചോ.
യെസ് ഓക്കെ. സോ 6.3/3 ആണല്ലേ. സോ എത്ര വരും നമുക്ക് B0ന്റെ വാല്യൂ എത്ര വരും നോക്കിയോ, 6.3/3 ആണ്. സോ 2.1 വരും ഇൻറ്റു അവിടെ എന്താ വരിക, താഴെ കിടക്കുന്ന 10⁸ മുകളിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും, 10⁻⁻8 10⁻⁻8 ടെസ്ല. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മൾ അവിടെ ഉണ്ടായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്. 2.1 × 10⁻⁸ ടെസ്ല വരും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ പോവാണ്. ദ SI യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. എടാ കറണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കറണ്ട് ആയിക്കോട്ടെ, എന്ത് കറണ്ട് ആയിക്കോട്ടെ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, കണ്ടക്ഷൻ കറണ്ട്, എന്ത് കറണ്ടും ആയിക്കോട്ടെ, കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആള് ആംബിയർ ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ അങ്ങനെ അങ്ങോട്ടും മാറാൻ പാടില്ല, എങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല, എന്താണ് ആംബിയർ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി റൈറ്റ് ദ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് റേഡിയോ വേവ്സ് ആൻഡ് മൈക്രോവേവ്സ് അല്ലെ. റേഡിയോ വേവ്സിന്റെയും മൈക്രോവേവ്സിന്റെയും അല്ലെ, റേഡിയോ വേവ്സിന്റെയും മൈക്രോവേവ്സിന്റെയും പ്രൊഡക്ഷൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. എന്താ നമുക്ക് പറയാൻ പറ്റുക, റേഡിയോ വേവ്സ് അല്ലെ. റേഡിയോ വേവ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കിയേ. എന്താ റേഡിയോ വേവ്സ് ഉണ്ടാവുക? യെസ്, എന്താണ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്സിലറേറ്റർ. ശ്രദ്ധിക്കണേ എടാ, അതിലൂടെ പോയി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് ഇൻ എ കണ്ടക്ടർ ആണല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കണ്ടക്ടറിനകത്ത് കൂടെ ചാർജുകളെ ആക്സിലറേറ്റഡ് മോഷൻ ചെയ്യിപ്പിക്കുകയാണ്. ക്ലിയർ അല്ലേ? സോ എന്ത് പറയാം നമുക്ക്, ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് ഇൻ എ കണ്ടക്ടിംഗ് വയർ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് ഇൻ എ കണ്ടക്ടർ. ക്ലിയർ അല്ലേ? സോ ഞാൻ അടുത്ത് നമ്മൾ ചോദിച്ചത് എന്താ, മൈക്രോവേവ് ആണ് അടുത്ത് ചോദിച്ചുള്ളത് അല്ലേ. മൈക്രോവേവിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാ, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്പെഷ്യൽ വാക്യൂം ട്യൂബ്സ് ആണ് അല്ലേ. പ്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്, സ്പെഷ്യൽ വാക്യൂം ട്യൂബ്സ് ആണ്. ഏതൊക്കെയാണ് ആ ട്യൂബ്സ് ഉള്ളത് നിങ്ങൾക്കറിയാം, ഏതൊക്കെയാ, ക്ലിസ്ട്രോൺ ഉണ്ട്, മാഗ്നട്രോൺ and gun diodes അല്ലെ, ഗൺ ഡയോഡ്സ്. ക്ലിസ്ട്രോണ്, മാഗ്നട്രോണ്, ഗൺ ഡയോഡ്സ്. ക്ലിയർ അല്ലേ? ഗൺ ഡയോഡ്സ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ ഇതാണ് നമ്മുടെ രണ്ട് പ്രൊഡക്ഷൻ അവിടെ പറഞ്ഞത്. എന്തൊക്കെയാണുള്ളത്, റേഡിയോസിന് എന്താണ്, ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് ഇൻ എ കണ്ടക്ടിംഗ് വയർ ആണ്. ക്ലിയർ അല്ലേ? അതേപോലെ മൈക്രോവേവ് എങ്ങനെയാ, ഇത് സ്പെഷ്യൽ വാക്യൂം ട്യൂബ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാ വാക്യൂം ട്യൂബ്സ് ഉള്ളത്, ക്ലിസ്ട്രോണ്, മാഗ്നട്രോൺസ്, ഗൺ ഡയോഡ്സ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ദ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ടു ദ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഹാസ് ദ ഡയമെൻഷൻ ഓഫ്. ശ്രദ്ധിക്കണം, എന്താ അങ്ങോട്ട് ചോദിച്ചത്, ദ റേഷ്യോ ഓഫ് അല്ലെ, ദ റേഷ്യോ ഓഫ് ആരൊക്കെയാ, മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ടു ആരാണ്, ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇതിന് എന്ത് ഡയമെൻഷൻ ഉണ്ടാവുന്ന ചോദിച്ചാൽ അല്ലെ, ആ ഡയമെൻഷൻ ഉണ്ടാവുക എടാ B/E നമുക്ക് അറിയില്ല, പക്ഷെ എന്തറിയാം നമുക്ക്, E/B എന്താണ് നമുക്കറിയാം, എന്താ, C ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി. C എന്ന് പറഞ്ഞാൽ ആരാ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ആണല്ലേ. സോ E/B C ആണെങ്കിൽ നമുക്ക് എന്ത് പറയേണ്ടി വരും, B/E എന്താണ്, 1/C ആണ്. എന്ന് വെച്ചാൽ എന്താ വരിക, റെസിപ്രോക്കൽ ഓഫ് വെലോസിറ്റി ആണ് വരിക. ആരാ വരിക, റെസിപ്രോക്കൽ ഓഫ് വെലോസിറ്റി. ക്ലിയർ ആണോ? എന്ന് വെച്ചാൽ B/E അല്ലെ, റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ടു ദ ഇലക്ട്രിക് ഫീൽഡ് എന്താ വരിക, 1/C എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ ഓഫ് എന്താണ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ആണ് വന്നത് അല്ലെ. സോ നമുക്ക് ധൈര്യമായിട്ട് എന്ത് മാർക്ക് ചെയ്യാം, യെസ്, റെസിപ്രോക്കൽ ഓഫ് വെലോസിറ്റി എന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു നോക്കിയോ. ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെ. സോ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് Z ഡയറക്ഷൻ. എന്താണ് പോസിറ്റീവ് Z ഡയറക്ഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ അല്ലെ, പോസിറ്റീവ് Z ഡയറക്ഷനിൽ പോകുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഇക്വേഷൻ ആണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഏതാണ് നമുക്ക് ഇക്വേഷൻ അറിയാം, കുറെ ഇക്വേഷൻ അവിടെ തന്നെ. എന്താണ്, E = E0 sin kz - ωt ഉണ്ട്, E = E0 sin kz + ωt ഉണ്ട്, E = E0 sin 2kz ഉണ്ട്, and none of this ഉണ്ട്. ഇതിൽ ഏതാ വരിക, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. പോസിറ്റീവ് Z ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ എന്താ വരിക, kz - ωt ആയിരിക്കും വരിക. എന്താ വരിക, kz - ωt ആണ് വരിക. ഇനി നെഗറ്റീവ് Z ഡയറക്ഷൻ ആണെങ്കിലോ kz + ωt ആയിരിക്കും വരിക. ക്ലിയർ അല്ലേ? സോ നേരെ റിവേഴ്സ് ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. സോ പോസിറ്റീവ് Z ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്താ വരിക, യെസ്, kz - ωt ആണ് വരിക. ക്ലിയർ അല്ലേ? സോ ഇതോടുകൂടി നമ്മൾ എന്ത് കഴിഞ്ഞു, നമ്മുടെ 4 ചാപ്റ്റേഴ്സിന്റെ അകത്തുള്ള അല്ലെ, അവസാനമായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള 4 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അതേപോലെ ന്യൂക്ലിയർ എന്നീ ചാപ്റ്ററിന്റെ അകത്തുള്ള ഒരുവിധം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ഓക്കെയാണോടാ? ഇത്രയും ഓക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾ കമന്റ് ബോക്സിൽ ഇത്രയും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞടാ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ ലൈവ് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം, വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ, ഒന്ന് പെട്ടെന്ന് പറഞ്ഞടാ, ഇത് ക്ലിയർ ആണോ അല്ലയോ?
എല്ലാ കാര്യങ്ങളും ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ എക്സാം പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാനുള്ളതാണ്. സോ നിങ്ങൾ എല്ലാവരും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടോളൂ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചോളൂ. ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനല്ല, നിങ്ങൾക്ക് കിട്ടാനുള്ളൂ, നേടാനുള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ലൈവ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, നല്ലപോലെ ഉറങ്ങുക, നാളെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതാം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, then bye, good night and see you.